നാമങ്ങളെ ഉച്ചരിച്ചിരിപ്പൂ എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സംഭൃതങ്ങളായി ചമയുമെന്നോ നിശ്ചയമാത്രമല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി അവസാന വിരസങ്ങളായി ദുഃഖമിശ്രിതങ്ങളായി ദുരിതോദർക്കങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികൾ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ടു ലഭിപ്പോരു വസ്തു എന്നാൽ ആയതൊക്കെയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തിങ്കലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവാർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. സാ ചന്ദ്രചൂടാ വാപ്പായാൽ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? ചന്ദ്രചൂടനോ എന്തിനാകുന്നത് ഇത്ര സംശയിക്കുന്നത്? ചന്ദ്രകലാധരനായി ലോകനായകനായി സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരനെ തന്നെയാകുന്നത് ഇവിടെ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. അവ്യാധിഗാത്രമനുകൂലതരം കളത്രം ഭീഷ്മപ്രശാന്തവിഭവാ ശ്ലാഘ്യം കുലം ചരമകാലഗതിശ്ച ദിവ്യാ ശംഭോ കടാക്ഷപരിണാമഫലോ ഹി ഭൂയാൽ. ശംഭോ കടാക്ഷപരിണാമഫല ഭൂയാൽ ഹി. ശംഭുവിൻ്റെ കടാക്ഷപരിണാമഫലം ഭവിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സഫലാവാൻ ഈ പറയുന്നത് മാത്രമല്ല സകല കാര്യങ്ങളും എവിടേക്കാണ് പോണത്? ഇപ്പോഴങ്ങോട്ട് പോണി വേഷം കേമയുണ്ട് ഈശ്വര സേവയ്ക്ക്. അതാരും പതിവില്ല. അകത്തൊക്കെ എത്ര സേവിച്ചാലും പുറപ്പെട്ടു. അവിടുന്ന് പുറപ്പെട്ട ഇവിടുന്ന് പുറപ്പെട്ട അവിടേക്ക് അല്ലാണ്ട് പ്രഭാതമാവുക പ്രദോഷമാവുക മധ്യാഹ്നമാവുക രാത്രിയും പകലും വരിക എന്നല്ലാണ്ട് അവിടെ പോയിരിക്കും. എങ്ങനെ മുമ്പിലേക്ക് വരുന്ന ആളുകളൊക്കെ പിന്നും പോയിരുന്നേ പറ്റൂ. ഈശ്വര സേവയാണ് ആദ്യം പ്രധാനമായിട്ട് വേണ്ടത്. എന്തിനാ ഈശ്വരനെ സേവിക്കുന്നത്? വിസ്തരിക്കുകയാണെങ്കിൽ അനവധി ഉണ്ടെങ്കിലും അവ്യാധിഗാത്രം ഗാത്രം വ്യാധിയോടുകൂടാതെ കണ്ടായിത്തീരണം എന്നുണ്ടെങ്കിൽ ശംഭോ കടാക്ഷപരിണാമഫല ഭൂയാൽ. ശ്രീപരമേശ്വരൻ്റെ അങ്ങേയറ്റത്തെ കടാക്ഷം വേണം. വ്യാധിയില്ലാത്ത ശരീരം. ഒരുവിധം സർവന്മാരായിട്ടുള്ള പ്രാപഞ്ചികന്മാർക്കും വ്യാധിയാണുള്ളത്. സമ്പത്തിഷ്ടം പോലെ ഉണ്ടാവും, സമാധാനമില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിക്കാൻ വയ്യ. എന്താ അവിടെ എടുപ്പത്ത് കൈ കൊടുത്ത് വെക്കണം, ഇങ്ങോട്ട് മുമ്പിലേക്ക് വരൂ. അവിടെ നിൽക്കണ്ടേ, കുറച്ച് എന്തൊക്കെയോ ആലോചിക്കാണ്ട് ഇവിടെ വന്നിട്ടേ വയറിങ്ങനെ വീഴ്ത്തു മുട്ടി നിൽക്കേണ്ടവരാണ്ട് ഇവിടെ അവിടെ ഇരിക്കുമോ? എന്തൊക്കെയോ സ്വകാര്യം പറയുന്നുണ്ട്. ഇനി എന്താ അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയാണ്. വ്യാധി, എനിക്ക് ഇന്നതൊന്നും കഴിക്കാൻ വയ്യ, മധുരമുള്ളത് വയ്യ, ചമർപ്പുള്ളത് വയ്യ, ഉപ്പുള്ളത് വയ്യ, കയ്പുള്ളത് വയ്യ. മാത്രമല്ല കഴിക്കണമെന്ന് മോഹമുണ്ട്. എന്നാൽ കഴിക്കാൻ എല്ലാം എന്ത് രസവും കഴിക്കാൻ പറ്റും. കിടക്കാൻ വയ്യ, അതാണ്. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കുമ്പിടാൻ വയ്യ, ഉറങ്ങാൻ സാധിക്കില്ല. ഓരോരുത്തർക്കും വ്യത്യസ്ത ലോകം ഭിന്നരുചിയാണല്ലോ. പലർക്കും പലതരത്തിലുമാണ്. അതാണ് വ്യാധി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലല്ല പലതരത്തിലും വ്യാധി ഉള്ള ശരീരമാണ് ശരീരികൾക്ക് അധികവും സംഭവിക്കുന്നത്. അതില്ലാതെ കണ്ടായി തീരണം എന്നുണ്ടെങ്കിൽ ശംഭോ കടാക്ഷപരിണാമഫല ഭൂയാൽ ഹി. മഹാദേവൻ്റെ അങ്ങേയറ്റത്തെ കടാക്ഷം ഉണ്ടാവണം. ഒന്ന് നമ്മൾ മർത്യരാവുകൊണ്ട് മനുഷ്യരാവുകൊണ്ട് വേണ്ട പോലെ സാധിച്ചില്ല. മറവിയുണ്ടല്ലോ. മരണമുള്ളവർക്കൊക്കെ മറവിയുണ്ടാവും. ഒക്കെ തരായിരുന്നു, മോഹം ഉണ്ടായിരുന്നു, പഠിപ്പിക്കുകയും ചെയ്തു. ഇതുവരെ ചെയ്തിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല, മറന്നു. പ്രഭാതമാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ വഴുകി, കഴിക്കാനാ മോഹിക്കണ്ടായ മറന്നു. മറവി എപ്പോഴും സംഭവിക്കാം. എന്നാൽ എന്നല്ലെങ്കിൽ വരെയുണ്ട് അനുകൂലതരം കളത്രം. കളത്രം അനുകൂലതരമായി തീരുക. അതാണ് ഇപ്പോഴത്തെ കാലം. കളത്രം വെച്ചാൽ ഭാര്യ പ്രിയതമ. അവനവൻ ബാല്യവും കൗമാരവും കഴിഞ്ഞ് യൗവനസ്ഥയായിട്ടുള്ള അവസ്ഥയിലേക്ക് വേശിച്ചു കഴിഞ്ഞാൽ അഗ്നിസാക്ഷിയാകും വണ്ണം ധർമ്മം രക്ഷിക്കാനായിക്കൊണ്ട് പാണിഗ്രഹണം. പാണി ഗ്രഹിച്ചു കഴിഞ്ഞാൽ മരണം വരെ രമിപ്പിക്കുന്ന രമണനും രമിപ്പിക്കുന്ന രമണിയാവണം പ്രിയതമന്മാരും. ആ ദമ്പതികൾ അങ്ങനെയാണല്ലോ. അന്യോന്യാനുരാഗം, പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹം, ബഹുമാനം, ഇതൊക്കെ സ്വയം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ശംഭോ
കടാക്ഷപരിണാമഫല ഭൂയാൽ ഹി മഹാദേവന്റെ അങ്ങേറ്റത്തെ കടാക്ഷം വേണം. എന്നാൽ രണ്ടെണ്ണം അനുകൂലതരം. ഭാര്യ അനുകൂലമാവുക വെച്ചാൽ എന്താ അവിടെ നിൽക്കണം, ഇവിടെ ഒന്ന് ഇരിക്കുമോ? ഞാനും ഞാൻ അങ്ങനെ ആലോചിക്കുക വരുന്നത്. ഇവിടെ നോക്കി എനിക്ക് കാഴ്ച കുറച്ച് കഷ്ടിയുണ്ട്, ദൂരത്തുള്ള കാഴ്ചയല്ല. ദൂരദർശനം തോന്നി നന്നല്ലാണ്ട് കേട്ടിട്ടുണ്ട്. ഹ്രസ്വദർശനാണല്ലോ കൂടുതൽ. ഇപ്പോൾ ദൂരത്തുള്ള ദർശനം എല്ലാവരും കാണാനും കേൾക്കാനും കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തുള്ളതൊന്നും കാണാനില്ല, എന്നാൽ അടുത്തേക്കാ വേണ്ടേ, അതില്ലേനും. അപ്പം അങ്ങനെ വരുമ്പോൾ ഭാര്യ ദൂരം എപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകും കേട്ടോ. അതാ പാവിത്വൻ്റെ കൂടെയോ ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വേറെ ആളുടെ കൂടെ അനുകൂലം, അതൊക്കെ അനുകൂലം എനിക്കല്ല. ഒരുവിധം ദമ്പതികളൊക്കെ അങ്ങനെയാണ്. അനുകൂലകരമായി തീരാച്ചാൽ അവനവനനുകൂലമാവണേ. എൻ്റെ വിവാഹം കഴിച്ചു കുറച്ചു കാലം. ഇപ്പോൾ എവിടെ ഭാര്യ ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ എവിടേക്കാ നിശ്ചയില്ല. ഓരോ ദിവസം ആളുകളെ ഇഷ്ടപ്പെടാതാണ്. അപ്പം അങ്ങോട്ട് വിളിക്കുന്നു, ഇവിടെ ഉത്സവ വീട്ടിലേക്കാത്ത പറഞ്ഞ കൂട്ടാക്കാരുടെ കാര്യം ഞാൻ അറിഞ്ഞില്ലോ. എന്തുണ്ടായിട്ടുള്ള കാര്യം, സമ്പത്ത് ഇഷ്ടംപോലെയുണ്ട്, ബന്ധുക്കളുണ്ട്, സഹായിക്കാനുണ്ട്, അറിവുണ്ട്. അനുകൂലമല്ല കളത്രം. ഭാര്യ തനിക്ക് അനുകൂലമായി വെച്ച ഭാര്യ എന്നുള്ള പദം കൊണ്ട് പല ഉദ്ദേശമുണ്ട്. അമ്മയുടെ സ്ഥാനമുണ്ട്, സഹോദരൻ്റെ സ്ഥാനമുണ്ട്, പുത്രയുടെ സ്ഥാനമുണ്ട്, സ്നേഹം സുഹൃത്തിൻ്റെ സ്ഥാനമുണ്ട്. പല രൂപത്തിലും അത് തനിക്ക് വിചാരിക്കുമ്പോഴേക്കും ഒക്കെ സാധിച്ചെടുക്കാൻ പറ്റുക. പുറപ്പെട്ടു. എന്താ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് ഇവിടെ അവിടേക്കല്ല, ഇങ്ങോട്ട് നോക്കും. അപ്പം അവിടേക്ക് പണിയില്ല, അവിടേക്കായിട്ട് പോയാൽ പറ്റും. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിക്കും ഒച്ച ദാഹമോ തോന്നിയോ സംശയം. അപ്പോഴാ പാലും സംഭാരവും. ഞാൻ സംഭാരം കൊണ്ട് ചുക്കുള്ള നല്ല ചുക്കിങ്ങനെ നല്ല തിളച്ച് കഴിഞ്ഞാൽ കൊണ്ടിരുന്നത് എന്താ കയ്യില്ലേ അത് കഴിക്കുമ്പോൾ ഇറങ്ങാൻ വയ്യോ. അതുവരെ ജിജ്ഞാസ ഉണ്ടാവും. പാലാവും, ചിലപ്പോൾ സംഭാരമാവും, ചിലപ്പോൾ ചുക്കുള്ളാവും, ചിലപ്പോൾ ഇതൊന്നും ആവില്ല. വേണ്ട സമയത്ത് വേണ്ടി തരാനുള്ള ആ ഉത്സാഹം തൻ്റെ പ്രിയതമയ്ക്കാവും. ഞാൻ അങ്ങനെ അനുസരിക്കാത്തതല്ല. നോക്കണ്ടേ എന്തൊരു കൗതുക. സുന്ദരിയാണ്, സുന്ദരനുമാണ്, രണ്ടും യോജിപ്പുണ്ട്. എന്തോ ഒരു കളലക്ഷണം മുഖത്തുണ്ടല്ലേ തോന്നുകയാണ്. എന്താ കാരണം വെച്ചാൽ അതൊക്കെ ഈ ഭർത്താവിനെ തനിക്ക് സ്വയം അനുസരിപ്പിക്കാനായിക്കൊണ്ട് താൻ അങ്ങനെ അനുസരിക്കേണ്ടതില്ല, എങ്ങോട്ടും അനുസരിക്കണല്ലോ. എന്താണ് യോജിപ്പുണ്ട്. കുറച്ച് വൈകിക്കാം വരും. എപ്പോൾ നിശ്ചയിച്ചാണ്ട് എപ്പോഴെങ്കിലും വന്നുവല്ലോ സമാധാനായി. നീ ആലോചിക്കാണ്ട് അവിടെ പോയി കഴിച്ചോളൂ കേട്ടോ. ആരും പറയാം. ഇപ്പം ഞാൻ തന്നെ പറയാളൂ. ഇവിടെയാണ് എപ്പോൾ നോക്കിയാലും എന്നെ കാണുമ്പോൾ കലശൂട്ടൊന്നുമല്ല. ഇതൊക്കെ ഭാര്യാഭർത്താക്കന്മാരാകുമ്പോൾ വേറെ ആരും കേൾക്കാതെ കണ്ട് തനിക്ക് അനുകൂലമായി തീരാൻ ഭർത്താവ് എപ്പോഴും അനുകൂലമാണെങ്കിലും തൻ്റെ ശ്രദ്ധയിൽ നിന്ന് മാറാതെ കണ്ട് തന്നിൽ മാത്രം ആ സ്നേഹം പതിക്കാനായിക്കൊണ്ട് പ്രിയതമമാരെ ഉത്തമാംഗികളായിട്ടുള്ള കുലാങ്കനകൾ ചെയ്യുന്ന സമ്പ്രദായമാണ്. അതാണ് കളത്രം അനുകൂലകരമായി തീരാ പറഞ്ഞ ശാസിക്കല്ലാവുണ്ട്. അവിടെ ഇരിക്കോ എന്നാൽ അപ്പോൾ അവിടെ ഇരിക്കാതല്ല, ഇരിക്കണം വിചാരിക്കുമ്പോഴേക്കും ഇരിക്കാതെ തരാവുക. ഇന്ന് പോകാതിരിക്കുമ്പോഴേക്കും നമുക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ ഭർത്താവ് ഒരുമിച്ച് പുറപ്പെടുക. അതിനാണല്ലോ എല്ലാറ്റിനും അനുകൂലമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കണ്ട് വിചാരിക്കുമ്പോഴേക്കും ഞാൻ പറയാതെ ഇറങ്ങിയുള്ളൂ. അതെ, ഞാൻ പറയുമ്പോഴേക്കും പറഞ്ഞു കേട്ടോ. അതാണ് യോജിപ്പ്. അത് വേണ്ട പോലെ അർത്ഥവത്തായി തീരണം എന്നുണ്ടെങ്കിൽ ശംഭോ കടാക്ഷപരിണാമഫല ഭൂയാഹി മഹാദേവന്റെ അങ്ങേറ്റത്തെ കടാക്ഷം വേണം. ഇത് രണ്ടും അല്ലാണ്ടുണ്ട്. വേശ്മ പ്രശാന്തം. വേശ്മം പ്രശാന്തമാവണം. വേശ്മ വെച്ചാൽ ഭവനം, അവനുണ്ട് ഭവനം. പ്രശാന്ത വെച്ചാൽ അർത്ഥത്തിന് വ്യാപരിയുണ്ട്. ശാന്തം എന്ന് വെച്ചാൽ തന്നെ ശാന്തത ഉണ്ടാവുക. പ്രശാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകർഷണ ശാന്തം എന്ന് വെച്ചാൽ സമാധാനമായിട്ടുള്ള അന്തരീക്ഷം. ഭവനം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, സുഖമായിട്ടിരിക്കാൻ തരാവണം. ഇപ്പോൾ ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യേണ്ട ഒമ്പതായിരം കണ്ടോ. നിൽക്കണമെന്നുണ്ട്, ഇരിക്കാണ്ട് പറ്റൂല. ഇരിക്കാൻ അത് ഉപ്പായിരുന്നു. ഇതുകൊണ്ട് കാര്യമില്ല, പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോഴേ ഇരുന്നാൽ അത് വേണ്ട പോലെ ആ കാര്യം മംഗളായി വേണ്ടി കാര്യമില്ല. അവിടെ ഇരുന്ന് സുഖമായിട്ടുള്ള വിഭവ സമൃദ്ധമാവണം. ഭവനന്യമായി ഒന്നുമില്ല. വല്ല വിശിഷ്ട വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ വരാം ഇവിടെ വരും, ഞാൻ കാത്തിരിക്കുന്നത്. 1 2 3 എഴുന്നള്ളാം. ആലോചിക്കുക എവിടുന്ന് ഞാൻ ഇവിടെ ഉണ്ടാകുന്ന രാവിലത്തെ പ്രഭാതത്തിൽ കഴിഞ്ഞിരിക്കണു. ഞാൻ അടുത്ത വല്ല ഭവനത്തിൽ പോയിട്ട് അന്വേഷിച്ച് വരാം. എന്താ പതിവില്ലാണ്ട് ഈ സമയത്ത് അവിടെ കുറച്ച് വിശിഷ്ടമായിട്ട് വ്യക്തികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിതാർന്നൊക്കെ കഴിഞ്ഞു. നീ വരുവാണെങ്കിൽ ഈ സംഭാരം തന്നെ വേണമെങ്കിൽ നന്ന് വരികില്ല. കുറച്ചധികം തരണേ. അടുത്ത് പോയിട്ട് എരന്ന് മേടിച്ച് കൊണ്ടുവന്ന് അതിഥികളെ സൽക്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതിനും വലിയ ദുഃഖമായിട്ടുള്ള വേറെ അവസ്ഥയില്ല. അതാണ് വിഭവാ പ്രശാന്തം. വിഭവ സമൃദ്ധമാവണം, പ്രശാന്തരമണീയമാവണം. ആര്? ഭവനം. അവനോട് ഭവനി ഉണ്ടാക്കിയോണ്ട് കാര്യമല്ലോ. അതും സാധിക്കണമെന്നുണ്ടെങ്കിൽ ശംഭോ കടാക്ഷപരിണാമഫല ഭൂയാൽഹി മഹാദേവന്റെ കടാക്ഷം, അങ്ങേറ്റത്തെ കടാക്ഷം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇത് മാത്രമല്ല വിശദാശ്ച വിദ്യ, വിശദമായിട്ടുള്ള വിദ്യ ഉണ്ടാവുക.
അതൊരുവിധ ആളുകൾക്കും ഇപ്പോൾ സാധാരണ അങ്ങനെയാണ്. അത് കാണാറില്ലേ പറഞ്ഞ വഴിക്ക് ആ രണ്ടാമത്തെ വളവും മൂന്നാമത്തെ തിരിവും അതും കൂടെ മാറ്റിയിട്ടില്ല കേട്ടോ. അത് എങ്ങനെയാണോ പണ്ട് അതുപോലെ തന്നെ വളവും തിരിവും മാറാതേക്കുന്നത് അതേപോലെ മൂന്നാമത്തെ വളവ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴോ അതൊക്കെ ഞാൻ പറയാം. ഒരു വിദ്വാൻ അവിടെ ഇരിക്കുന്നുണ്ടു. ഏതാ വിദ്വാൻ? എനിക്ക് പേരൊന്നും അറിയില്ല. അതുകൊണ്ട് ഒരു വിദ്വാൻ വിദ്വത്വം അങ്ങനെയാണോ? അങ്ങനെയുണ്ട്. ഒരു വിദ്വാനെ കണ്ടു, അതുകൊണ്ട് കാര്യമില്ല. വിദ്വത്വം ഉണ്ടാവണം. എവിടേക്ക് പെടപ്പെടപ്പെടപ്പെടെ അത് ആ വിദ്വാന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ആ വിദ്വാനാവില്ല, ചിലപ്പോൾ മന്ദനാവും, വഷളനാവും, വിഡ്ഢിയാവും, അതികൊണ്ടുവിനാവാം. പക്ഷെ വിദ്വാനെന്ന് സാധാരണ പറയാറുണ്ട്. ആ വിദ്വത്വം കൊണ്ട് യോഗ്യനാവില്ല. വിശദാശ്ച വിദ്യ, വിശദായിട്ടുള്ള വിദ്യ ഗ്രഹിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിലും ശംഭോ കടാക്ഷപരിണാമഫല ഭൂയാൽഹി, മഹാദേവന്റെ അങ്ങേറ്റത്തെ കടാക്ഷം വേണം. നീ വിദ്യയുണ്ടായി, ജ്ഞാനം ഉണ്ടാവുക, അത് ദോഷമാണ്. ജ്ഞാനവും വിദ്യയുണ്ടായി, വേണ്ട സമയത്ത് വേണ്ടത് വേണ്ട പോലെ തോന്നാൻ സാധിക്കുക, അത് തോന്നുമ്പോൾ തന്നെ അത് അർത്ഥവത്തായി തീരാൻ സാധിക്കുക. ഇതിനൊക്കെ ശംഭോ കടാക്ഷപരിണാമഫല ഭൂയാൽഹി, മഹാദേവന്റെ കടാക്ഷം വേണം. പരിഭവിച്ചു പോകുന്നുണ്ട്. ഇത്രയും കാലം കുറച്ച് താമസം, തടി കുറച്ച് കുറയ്ക്കാട്ടോ. കാരണം സേവിക്കൽ അധികമാകൊണ്ടാണ്. ഇപ്പം നാം പോയപ്പോൾ ഇവ കേട്ടപ്പോഴാക്കി മനസ്സിലായി. നാം പുറപ്പെട്ടേക്കാം. എവിടേക്ക്? ശംഭുവിനെ സേവിക്കാൻ. ശംഭു വെച്ച് കഴിഞ്ഞാൽ ശം കരോതി ഇതി ശങ്കര എന്നാണ്. മംഗളത്തെ മാത്രം പ്രദാനം ചെയ്യുന്ന ആ മഹാദേവൻ അദ്ദേഹത്തിന് വേണ്ട പോലെ സേവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഫലാവുക. ഇത് മാത്രമല്ല, ശ്ലാഘ്യം കുലം, പേര് കേട്ട ഭവനത്തേക്ക് ജനിക്കാൻ സാധിക്കുക. അതാണ്. കുറച്ച് സമ്പത്തൊക്കെ കക്ഷിയാണെങ്കിൽ തന്നെ പേര് കഴിഞ്ഞാൽ ഇന്ന നിൽക്കില്ല, വരൂ, ഏയ് എത്ര കാലമായി കണ്ടു, വരൂ. ഞാൻ പേര് വന്നു വെച്ചാൽ ഇന്ന നിൽക്കത്തെ കണ്ടറിയി. ആ ഗൃഹസ്ഥാശ്രമധർമ്മം മാത്രമല്ല, പാരമ്പര്യം മാത്രമല്ല, തൻ്റെ സമ്പ്രദായം ആണ്. ഇന്ന ദിക്കിലെ ഇന്ന ആളെ 4 പേർ നോക്കിയാൽ മനസ്സിലാവും. പ്രസരിക്കാം. സന്തോഷമായി. പക്ഷെ താമസിച്ചോ സംശയം, എത്ര കാലമായി കണ്ടിട്ടില്ലേ. അതാണ് ഉന്നതമായിട്ടുള്ള കുലത്തിൽ ജനിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിലും മഹാദേവന്റെ കടാക്ഷണമൊക്കെ ഉണ്ടായി, സമ്പത്തും വിദ്യയും ഒക്കെ ഉണ്ടായി. എവിടുത്തെ? രണ്ടാമത്തെ ഉളവിൽ ആ മൂന്നാമത്തെ കുഴയുടെ റോട്ടിലുണ്ടായതാ. നല്ല ഭാഗമായി. ബാക്കിയൊന്നുമില്ലേ, പാരമ്പര്യം അതൊന്നും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എത്ര കേമായാലും മനസ്സിനും വല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതല്ല. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭവനത്തിൻ്റെ ജനിക്കാൻ സാധിക്കണം. പൂർവ്വ പുണ്യാർജിത സുഹൃത സഞ്ചയങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സഫലമുള്ളൂ. അതൊക്കെ കഴിഞ്ഞു, പ്രായം കുറയായി, അവസാന കാലത്തുള്ള ഒപ്പമൊക്കെ ഓർമ്മ വന്നു, മറവിയൊക്കെ പോയി, അത്യാവശ്യം പെരുമാറാറൊക്കെ വയസ്സായി തുടങ്ങി. അപ്പോഴാണ് കഷ്ടം. ഇത്രയും കാലം, ഇത്രയും ജന്മം, ഇത്രയും ദിവസം, ഇത്രയും ജനിച്ച കാലം മുതൽക്ക് ഇതുവരെയും ഞാൻ ഒന്നും ചെയ്യാതെ കണ്ട് നിരാശനായി തീർന്നല്ലോ. നന്ദി ഉത്സാഹിച്ചേക്കാം. അതെന്തുകാലാ ഇപ്പൊ അവിടെ ഇരിക്കുമെന്ന് ഇരിക്കപ്പെടുന്നില്ല. അതായിട്ട് ചാടി പുറപ്പെട്ടാൻ പറ്റും. എവിടേക്കാ പോകുന്നത്? ശരി, ഒന്ന് അങ്ങോട്ട് പോയാൽ ഒന്നും ഇങ്ങോട്ട് ഇരിക്കും. ഇവിടെ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. അവിടെ ഇരിക്കുമോ? പരിഭവം ഉണ്ടതുകൊണ്ട് ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അവസാന കാലമായി. അതാണ് ആലോചിക്കുന്നത്. അവസാന കാലമാകുമ്പോൾ എന്താ? ബന്ധുക്കള്, മക്കളുടെ മക്കള്, സുഹൃത്തുക്കള് എല്ലാവരും ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ വരൂ, ഇവിടെ വന്നോളൂ, വേറെ കുട്ടികൾ വരണേള്ളൂ, ഇവിടെ വരാം, വെച്ച് വൈകി മുമ്പിൽ വന്നിരിക്കാം. ഇവിടെ തന്നെയാ, ഇവിടെ വന്നോളൂ, ഇവിടെ മുമ്പിലേക്ക് അതിനിടയിൽ കൂടെ എപ്പോഴേക്ക് വരും, ഇവിടെ ഇരിക്കാം. അനുസരണയുള്ള ഒന്ന് ഇവിടെ വരാനാ പറഞ്ഞ. ഒരെണ്ണെങ്കിലും ഉള്ളൂ അനുസരണയുള്ളത്. അതിൻ്റെ ഇടയിൽ അപകടം കണ്ടാൽ ഇടയിൽ കൂടെ പോകുള്ളൂ. ഇതതുപോലില്ല, നല്ല വകതിരിവുള്ള ജാതിയാണ്. അതൊക്കെ ഉണ്ട്. സന്തോഷമായിട്ട് സംഭാഷണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ കേട്ടില്ലേ, ഞാനത് ആദ്യം പറയണ്ടായിട്ടായിരുന്നു. വേണ്ടപ്പെട്ട ആള് പെട്ടെന്ന് ഭാഗ്യവാനായി ഇല്ലേ, എന്താ മരിച്ചു വെച്ചാൽ ഭാഗ്യവാനായി എന്ന് പറയാളാ. ഇപ്പൊ കേട്ടല്ലേ, അതുപോലെ പരിഭവിച്ചവരുണ്ട്. പരിഭവിക്കുമ്പോൾ കണ്ട മരണത്തിന്റെ സമയത്ത് സംഭവിക്കും, ജനനസമയത്ത് സംഭവിക്കും. അതിന്റെ ഇടയിലുള്ള ജീവിതം അത് അർത്ഥവത്താക്കി തീർക്കല് ഭഗവാനെ സേവിച്ചാൽ മാത്രമേ സാധിക്കൂ. എന്നാ മരിക്കുമ്പോ ശബ്ദം ഉണ്ടാക്കണ്ട. അത് കുട്ടികളാകുമ്പോൾ കണ്ടു നോക്കും. എൻ്റെ മുഖത്തേക്ക് കൈ തലേ നോക്കൂ. നീ വേണമെങ്കിൽ നമസ്കരിക്കാം. നമസ്കരിച്ചിട്ടില്ല. സന്തോഷമായി. കാലൊക്കെ വല്ലാണ്ട് എൻ്റെ കുളി. ആ നെറ്റിയും നല്ല ഭംഗിയുള്ള നെറ്റിയാണ്. വല്ല മണ്ണോ ചാണകം വെച്ച് തേക്കരുത്. ആരും ഉപദേശിക്കാനുമില്ലേ. എന്നാൽ ഇനിയെങ്കിലും അവസാന കാലം എന്ന് എടുത്തു പറയാൻ കാരണം അതാണ് ഏറ്റവും ഗഹനവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം അവസാന കാലത്ത് ആരും നോക്കാണ്ട് സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും, ഒരു കാര്യമില്ല. ഭവനം കേമവും ഒരു കാര്യമില്ല. സഹായിക്കാനുള്ള ആളുകളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും. അവസാനം ഇപ്പൊ ഒറ്റയല്ലേ ഇങ്ങനെ തോന്നുള്ളൂ. ഇവിടെ അവിടെ അല്ല, ഒരു ഭാഗത്തിരിക്കും.
ഇത്രയും കാലം എല്ലാവരും ഉണ്ടാകുന്നു. ഇപ്പം അവസാനം ആരുമില്ല. തിരിഞ്ഞെടുക്കാൻ വയ്യ, മറിഞ്ഞെടുക്കാൻ വയ്യ, മലനിരക്കാൻ വയ്യ, കുടിക്കാൻ വയ്യ, കഴിക്കാൻ വയ്യ, ഒന്നിനും വയ്യ. അവസാനം ഒരാളെ സഹായിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ പോലും ദേഹം തൊട്ട് കഴിഞ്ഞാൽ അയ്യോ ഒരുവിധം എത്ര ആളുകൾ ജീവച്ഛവം പോലെ കഴിയുന്നു. അതാണ് അവസാന കാലം. ചരമകാലഗതിച്ച ദിവ്യ, ചരമകാലഗതിയാകട്ടെ ദിവ്യമായിട്ട് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ശംഭോ കടാക്ഷപരിണാമഫലാഭൂയാൽ ഹി, മഹാദേവന്റെ അങ്ങേറ്റത്തെ കടാക്ഷം ഉണ്ടാവണം. അതാണ് ഞാൻ ആരെയാണ് രക്ഷാകർത്താവായിട്ട് നിശ്ചയിക്കേണ്ടതെന്ന് എനിക്കെന്നെ നിശ്ചയിക്കാത്ത അവസ്ഥയായി. കാരണം എല്ലാം ശംഭുവാണ്. ശംഭു എന്ന് വെച്ചാൽ അത് മംഗളസ്വരൂപനാ. അദ്ദേഹം ഇല്ലാതെ കൊണ്ട് ഒന്നുമില്ലേ. ഞാനും നിരീക്കുണ്ടായിട്ടില്ല. ശങ്കരപ്പം എല്ലാവരും ഇപ്പം അങ്ങനെയാണ്. സതീശനോടാ കുറച്ചധികം ഭക്തി കൂടുതലിപ്പോൾ. കുറച്ചധികം ഉണ്ടോ സംശയമുണ്ടോ? എന്നാൽ സതീശനെ ആർക്കും ഇഷ്ടല്ലായി ഉണ്ടേന്. അദ്ദേഹം ഒഴിവാണം. പ്രത്യേകിച്ച് ഓരോരുത്തരും ഓരോ ഈശ്വരന്മാരും, ചില വിഷ്ണുവിനെയും, ചില വേണുഗോപാലിനെയും, ചില ശങ്കരനെയും, ഓരോരുത്തർക്ക് അങ്ങനെയാണ്. ഒന്ന് രമേശനെയും ഒക്കെ ഒന്ന് തന്നെയാണെങ്കിലും അവർക്ക് ഓരോരുത്തരും ഓരോ ഭാഗത്താണെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തിക്ക് ഇപ്പം എന്താ വേണ്ടെന്ന് വെച്ചില്ലാത്ത അവസ്ഥയാണ്. അതെ, എന്നാൽ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ളത് പറയാൻ വയ്ക്കൊന്നുമില്ല. സ്ഥാനത്തൊരു ഉദ്വാനെ കൊണ്ടുവച്ചിട്ട് സ്ഥലത്തേക്കുണ്ട്. ആരും നിരീച്ചാലും ശംഭു ആവണേ. ശംഭു ആണെങ്കിൽ തന്നെ കാര്യം ഭംഗിയുള്ളൂ, വേഗം വരിക. ഇപ്പം എന്താ വേണ്ടതിപ്പോൾ ഉദ്ദേശിക്കുന്നത്? ആരെയാ രക്ഷാകർത്താവായിട്ട്? രക്ഷാകർത്താവായിട്ട് വേറൊന്നുമല്ല. ഇവിടെ പ്രത്യേകിച്ച് ആരും വിചാരിച്ചിട്ടില്ലോ. പ്രത്യേകിച്ച് നടരാജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാജന്മാരൊക്കെ ഉണ്ടെങ്കിൽ രഞ്ജിപ്പിക്കുന്നവനാണെന്നുണ്ട് കാര്യമില്ല. കണ്ടാൽ നടനം ചെയ്യുന്നവനാണ്. നടരാജനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തിന് സാമീപ്യം ഉണ്ടാകുമ്പോഴാണ് അടുത്ത് എത്താനാ വിഷമി. പക്ഷെ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയ മഹാദേവനി അടുക്കാൻ കുറച്ച് പ്രയാസ. കണ്ടാൽ പരിക്കണ ഒന്നില്ല. കണ്ടങ്ങനെയാണല്ലോ. കണ്ടാൽ അതൊക്കെയാണെങ്കിൽ ഇത്രയും മാർദ്ദവം, ഇത്രയും മനോഹാരിത, ആ വേണ്ടപ്പെട്ട സ്നേഹം, അതൊക്കെ വേണ്ട പോലെ ഭക്തന്മാർക്ക് മുഖ്യബന്ധുവായിട്ടുള്ള, ഏകാന്ത ബന്ധുവായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മറ്റുള്ള ദേവന്മാരെല്ലാവരും ഏത് സമയത്തും പൂജിച്ചുകൊണ്ടിരിക്കുന്ന സാ ചന്ദ്രചൂഡ വാൽ വണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? ചന്ദ്രചൂടനോ എന്തിനാകുന്നത് ഇത്രയുള്ള സംശയിക്കുന്നത്? ചന്ദ്രകലാധരനായി, ലോകനായകനായി, സംഹാരകർത്താവായി, ശ്രീപാർവതി വല്ലഭനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരനെ തന്നെയാകുന്നത് ഇവിടെ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം. നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്ത്രിപുടിയെപ്പോലെ മറ്റാരും തന്നെയില്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ എന്നല്ലോ പറഞ്ഞത്. ആയുധേതുവായിട്ട് അവസ്ഥാഭേദം കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക്
കലേശകുലകലശാർണവപൂർണചന്ദ്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരിൽ പ്രധാനിയായിരിക്കുന്ന അർജുനൻ ജ്യേഷ്ഠനായിരിക്കുന്ന ധർമ്മപുത്ര മഹാരാജാവിൻ്റെ നിയോഗം ഹേതുവായിട്ട് പാശുപതാസ്ത്ര സമ്പാദനത്തിനായിക്കൊണ്ട് കൈലാസ സമീപത്തെ പ്രാപിച്ച് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശ്രീപരമേശ്വരനെക്കുറിച്ച് അതിഘോരമാകും വണ്ണം പഞ്ചാഗ്നി മധ്യസ്ഥനായി തപസ്സാരംഭിച്ച കാലത്തിങ്കൽ ശ്രീനാരദാദികളായിരിക്കുന്ന മഹർഷിമാര് പറഞ്ഞും അർജുനന്റെ തപോവൈഭവം അറിഞ്ഞതിന് ശേഷം ത്രിപുരാന്തകനായി സംഹാരകർത്താവായി ചന്ദ്രകലാധരനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ ഭഗവോത്തമനായിരിക്കുന്ന അർജുനന്റെ മനസ്സിലുള്ള വർദ്ധിച്ചിരിക്കുന്ന ഗർവിനെ കളഞ്ഞ് അഭിമതങ്ങളായിരിക്കുന്ന വരങ്ങളെ പ്രദാനം ചെയ്യുവാനായിക്കൊണ്ട് കിരാതരൂപം സ്വീകരിച്ച് കിരാതീരൂപധാരിണിയായിരിക്കുന്ന ശ്രീപാർവതിയോടും മൃഗയോപകരണഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടെ കൊട്ടിയാർത്താഘോഷിച്ച് അർജുന തപോവനോപകണ്ഠത്തെ പ്രാപിച്ച കാലത്തിങ്കൽ ധാർത്തരാഷ്ട്രന്മാരാൽ നിയോഗിതനായിരിക്കുന്ന മൂകാസുരൻ കപടകിടിവേഷം സ്വീകരിച്ച് തൽപ്രദേശത്തെ പ്രാപിച്ച കാലത്തിങ്കൽ കാട്ടാളമൂർത്തിയും അർജുനനും ആ മൂകാസുരനെ ദർശിപ്പൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? തം വീക്ഷ്യരൗദ്രവപുഷം മൃഗശാബകേഷു ത്രാസാദ്വിശൽസു കടിലംബിതവൽക്കഭാഗാൻ പര്യാകുലേ കളകളൈരവിഭക്ഷിജാലേ പാർത്ഥോ നിവൃത്യ നിയമാൽ ജഗൃഹേശരാസം നിയമാൽ നിവൃത്തിയ പാർത്ഥൻ നിയമത്തിങ്കൽ നിന്ന് വൃത്തനായി. പാർത്ഥൻ പൃഥയുടെ പുത്രൻ കുന്തിപുത്രനായിട്ടുള്ള അർജുനൻ സമാധിയിൽ ഉണർന്നു. ഇതുവരെയും ഉണർന്നിട്ടില്ല. അതാണ് കെട്ടിച്ചിപ്പോൾ ഉണർന്നിട്ടേ ഉള്ളൂ. ചില ആളുകൾ അങ്ങനെയുണ്ട്, അനവധി നേരം ഉറങ്ങാൻ താമസവും അത് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ താമസവും. അതുപോലെ ഇപ്പോഴേ ഉണർന്നുള്ളൂ. എപ്പോൾ പുറപ്പെട്ടതാ ഇരുന്നാലും എത്തിയല്ലോ. ദൂരത്തുനിന്നാണെങ്കിൽ ഞാൻ കാണാൻ പറ്റില്ലായിരിക്കും ഇരിക്കുന്നേ. ഇപ്പൊ ഒന്നില്ലേ, എല്ലാവരും ഉണരാൻ താമസിക്കാം. അല്ല, നേരത്തെ നിൽക്കുന്ന ആളാണ് ആ ഉണരലല്ല. പിന്നെയോ ആ പാർത്ഥൻ എന്ന് പറയുകൊണ്ട് പല അർത്ഥമുണ്ടെങ്കിലും കുന്തിപുത്രൻ, ആ കുന്തിപുത്രൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കുന്തിയുടെ മക്കൾ മൂന്നായിട്ടുള്ളൂ. ആ ധർമ്മപുത്രരുടെ ഭീമൻ അർജുനൻ, മാദ്രേയന്മാർ രണ്ടുപേരും നകുലസഹദേവന്മാരും കൗദേയന്മാരും മാദ്രേയന്മാരും പാണ്ഡുവിന്റെ മക്കൾ തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും പാർത്ഥൻ എന്നുള്ള പദം കൊണ്ട് ധർമ്മപുത്രരും ഭീമനും അർജുനും ഒരുപോലെ തന്നെയല്ലേ. ഇവിടെ പാർത്ഥൻ നിയമത്തിങ്കിൽ നിന്നുണ്ടെന്ന് പറയുമ്പോൾ നിയമം അതൊന്ന് ഇപ്പോഴും നിയമത്തിൽ നിന്ന് ഉണർന്നിട്ടൊന്നുമില്ല. നിയമം ഇപ്പം എന്താ വേണ്ടത് ശീലിക്കുക. നിയമം എന്ന് വെച്ചാൽ നിയമച്ചാൽ പല അർത്ഥമുള്ളൂ. നിയമത്തിൽ കൊണ്ടിപ്പോൾ എന്താ വേണ്ടത്, ആരാ വേണ്ടത്, എങ്ങനെയാ വേണ്ടത്, ഏതാ രൂപം, അതൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പറയുകയാണെങ്കിൽ സമാധി എന്ന് ഉണർന്നു നല്ല പാകായി. സമാധി എന്നൊക്കെ ഉടനെ പറഞ്ഞു കഴിഞ്ഞാൽ, സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. തപസ്സാണ്. ഉണർന്ന് ഓരോ ഓട്ടം അങ്ങോട്ടും ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ ചെറുതും വലുതൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഞാൻ പുറപ്പെടുമ്പോഴത്തെ പോലല്ല, മാറ്റമുണ്ട്. ഇത്രയൊക്കെ എണ്ണം പോയി ഉണ്ടല്ലേ. സ്വതേ ഈ ഒരു കാര്യങ്ങൾക്കൊന്നും ഉത്സാഹിച്ചൊന്നും ആരും വരാറില്ല. അതാ വരുന്നു തങ്കുടുണ്ട് ആബാലവൃദ്ധം, മാൻകുട്ടികൾ, പശുക്കുട്ടികൾ, ക്രൗര്യജന്തുക്കളൊക്കെ ആദ്യം ആട്ടി ഓടിച്ചുല്ലോ. അർജുനൻ പാർത്ഥനാണെന്ന് പറയാൻ കാരണം ഭൂമിയിലെ എല്ലാവരും മനുഷ്യരാശികളൊക്കെയാണ് രണ്ട് വംശമാണല്ലോ, സോമവംശവും സൂര്യവംശവും. ഈ രണ്ട് വംശങ്ങളിൽ ഏറ്റവും പരിപാവനമായിട്ട് എല്ലാവരും പ്രകീർത്തിക്കുന്നത് സോമവംശത്തിനെ. ആ സോമവംശത്തിന് പ്രഗത്ഭന്മാരായിട്ടുള്ള രാജാക്കന്മാര് സോമൻ, ബുധൻ, യയാതി, ശന്തനു, പൂരു, പാണ്ഡു. ആ പാണ്ഡുവിന്റെ മക്കളുടെ പാണ്ഡവന്മാര് ഇങ്ങനെ ക്രമത്തിൽ അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ യോഗ്യത അത് കേവലം തന്നെയാണല്ലോ. അനവധി കാലം ആ ഭൂമിയിലെ എല്ലാവരും ഭയപ്പെട്ട് സ്നേഹത്തോടും ബഹുമാനത്തോടും കഴിഞ്ഞിരുന്ന അത്രയും യോഗ്യനായിട്ടുള്ള ആളാ. ഇപ്പോഴാണ് അദ്ദേഹത്തിന് അതൊന്നും ഉണരാൻ സാധിച്ചത്. ആര്? പാർത്ഥൻ എന്ന് പറയുന്നുണ്ട് അർജുനൻ. മൂന്നാമത്തെ ആളെന്ന് അർത്ഥമില്ല പാർത്ഥൻ എന്ന് പറയുമ്പോൾ. പാർത്ഥൻ ഇവിടെ പറയുന്നുണ്ട് അർജുനനാ. ഇത്ര നേരമായിട്ട് ഉണർന്നിട്ടേ ഉള്ളൂ പറയുമ്പോൾ എന്താ ഇപ്പോൾ ഉറങ്ങാൻ കാരണം? ഉറക്കല്ല. 10-12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും അനുഷ്ഠിപ്പാനായിക്കൊണ്ട് ദുര്യോധനന്റെ നിർബന്ധ ബുദ്ധിക്ക് ധൃതരാഷ്ട്ര മഹാരാജാവ് വഴങ്ങിക്കൊടുത്ത് എല്ലാവരെയും ആ രാജധാനിയിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ എന്താ നാലഞ്ചന അവിടെ കിടന്ന് വരുന്നത്?
1 2 3 4 5 6 5 ഇല്ലേ? പാഞ്ചാലിയും കുന്തിയും അവിടെ കിടന്ന് കുറച്ച് നേരെ ആരാത് എന്താ അവിടെ കാണിക്കണേ? നിങ്ങളെ കൊണ്ട് വല്ല കടന്നു പോവാ പറഞ്ഞേ, ഇപ്പൊ നിൽക്കേണ്ട ആവശ്യമില്ല പറഞ്ഞില്ലേ? ബാക്കി ബഹുമാനിക്കാച്ച ഒന്നും ചേരുന്നുണ്ട് ഇല്ലേ? ഇപ്പോ ഇത്രയും കാലം സുഖമായിട്ട് കഴിഞ്ഞാ ഇപ്പൊ ഒന്നുമില്ലാണ്ട് ഇപ്പോ രാജ്യഭരണമൊക്കെ അവസാനം ഭരണം വേണ്ടാന്ന് വെക്കില്ല, വേണ്ടാന്ന് വെപ്പിക്കുക, അങ്ങനെയാണല്ലോ. അതാണ് പാർത്ഥൻ നിയമത്തിൻ്റെ നിന്നുണർന്നു പറയാനാണ്. ആരും വിചാരിച്ചില്ലേ എന്താ കുറച്ച് പാർത്ഥന്റെ പക്ഷാണതുകൊണ്ടല്ലേ? പക്ഷമില്ല, എനിക്ക് കാര്യം പറയാണ്ട് പോയിടും. പ്രധാനപുത്രനായിട്ടുള്ള അർജുനൻ ഇപ്പോ ആ നിയമത്തിൽ നിന്ന് നിവർത്തനായി എന്ന് പറയുമ്പോൾ അർത്ഥത്തിന്റെ വ്യാപ്തി വലുത് തന്നെയാണ്. ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു, ആരും നിരീക്ഷിക്കില്ല അല്ലേ? ഒക്കെ തന്നെയാണ്, കുറച്ചധികം കേമത്തുണ്ട്, എല്ലാവരാലും സമാദരണീയന. ഈ ലോകത്തിങ്കിൽ ആരും അറിയാത്തവരില്ല. അത് വാക്ക് കേട്ടാൽ മതി. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയൻ, സവ്യസാചി, ശ്വേതാശ്വൻ, ധനഞ്ജയൻ, കിരീടി എന്ന ഇനിയുണ്ട്, അനവധിയുണ്ട്. അതൊക്കെ അതാത് സന്ദർഭത്തിൽ പ്രയോഗിക്കാനാ. ഇവിടെ വിജയൻ എന്ന് പറയുന്നവർ കുറച്ചും കൂടി യോഗ്യത. ഇപ്പൊ വിജയിയുടെ കാലാപ്പളെ ഇല്ലേ? ഈ സമയം തന്നെ അതുകൊണ്ട് വിജയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കത്തക്ക വിധത്തിലുള്ള കഴിവോടുകൂടിയാൽ വിജയിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായില്ലേ? കുറച്ച് ബുദ്ധിമുട്ടും ഇല്ലേ? വിജയിക്കാനൊക്കെ എളുപ്പം കഴിഞ്ഞു. പിന്നെയാണ് ആ നിയമത്തിനാണ് കുറച്ച് താമസം വന്നത്. അതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം. പാർത്ഥ നിയമാത്മവൃത്തിയ, പ്രധാപുത്രനായിട്ടുള്ള അർജുനൻ നിയമത്തിൽ നിന്ന് നിവൃത്തനായി എന്ന് പറയാൻ കാരണം വിജയിയാണ് സ്വതേ മുഖ്യനായിട്ടുള്ള ആളാ. എന്നാൽ വിജയൻ അല്ലേ കഴിക്കണമെങ്കിൽ വിജയൻ ഇപ്പൊ പരാജിതനാണ്. അതാണ് ഇത്രയും കൊള്ളല്ലാത്തവനായിട്ട് അധികാരം ഒന്നുമില്ലാണ്ടാക്കി തീർത്തിട്ട് ഇപ്പൊ കാട്ടിലാന്ന് വരുമ്പോ രണ്ടും യോജിക്കായി ഇല്ലതാണെങ്കിൽ ആ പേരിന്റെ യോഗ്യത വിശേഷണം നീക്കുന്നവനാ വിജയനി. അത് വിജയൻ എന്നുള്ള പേരെന്നെ വരാനുള്ള കാരണം തന്നെ ഏത് കാര്യത്തിന് പോയാലും സംശയിക്കേണ്ട ആവശ്യമില്ല. എന്താ അവിടെ സംഭാഷണം എന്ന് മാറിയുന്നുള്ളൂ. ഒപ്പിരിക്കുമ്പോഴാണ് സംശയം ഒന്നിങ്ങനെ കൊട്ടിരുന്നുള്ളൂ. അതാ ഭേദം. ഉണ്ടായ ജന്മം അപകടമാക്കണ്ട. കർമ്മം കൊണ്ടോ അപകടമാണ്, ജന്മം കൊണ്ടൊക്കെ കേൾമാരാ. ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ അവിടെ പോയിട്ട് ഇവിടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നേരിരിക്കാം. ആരോഗ്യം വരുന്നത് ചെരിഞ്ഞിരിക്കേണ്ട നേരിടുന്നുള്ളൂ. അതുപോലെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ കഴിക്കേണ്ട ജാതിയത് കൊണ്ട് പ്രായത്തിനേക്കാൾ കൂടുതൽ വളർച്ചയുള്ള ജാതിയാണ്. കണ്ട അതിനറിയാം. ഇങ്ങനെ വേണി എത്തി നോക്കിക്കോളൂ. നോക്കിയാൽ പോരാ, കഴിക്കണം. നാലേ പോലെ വരുള്ളൂ. രാഹുലിൻ്റെ അത് അവിടെ തുടങ്ങിയപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോൾ അവിടെ തുടങ്ങി. ഇങ്ങനെ അതൊക്കെ ഉണ്ടാവും ഇല്ലേ? ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമൊന്നുമില്ല. സന്തോഷമായിട്ട് കഴിയുമ്പോൾ അധികാരമാണ്. അധികാരം ആർക്കും വിട്ടുകൊടുക്കണം എന്ന് ഉണ്ടാവില്ല. അപ്പോൾ കൊടുക്കാനെന്നുണ്ടായി തീരാ കുറച്ച് നോക്കി. കുന്തിയും കുറച്ചൊക്കെ മനസ്സിലെത്തിയില്ലേ? കുന്തിയും അടക്കം ആണ്. കുന്തി ഇപ്പോൾ അവിടെ തന്നെ ഞാൻ തന്നെ അധികാരത്തിൽ നിൽക്കണമെങ്കിൽ മുഴുവൻ പ്രാബല്യമുള്ള വട്ടായി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കന്നെ നമ്മളൊപ്പം നിർത്തിയില്ല അല്ലേ? ഭരണമുണ്ടോ? ഇല്ല, നല്ല നട്ടായി. അപ്പൊ അവിടുന്ന് ഒഴിവാക്കി. എവിടുന്നൊക്കെ വെച്ചാൽ അപ്പൊ വങ്കദേശായാലും ഇല്ല, കലിംഗദേശായാലും ഇല്ല, ചേരിദേശായാലും ഇല്ല. ചതുസ്സാഗര പര്യന്തരായിട്ടുള്ള പൃഥ്വി മുഴുവൻ തനിക്ക് അധീനത്തിലിരിക്കുമ്പോ അതിൽ നിന്ന് രാജ്യഭ്രഷ്ടരായി തീരാം. ഇതിലും വലിയൊരു അപമാനം വേറെയുണ്ടോ? എന്നെ പോലെ കേവനായിട്ട് ആരുമില്ല, ഞാൻ തന്നെയാണ്. അതാ ലോകാരാധ്യൻ, സമാരാധ്യൻ, വിജയൻ ഒക്കെ പ്രത്യേകിച്ച് വരാൻ കാരണം അർത്ഥവത്ത് തന്നെയാണ്. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, തന്നിഷ്ടം. അതാണ് ഇതിനൊക്കെ വരാൻ കാരണം. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള കാരണം അതന്നെയാണ്. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അതെന്താ കാരണം? സഖാവ നല്ല ഭാഗമായി. സഖാവാച്ച എന്തോ അല്ലേ? അങ്ങനെയുണ്ടോന്നാണെങ്കിൽ സഖാവച്ച തെറ്റിദ്ധരിക്കുന്നു വേണ്ടോ. ചങ്ങാതി എന്ന അർത്ഥം, ചങ്ങാതി വെച്ചാൽ സുഹൃദ്ഭാവനയാണ്, സുഹൃത്ത് തന്നെയാണ്. അപ്പൊ ചങ്ങാതി ആവുമ്പോ എല്ലാവർക്കും പ്രായഭേദമൊന്നുമില്ല. സുഹൃത്താവുമ്പോ അങ്ങനെയാ, ചങ്ങാതി ആവുമ്പോ അങ്ങനെയാണല്ലോ. ചെറുതും വലുതും ഇതൊക്കെ ആരോഗ്യം വരുന്നത് താടിയിൽ നിന്ന് കഴിയത്തുള്ളൂ. നൂറിനിരിക്കാം. എന്റെ സുഹൃത്താട്ടോ. ചെറുതില്ല അവിടെ. സഖാവച്ചൊക്കെ ഒന്ന് തന്നെ എല്ലാവർക്കും. എന്നാൽ കുറച്ചധികം അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം, അതാണ് ഇപ്പൊ ഇതിനൊക്കെ കാരണം എന്നാണെങ്കിൽ അത് നിർബന്ധിതനായി തീരാൻ കാരണം ആ പുത്രവാത്സല്യ, പുത്രനോടുള്ള വാത്സല്യം അമിതാവുകൊണ്ടാണിപ്പോ വിജയനിപ്പോ ഈ ഗതി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? തെറ്റല്ല. എന്താ അത്? വിജയിച്ചാൽ വിജയിക്കുന്നവൻ എന്നുവെച്ചാൽ വിജയനാണ്. വിജയിക്കുന്നവനാണ്. കാര്യമൊക്കെ ശരി, അധികാരത്തിലുള്ളവനാണ്. തന്റെ ജ്യേഷ്ഠ ഭരിക്കണ വേണ്ടി കാര്യമില്ല. യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവാണല്ലോ. അന്ധനാണ്, ജന്മനാന്ധനും, കുരുവൃദ്ധനും, ജന്മനാന്ധനും, സ്നേഹാന്ധനും ഒക്കെ കേമായിട്ടുള്ള ആളാണ്. പക്ഷേ തൻ്റെ 100 മക്കളും 101ാമത്തെ ദുശ്ശലി ഉണ്ടെങ്കിലും 100 മക്കളും എന്തൊക്കെയാണ്? ദുശാസനം, ദുര്യോധനം, ദുഷ്ടൻ, ദുർമുഖം, ദുർഭക്തൻ ഞങ്ങിയിട്ടുള്ള 100 പേരിൻ്റെ ആദ്യത്തെ അക്ഷരം തൂതന്നെയാണല്ലോ. ഇവരൊക്കെ കേവന്മാരാണെങ്കിലും 101ാമത്തെയാണ് ഇപ്പോൾ ഇത്.
വേഗം വരുമോ? ആരും സഹായത്തിനില്ലാണ്ട് അന്തപുരത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ട് പോകണ്ട. അപ്പോൾ പീഡിപ്പിക്കുന്ന കാല ആരും നോക്കാനും പറയാനുണ്ടാവില്ല. 101-ാമത്തേണി. അപ്പൊ അത് അന്തപുരത്തിലാണല്ലോ. 100 എണ്ണം ഒരുമിച്ച. ആ 100 എണ്ണത്തിന് കൂടെ 5 പേര്. ഈ 5 ഉണ്ടാവാനാ കുറെ വിഷമിച്ചില്ലേ. അതാണ് വിജയ് എന്ന് പറയുമ്പോൾ ഈ 4-5 കുറവ് അത് വല്ലാത്തൊരു വിഷമമില്ല. ബാക്കിയൊക്കെ ഗെയിമാണ്. 5 എന്ന് വെച്ചാൽ 5 തന്നെയാണല്ലോ. അത് കൂട്ടാക്കാതെ കണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ 5 ഏറ്റവും പ്രബലൻ വിജയ. അതാണ് പാർത്ഥൻ സമാധിയായിട്ട് സമാധിയെന്നുണർന്നു പറയാൻ കാരണം. അവിടെ നിൽക്കട്ടോ. പ്രഭാത സമയം ചിലപ്പോൾ ഉറക്കം നോക്കി താഴത്തേക്ക് ഊണെന്ന് വരുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളിടത്ത് കൂടാം, സഹകരിക്കുക. ആ വഴിയിൽ നിന്നാൽ താഴത്തേക്ക് ഊണ് കഴിഞ്ഞാൽ പിന്നെ അത്യപകടവും. ഇങ്ങോട്ട് മാറി നിന്നോളൂ. ആ ഭേദം അവിടെ വഴിയിൽ പ്രവേശന വഴിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ ആരും പറയാനില്ല. അവരൊക്കെ പോയി. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയി. ഭരണമൊക്കെ നഷ്ടപ്പെടുത്ത്. ഇനിയിപ്പോൾ അത് ആദ്യം അന്വേഷണം ഉണ്ട്. ആദ്യം നമുക്ക് എവിടുന്നാ നഷ്ടപ്പെടാനുള്ള കാരണം. ഇപ്പൊ വേണ്ട കാര്യമുണ്ടോ? നഷ്ടപ്പെട്ടത് എവിടുന്ന? എന്തിനാ നഷ്ടമാക്കിയേ? ആരാ നഷ്ടപ്പെടുത്തിയേ? ഒക്കെയിട്ടും ആ പദം അങ്ങനെയുണ്ട്. വിജയി എന്നാണ്. വിജയിക്കുന്നവനാണ്. അപ്പൊ ഞാൻ ഒക്കെ എപ്പോഴും വിജയ. അതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം. പാർത്ഥൻ. ആ ഒരൊറ്റ പദം എത്ര വിസ്തരിച്ചാലും കഴിയാത്തതാണ്. എന്താ അപ്പം അങ്ങനെ വരാൻ കാരണം? അവരൊക്കെ രാജകുമാരന്മാരിലെ കാട്ടിൽ 12 കൊല്ലം കഴിയാനുള്ള സമയമായി. കാരണം തൻ്റെ അച്ഛൻ്റെ അവകാശവും അച്ഛൻ്റെ പൈതൃകമായിട്ടുള്ള സമ്പത്തും മാത്രമല്ല തൻ്റെ വസ്തുക്കളും ധാന്യങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും അധികാരങ്ങളും ഒക്കെ പണയപ്പെടുത്തി താൻ ഏകാഗിയായി ഒന്നുമില്ലാണ്ടേ. അപ്പോഴാണ് വല്യച്ഛ ഞങ്ങൾ ഇനി എന്തു ചെയ്യണം? ഉണ്ണികള് എനിക്കിപ്പോൾ എൻ്റെ മക്കളെന്നോ എൻ്റെ അനുജൻ്റെ മക്കളെന്നോ ഭേദമില്ലാതെ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ വളരെ വാത്സല്യത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ നോക്കി ഇത്രത്തോളം ആക്കിയത്. വേണ്ട സമയത്ത് കുളിപ്പിക്കുക, വേണ്ട സമയത്ത് ഭക്ഷിപ്പിക്കുക, വേണ്ട സമയത്ത് കിടത്തി ഓർക്കുക, വേണ്ട സമയത്ത് ലാളിക്കുക, വേണ്ട സമയത്ത് വിദ്യാഭ്യാസം ഇതൊക്കെ തന്ന് നിങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കാൻ വല്യച്ഛനെയാണ് കാരണം. പക്ഷേ എന്ത് ചെയ്യാം? ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ ആ നിയമം എല്ലാവർക്കും ബാധക. അതാ പോയി വിഷമേ. നിയമമാണ് വേണ്ടി കാര്യമില്ല. നിയമം കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലേ? ആർക്കെല്ലാവർക്കും വിഷമമുണ്ടാവും. വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? വിഷമമാണ് വേണ്ടി കാര്യമില്ല. വിഷമിക്കാനും പാടില്ല, വിഷമം ഉണ്ടാവാനും പാടില്ല. എല്ലാവർക്കും സമ്മതവും വേണം. ലോക സമ്മതമാവണം. അതിനാണ് ബുദ്ധിമുട്ടേ. അതാണ് ഞാൻ നിങ്ങളുടെ പക്ഷം തന്നെയാണ്. 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും. അജ്ഞാതവാസത്തെ എല്ലാവരും കൂടി ഒരു ഭവനത്ത് കഴിയുക. ആരും അറിയാൻ പാടില്ല. നിങ്ങൾ 5 പേരെ അറിയാൻ പാടുള്ളൂ. പ്രത്യേക തലേന്ന് കയ്യിൽ പോകും. ശ്രദ്ധിക്കണം. മറ്റൊരു 2 പിന്നെ മുമ്പിലേക്ക് വന്നിരിക്കും. നിങ്ങൾ 2 കൂടി മുമ്പിലേക്കില്ല. ഇവിടെ ഇരുന്നോളൂ. മുമ്പിലേക്കിരുന്നോളേ. നിങ്ങൾ 2 ഇവിടെ വന്നോളൂ. മുമ്പിലേക്കിരിക്കാം. ഇതൊരു കൗതുകേശമുണ്ട്. എന്തായാലും എല്ലാവരെയും പോലല്ല. ഈ 3 എണ്ണം കുന്തിപുത്രന്മാരും 2 എണ്ണം മാതൃകന്മാരാ. അമ്മയില്ലാത്തതുകൊണ്ട് കുറച്ചധികം സ്നേഹിക്കണ്ടേ. എന്തായാലും സമാധാനമായിട്ടുള്ള വരവാണ്. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ കൂടാം. ഇനി വേണ്ടപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കണതേ. കാര്യം സാധിക്കില്ലേക്ക് നിരീക്ഷിക്കുന്നേ. കാരണം ഇനി ഒരു കൊല്ലമുള്ളൂ. ഒരു ദിവസം, ഒരു മാസം, ഒരു സംവത്സരമൊക്കെ എത്ര വേഗത്തിലാണ് കഴിയുന്നത്. അതൊക്കെ നമ്മൾ സംഭാഷണം ചെയ്യുമ്പോൾ ഇത്ര കഴിഞ്ഞു പോകും. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ അജ്ഞാതവാസ കാലത്ത് നമുക്ക് ഈ വേണ്ട പോലെ കൂടിയാലോചിക്കാനൊന്നും സമയമില്ല. അനവധി ദിവസങ്ങളും അനവധി മുഹൂർത്തങ്ങളും അനവധി നിമിഷങ്ങളും ഇല്ലേ? അത്രയും നേരം ഓരോന്നിനെക്കുറിച്ചും പരിജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി ചിന്തിച്ചിട്ട് ഒരിപ്പോഴും സമവായത്തിലാവുക എന്നൊക്കെ പറയാം. ഒന്നും ആയിട്ടില്ല പുള്ളി. അതുകൊണ്ട് ശ്രേയസ്കരമായിട്ടുള്ള മേൽപോട്ട് എന്ത് ചെയ്യണം അതാണ് നമ്മൾ ഗൗരവകരമായിട്ട് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാവർക്കും പ്രതിപക്ഷത്ത് ചക്രി ഇപ്പോഴും ഉണ്ട്. അവര് എല്ലാവരും അനുകൂലമാണ് ഇരിക്കുകയില്ല. പാണ്ഡവന്മാരെ കുറിച്ച് ഭക്തിയും ഉത്സാഹമൊക്കെ ഉണ്ട്. വേണ്ടികളാണ്, ഒക്കെ ഉണ്ട്. സഹാക്കളെന്ന് ആ പാണ്ഡവപക്ഷത്താളൊക്കെ ചങ്ങാലികളാണ്. വേണ്ടി കയറില്ല. അവരെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വേണ്ട പോലെ ആയി തീരാണ്ടിരിക്കുമ്പോൾ അത് വേറെ ആരും അറിയാനും പാടില്ല. അങ്ങനെ കുണ്ഠിതനായിട്ടിരിക്കുമ്പോൾ വേദവ്യാസ മഹർഷി പ്രത്യക്ഷമായിട്ട് ഉണ്ണി ധർമ്മപുത്രരെ അങ്ങ് വിഷമിക്കണ്ട, അങ്ങക്ക് വേണ്ട പോലെ ഉപദേശം തരാം. ആ ചെവിയിൽ മന്ത്രിച്ചു. വ്യാസോപദേശം അത് ആർക്കും അറിയാത്തതാണ്. വ്യാസോപദേശം എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ആരാണ് ഉപദേശിക്കുന്നത്? അത് ശ്രീവേദവ്യാസ മഹർഷിയാണ്. എന്താ ഉപദേശിച്ച് അത് ഇപ്പോഴും അറിയില്ല. അജ്ഞാനാണ്. ഒരു മന്ത്ര. ആ മന്ത്രം കൊണ്ട് കൈലാസനാഥനായിട്ടുള്ള മഹാദേവനെ വേണ്ട പോലെ പ്രത്യക്ഷീകൃതനാക്കി തീർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അമോഘമായിട്ടുള്ള ഒരു അസ്ത്രമുണ്ട്, പാശുപതാസ്ത്രം. ആ അസ്ത്രം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കൂടുള്ളൂ. ഇപ്പോൾ കാണ്ഡവദാഹം കഴിഞ്ഞ് അഗ്നി സന്തോഷിച്ച് ഗാന്ധിയവും ധനുസ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അർജുൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമില്ല. ഗാന്ധിയൊക്കെ ഉണ്ട് അല്ലേ? സഹാവാണ്, വിജയനാണ്, ആയുധം കൊണ്ടുനടക്കലാണ്. അപ്പം അതുകൊണ്ടും കാര്യമില്ല എന്ന് ബോധിയില്ലേ? കാരണം എപ്പോൾ നോക്കിയാലും സുരക്ഷയ്ക്കും മറ്റുള്ളവരെ രക്ഷിക്കാനും വേണ്ടിയിട്ട് ആയുധം കൊണ്ട് നടക്കണത്. അങ്ങനെയൊക്കെ ആണെങ്കിലും
ഗാന്ധീവം കൊണ്ടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് ഇപ്പോൾ കേമാണ്. പ്രതിപക്ഷാൽ പ്രതിപക്ഷ ബഹുമാനം എപ്പോഴും കൊടുക്കണേ. അത് പൊതുവില്ലാരും പ്രതിപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ശത്രുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അജ്ഞാതവാസവും കഴിഞ്ഞ് രാജധാനി ചെല്ലുമ്പോൾ ഗോപുരത്തിൽ അവിടെ എത്തിക്കുക ആരാ അവിടെ നാലഞ്ചെണ്ണം അവിടെ കിടന്ന് പെരുക്കണേ. ഞങ്ങൾ ഇവിടെയുള്ളവരെന്നെ ഇവിടെയുള്ളവരെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ വഴിയാണ്. നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾ കുറേ കാലത്തെ പുഴക്കണ്ട്. എല്ലാവർക്കും ഒന്നും ഞങ്ങളെക്കുറിച്ച് അറിയില്ല. ഞങ്ങളിപ്പോൾ അനവധി കാലത്തിന് ശേഷം ഇപ്പോൾ വന്നതാ. സന്തോഷമുണ്ട് കാര്യം കേട്ടോ. കാര്യം ഇവിടുത്തെ കാര്യം ഇങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക അറിയാമെന്ന് പറയുമ്പോൾ വരാനുള്ള അഭിവാഞ്ച ഉണ്ടെങ്കിലും സാധിക്കാഞ്ഞിട്ടാ. ആരെയും കുറ്റപ്പെടുത്താനില്ല. ആ സംവത്സര നിയമം അനുസരിക്കണല്ലോ. ആ നിയമം കാരണമാണ് ഇത്രയൊക്കെ ഒഴുകിയത്. എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് തരായില്ലോ. എപ്പോഴെങ്കിലും വെച്ചാൽ സമയമായി. ഇനി ആയിട്ടില്ല. ആലോചിക്കുക അവരുടെ ഞങ്ങളൊക്കെ അവിടുത്തെ പ്രവർത്തിക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ആ മുഖ്യൻ്റെ കൽപ്പന ഉണ്ടെങ്കിലേ വീട്ടിൽ. അപ്പോൾ മുഖ്യൻ ഇപ്പോൾ ആരാ വേണ്ടതെന്ന് ശരിയാത്ത അങ്ങനെയല്ല. എല്ലാവരും മുഖ്യന്മാരായാലും വിഷമാ അല്ലേ. ഇങ്ങനെ വരാം. എന്നാലും എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. 1 2 3 4 5 കുന്തി പാഞ്ചാലി അവിടെ ശബ്ദം ഉണ്ടാക്കാൻ വന്നാണോ എന്താ മനസ്സിലായില്ല. അങ്ങനല്ല ഇവിടെ അനുവാദം ഇല്ലാണ്ട് അങ്ങോട്ട് പോകണ്ട. നിങ്ങൾക്ക് തോന്നിയ സമയത്ത് വരാനും പോകാനുള്ളതല്ല അപ്പതേ. കാരണം ഞങ്ങളിവിടെ പ്രവർത്തിക്കാരെന്ന് വെച്ചാൽ അകത്ത് കടക്കണമെങ്കിൽ അനുവാദം വേണം. മുഖ്യനാണ് വേണ്ടി കാര്യമില്ല. അകത്ത് കടന്നു കഴിഞ്ഞാൽ അകത്തുള്ളവർക്ക് പുറമേക്ക് പോകണമെങ്കിൽ അനുവാദം വേണം. അതാണല്ലോ മുഖ്യൻ്റെ ഹേമത്വം. അല്ലാതെ കണ്ട് ഇവിടെ അമൂല്യമായിട്ടുള്ള നിധികൾ, അമൂല്യമായിട്ടുള്ള സമ്പത്ത് പലതും ഉണ്ടേ. ഓരോന്നും പേരെടുത്ത് പോയ വസ്തു മാത്രം ഇല്ലാണ്ടാവുമ്പോൾ അതൊക്കെ നോക്കാൻ പ്രവർത്തിക്കാരും ഭൃത്യന്മാരും ഭടന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആലോചന തോന്നരുത്. ഞങ്ങൾ പ്രവർത്തിക്കാരാണ്. എല്ലാവർക്കും സ്വാഗതമാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും വന്നാൽ 1000 തൂണ് കൈലാസ പാണ്ഡരങ്ങളാങ്ങനെ ചൈത്യപ്രാസം എടുത്ത ആ പാണ്ഡരങ്ങൾ മാത്രമല്ല ചൈത്യപ്രാസാദങ്ങൾ, നെടുങ്കേണികൾ, സഹകാരതാഗ്രഹങ്ങൾ, ക്രീഡാഡോളകൾ, ക്രീഡാസ്ഥാനങ്ങൾ, ബന്ധൂക, നീപ, നിജുള, ജംബു, ജംബീര, കപിത്ത, ശാൽമലി, കുടജ, കുസുംബ, നാഗ, പുന്നാഗ, സപ്തവർണ, കിന്ദ്രിണി, ശേഫാലികാലി, മുക്രാനികര പരികൽപ്പിതാലവാലങ്ങളാകിന വൃക്ഷങ്ങൾ കണ്ട നന്ന ഹൃദയവും ഉപയോഗം കേമാണ്. ഇങ്ങനെ കരുതി ചില അന്തരങ്ങൾ ആകാശം മുട്ടുമാറ് വളർന്ന് മന്ദലിച്ച് ഭൂഷിപ്പിച്ച് ഫലിച്ച് ഫലങ്ങളെ കൊണ്ട് നമ്മുടെ ശരിസ്കരായിട്ട് കൊമ്പുകൾ തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന വൃക്ഷങ്ങളും ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. പല വിധത്തിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വൃക്ഷങ്ങളുടെ പേരാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ജന്തുക്കൾ ശബ്ദഘോഷം കുറച്ചധികമുണ്ട്. പുറപ്പെടുവിക്കുമ്പോൾ തന്നെ ഇരട്ടി ശബ്ദ. എന്താ കാരണം? അതിൻ്റെ പ്രതിഫലി എല്ലാണ്ട്. അതാ അങ്ങോട്ട് പ്രയോഗിച്ച് അങ്ങോട്ട് പ്രയോഗിക്കും. അങ്ങോട്ട് അതിന് പ്രതിധ്വനി വരികയും. അപ്പോ എന്തൊന്നില്ലാതെ കണ്ടില്ല ജന്തുക്കളും ഇഷ്ടംപോലെ ജന്തുക്കൾ കാട്ടിലുണ്ടാവുമല്ലോ. എട്ടടിമാനുകളെ, കാട്ടുപോത്തുകളെ, എണ്ണായകളെ, സിംഹങ്ങളെ, സൈനികള്, വലിയ ജന്തുക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങണേയുള്ളൂ. വലിയപ്പുള്ള സാധനങ്ങളാണ് ഓരോന്നായിട്ട്. നോക്കുമ്പോൾ താൻ ഇവിടെ തപസ്സനുഷ്ഠിക്കുക. താൻ മനുഷ്യനാ. തൻ്റെ ഗന്ധം മൃഗങ്ങളുമായി മനസ്സിലാക്കും. മൃഗങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ. ഗന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ ആക്രമിക്കാനായിക്കൊണ്ട് വരും. താൻ കണ്ണടച്ച് മഹാദേവനെ തപസ് കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്നായി കഥ കഴിഞ്ഞു. അർജുൻ്റെ കഥ കഴിയേ ഇത്ര പെട്ടെന്ന് കഴിയുന്ന ആരും നിരീക്ഷിച്ചു. കാരണം എല്ലാവർക്കും സമ്മതനും സംഭൂജ്യനും വിജയിക്കാൻ തക്കവണ്ണം പ്രാപ്തനും വിജയിയുള്ള പേരുള്ളവരും ആരും നിരീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ എങ്ങനെയാവുന്നത്? അപ്പോ പിന്നെ ദുഃഖിച്ചിട്ടും പശ്ചാത്തലിച്ചിട്ടും കാര്യമില്ല. ഒന്നിന് പുറപ്പെടേണ്ട ഒപ്പം ആലോചിക്കണം. തനിക്ക് പറ്റുമോ? സാധിക്കണതാണോ? തന്നെ കൊണ്ട് എത്തുമോ? താൻ എങ്ങനെയൊക്കെ ചെയ്യണം? എങ്ങനെ പെരുമാറണം? എങ്ങനെ ഭഗവാനെ ഏകത്തിൽ സ്വാധീനിക്കണം? അതാണല്ലോ ഇതിന്റെ യോഗ്യത. തന്നെയാണ് പ്രയാസമില്ലാതെ കണ്ട്. അതാണ് മറ്റുള്ളവരിൽ നിന്ന് വെച്ച് വ്യത്യസ്തനാണ് നരേന്ദ്രൻ എന്ന് പറയാൻ കാരണം. നരേന്ദ്രൻ എന്ന് വെച്ചാൽ നരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. നരന്മാരൊക്കെ മനുഷ്യന്മാർ ഏറ്റവും ശ്രേഷ്ഠൻ അദ്ദേഹം തന്നെയാണ്. ഭക്തന്മാരിൽ വെച്ച് അർജുനൻ കഴിഞ്ഞ് വേറൊരു ഭക്തമുള്ളൂ. സ്ത്രീകളിൽ വെച്ച് ഇത്രയും ഭക്തിയിലായിട്ട് ആചാര്യപ്പുറ വേറൊരു കന്യകയില്ല. അപ്പൊ അതുകൊണ്ട് എന്നാൽ അദ്ദേഹത്തിനെ വേണ്ട പോലെ സേവിക്കാൻ പുറപ്പെടാൻ നിശ്ചയിച്ച് ജന്തുക്കളെ ആട്ടിയൊടിപ്പിച്ചാൽ മൃഗങ്ങളല്ലേ നല്ല പാകായി. ഇപ്പൊ മൃഗങ്ങളൊക്കെ ജനവാസ മേഖലയിലേക്കാ വേണ്ട. കൈലാസമൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ താപശ്രേഷ്ഠന്മാര്, സന്യാസി വര്യന്മാര്, തപോനിധികള്, സർവസംഘപരിത്യായികള്. ഞാനും ഈ താടിക്കാരൊക്കെ ഇവിടെ ഉണ്ടാകുന്ന ചോദിച്ചിട്ടുണ്ട്. കാരണം വേണ്ടപ്പെട്ട ആളുകൾ ആ താടി നിരയൊക്കെ നീട്ടി അധികം താടിക്കാരെ അവിടെ ഉള്ളൂ. താടി
ഈ ചെറുപ്പക്കാരെ, സുന്ദരന്മാരെ, കുട്ടികളെ, വൃദ്ധന്മാരെ എന്നൊക്കെ എന്താ കൗടുംബികള്, വൃദ്ധന്മാർ മാത്രമല്ല കുടുംബത്തോടുകൂടി ഭാര്യാമക്കളോടുകൂടി ഈശ്വര സേവയായിട്ട് കൈലാസത്തിലെ വിവിധ ഉദ്ദേശത്തോടു കൂടിയവരായിട്ട് അനവധി ഭക്തന്മാരും ഭക്തകളും ഉണ്ട്. അപ്പോൾ അതിൽ താൻ ഈ ജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പോലെയല്ല, താനാണല്ലോ സമർത്ഥൻ. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാനായിക്കൊണ്ട് ആ കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് മൃഗങ്ങളെ കൂട്ടിലാക്കിയിട്ട് വേറെ കാട്ട് കൊണ്ടുവിടുക, അതൊക്കെ കൊള്ളരുതാത്ത ഭരണാധികാരികളാണ് അമ്പതായാണ്. അപ്പോൾ കൊള്ളരാത്തവരാന്ന് വ്യക്തമായി തോന്നുന്നു മനസ്സിലായപ്പോൾ. അതുകൊണ്ട് താൻ അങ്ങനെ ചെയ്യാനുള്ള മൃഗങ്ങളെയൊക്കെ പേടിപ്പിക്കുക ചെയ്യേ. അതാ ഓരോന്ന് വരുന്നുണ്ടോ, ഇത് എവിടുന്നാ വരുന്നത്? അല്ല അങ്ങോട്ട് പോണതല്ല, അങ്ങോട്ട് വരുന്നതാട്ടോ. ഒരേ വലിപ്പം, ഒരേ രൂപം, ഒരേ സാധനങ്ങൾ, ഇതൊക്കെ സാധുക്കളാ. വലിപ്പുള്ളത് മാത്രമല്ല, മാൻകുട്ടികൾ, പശുക്കുട്ടികൾ, ഇന്ന് വേണ്ട അതുപോലെ ഇണങ്ങാൻ പറ്റിയ മൃഗങ്ങളൊക്കെ അർജുൻ്റെ അടുത്തേക്ക് ഓടിങ്ങിട്ട് വന്നു. അല്ലാത്തവരൊക്കെ ഭയം കൊണ്ട് ഇതിനു മുമ്പ് കേൾക്കാത്ത അനന്യസാധാരണീയമായിട്ടുള്ള ശബ്ദഘോഷം കൊണ്ട് മുഖരിതമായി തീർന്നു കൈലാസ അന്തരീക്ഷി. അമ്പരമ്പിലായിട്ട് വൃക്ഷങ്ങളും കൂടി ആയപ്പോൾ അതിൻ്റെ പ്രതിധ്വനിയും കൂടി ആയപ്പോൾ മുഴങ്ങി എന്തെന്നില്ലാതെ കണ്ടുള്ള ശബ്ദ മാധുര്യമല്ല, കാഠിന്യം. ആ ശബ്ദ കാഠിന്യം കൊണ്ട് അവരൊക്കെ ഭയചകിതരായിട്ട് മൃഗങ്ങളൊക്കെ ഓടിപ്പോയപ്പോൾ മറ്റുള്ള മൃഗങ്ങളൊക്കെ അർജുൻ്റെ അടുത്തത് ഓടിയിരുന്ന ഓടിപ്പോയോ. എന്തൊരു കൗതുക കാണാൻ, ജനിച്ചിട്ട് അധികമായിട്ട് ഏതാ അതിലേക്കാണ് എന്തോ ഇത് ഉടമസ്ഥന്മാരില്ലാത്തതാണോ? ഓടി വരുന്നുണ്ടില്ലേ? കാരണം അങ്ങോട്ട് കുടിക്കേണ്ട ചെറിയ കുട്ടികൾ, ആൺകുട്ടികൾ, വലിയ കുട്ടികൾ, അവരൊക്കെ കുളിക്കാൻ പോകുമ്പോഴും ജപിക്കാൻ കഴിഞ്ഞാലും വിശ്രമിക്കുന്ന സമയങ്ങൾക്ക് ഇടയ്ക്ക് മടിയിൽ വയ്ക്കും, ഇടയ്ക്ക് ഒഴിഞ്ഞെടുക്കും, ഇടയ്ക്ക് ചൊറിഞ്ഞെടുക്കും. അർജുനൻ കുറച്ചധികം ലാളിക്കുന്നുണ്ട്. കാരണം വേറെ ആരും എനിക്ക് സഹായികളില്ല, അർജുനൻ മാത്രമേ ഉള്ളൂ. അതാ പോയിട്ട് നടക്കുക, അതിൻ്റെ പിന്നാലെ വേറൊന്നും അങ്ങോട്ട് പോയി. സ്വാതന്ത്ര്യമായി, പേടിയില്ലേണ്ടായി. മറ്റുള്ളവർക്കൊക്കെ പേടിയുണ്ട്. ഇപ്പം പേടി ആർക്കും ഇല്ല. എന്നുവെച്ചാൽ ഈ പെരുമാറുന്നതിനനുസരിച്ചാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങോട്ട് സ്നേഹിക്കുന്തോറും ഇങ്ങോട്ട് കുറച്ചൊക്കെ, പ്രത്യേകിച്ച് ചെറുതൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. അങ്ങോട്ട് ലാലിക്കുമ്പോൾ ഇങ്ങോട്ട് കുറച്ച് കൂട്ടാക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇഷ്ടം അർജുനന്. എപ്പോഴും ഇല്ല, എപ്പോഴതിനല്ലോ വന്നിരിക്കുന്നത് ഈശ്വര സേവയ്ക്കാണല്ലോ. ഏറ്റവും വിചാരിക്കും, അർജുന ഞാൻ ഉണ്ണിയെ തിരഞ്ഞെടുത്തിട്ട് ഇത്രയും കാലമായിട്ട് യാതൊരു വിവരവും ഇല്ല, ഇപ്പം എന്തേ ഉണ്ടായേ അറിയില്ല. ഇല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഫലമില്ലാത്ത അവസ്ഥ. യഥാ വിഷമേ മുഖ്യനാണ് വെച്ചിട്ടാണല്ലോ ഇപ്പൊ മുഖ്യനില്ലാത്ത അവസ്ഥയാ. കഷ്ടേ കഷ്ടം. ഈ കൊള്ളരായ്മ ഏത് കാലത്തും ഉണ്ടാവും. അതിനെന്താ വേണ്ടത്? തൻ്റെ ശ്രദ്ധ കുറവാ, തൻ്റെ പ്രാപ്തി കുറവാ, തൻ്റെ കർമ്മത്തിൻ്റെ ആ നിർഗുണത്വം കൊണ്ടാണ്. ഗുണവാനായിട്ടുള്ള ആളാണെങ്കിൽ അർത്ഥവത്താക്കി തീർക്കും. അത് നാം ഉത്സാഹിക്കണം നിശ്ചയിച്ച് ഒരു പ്രയാസമുണ്ടായില്ല. അർജുനൻ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് 4 ഭാഗത്തും തീയിട്ട് മുകളിൽ ആദ്യത്തിന് അഗ്നിക്ക് സങ്കല്പിച്ച് ഇരുകരങ്ങൾ മഞ്ചലബദ്ധമാക്കി തീർത്തുകൊണ്ട് വലത്തെ കാലിൻ്റെ പെരുവരിൽ മാത്രം ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് സംഹാരകർത്താവായി ചന്ദ്രകലാധരനായി ശ്രീപാർവതി വല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനെ കുറിച്ച് മാത്രം അനന്യസാധാരണീയനായി തീരാറായിക്കൊണ്ട് അത്യുത്സാഹത്തോടു കൂടിയിട്ട് അഭിമാനിച്ച് വർദ്ധിച്ച് ആ തപസ്സിന് ക്രൂരത വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും ഭഗവാൻ പ്രത്യക്ഷമാവില്ല. എന്താ അത്? ഞാൻ എത്ര കാലമായി സേവിക്കാൻ തുടങ്ങിയിട്ട് ഭഗവാനെ നീ പ്രത്യക്ഷമാക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം ഇപ്പോഴും തൻ്റെ മനസ്സ് വേണ്ട പോലെ ആയിട്ടില്ല. അതാവുള്ള എത്ര ആൾ സേവിക്കാൻ പുറപ്പെടുന്നു. എന്താ സേവിച്ചാൽ പ്രത്യക്ഷമാവാത്ത? പ്രത്യക്ഷമാവായല്ലേ നമ്മളുടെ സേവിക്കുന്ന സമ്പ്രദായത്തിൻ്റെ കുറവാണ്. അതാണ് സേവിക്കണോടത്ത് അഭീഷ്ടം പ്രദാനം ചെയ്യാൻ ശംഭു കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ. അതൊക്കെ ആണെങ്കിലും എന്നാൽ താൻ ഉത്സാഹിക്കാൻ നിശ്ചയിച്ച് എന്താ വേണ്ടത്? തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുക. അത് എല്ലാവർക്കും പറ്റില്ല. ഈ ഇന്ദ്രിയങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിലും ചക്ഷുന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, ത്വകേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, ഈ 5 ഇന്ദ്രിയങ്ങളെ താൻ നിർബന്ധിതനായി നിയന്ത്രിക്കുക. അത് ഒരു ഇന്ദ്രിയം തന്നെ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു 5 നിയന്ത്രിക്കാൻ പറ്റുമോ? ഇതെന്താ ചെയ്യുക? കണ്ണ് കണ്ടെങ്കിൽ കാഴ്ച ഉണ്ടെങ്കിൽ കാണേണ്ടതൊക്കെ കണ്ടേ പറ്റൂ. കാണില്ല ശ്രദ്ധിക്കാൻ പറ്റൂ. കാഴ്ചയില്ലാത്തവർക്ക് ദൂരക്കാഴ്ച ഇല്ലെങ്കിൽ ദൂരത്ത് എത്രത്തോളം കാണാൻ പറ്റുന്നത് എന്തായാലും നല്ലതും ചീത്തയും കാണാൻ വയ്യാത്തതും കണ്ടും അടുത്തതും ഇനി കണ്ടോളം ചിലപ്പോൾ അങ്ങനത്തെ അതൊക്കെ കണ്ടേ പറ്റൂ. അതോ കേൾക്കേണ്ടത് നല്ലതാവും, ചിലപ്പോൾ ചീത്തയാവും, ഇതുവരെ കേൾക്കാൻ സാധിക്കാത്തതാവും, കേട്ട് മടുത്തതാവും. ഇതൊക്കെ കേട്ടേ പറ്റൂ. ശബ്ദപ്രയോജനങ്ങളാണല്ലോ ശ്രോത്രങ്ങൾ. ചെവിയുടെ ധർമ്മം ശബ്ദം കേൾക്കാനുള്ള ഉപകരണ, അത് കേട്ടേ പറ്റൂ. അതുപോലെ ത്വകേന്ദ്രിയം എന്നിട്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്ദ്രിയം പ്രവർത്തിക്കാൻ തുടങ്ങും. ഘ്രാണേന്ദ്രിയവും രസനേന്ദ്രിയവും നല്ല പപ്പടം കാച്ചുള്ള വാസന നേരം അതിക്രമിച്ചപ്പോൾ മധ്യാഹ്നം അയ്യോ ആ വാസന വരുന്നുണ്ടോ? എരിശേത കുറവാണോ? എന്താ ഉപ്പേത കുറവാണോ? കുറേശ്ശെ ഗന്ധം അങ്ങ് വരുമ്പോൾ എന്താ ആ രസം വീണ്ടും വ്യാപരിക്കാൻ തുടങ്ങും. ഇല്ലേ? ഘ്രാണേന്ദ്രിയവും രസനേന്ദ്രിയവും കൂടുതൽ ബന്ധമുണ്ടതും യാതൊന്നും ബന്ധമില്ല, പരസ്പര പൂരകങ്ങളാണേനും. അതാണല്ലോ അതിൻ്റെ വ്യത്യാസം. അതിൻ്റെ വേഗത വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യ. അറിയാത്തവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ കുതിരകളെ പോലെ ഉപമിക്കാറുണ്ട്.
ഉപമ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയൊക്കെ മനസ്സിലാവും. ഉപമിക്കാൻ നിശ്ചയില്ലാത്ത ആളുകളൊക്കെയാണ്. ഉപമയില്ല, അലങ്കാരമില്ല, ശാസ്ത്രമില്ല, പുരാണമില്ല, ഇതിഹാസമില്ല, ശബ്ദശാസ്ത്രമില്ല, അർത്ഥശാസ്ത്രമില്ല, ഒന്നുമില്ലാതെയുണ്ട്. അതാ എന്ന് നോക്കൂ, ഏകദേശം അതേപോലുള്ള ഉദ്യാനെ ഞാൻ വന്നപ്പോൾ അവിടെ വെച്ച് കണ്ടു. അയാളാണോ? ആ ഉദ്യാനല്ല, വേറൊരാള്. അതേപോലെ കേട്ടോ വലിപ്പവും നിറവും സമ്പ്രദായവും ഏകദേശം എന്ന് വെച്ചാൽ ഏകദേശം അതന്നെ, അതല്ലേനും അതാണ്. അതിനാ ഉപമാനൊക്കെ പറയാം, ഒന്നിനോടൊന്ന് സാധിച്ചെന്നൊക്കെ പറയും. അപ്പോൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ കുതിരവേഗം എന്നാ പറയും. കുതിരകൾക്കാണല്ലോ ഏറ്റവും വേഗത ലോകത്തില്. അപ്പോൾ കുതിരകൾ അതാ ഒരു കാലത്ത് വേഗത ഉണ്ടായിരുന്നു, ഇപ്പൊക്കെ വേഗം മന്ദഗതി എഴുതിറങ്ങി ഭംഗിയുണ്ട് കരുതി പ്രായം കൂടുതലും. ഇതല്ല കുതിരവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അല്ല കേട്ടോ ആ ഇന്ദ്രിയങ്ങളുടെ വേഗം, അതിനേക്കാൾ വാഗ്രൂപേണ വർണ്ണിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇന്ദ്രിയങ്ങളെ കുതിരകളാക്കി കണക്കാക്കുമ്പോൾ 5 ഇന്ദ്രിയങ്ങളെ 5 കുതിരകളാക്കി ആ വേഗത ഇന്ദ്രിയങ്ങളിൽ കെട്ടിയിടണം. 1 2 3 4 5. ഈ 5 എണ്ണത്തിനെ കെട്ടിയിടുന്ന കുറച്ച് പ്രയാസമായിട്ട് ഒപ്പം നടക്കണ ജാതിയ 5 എണ്ണവും. ഈ 5 എണ്ണത്തെ കെട്ടിയിടേച്ചൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? കെട്ടല് വേഗം കഴിയും, കെട്ടിക്കഴിഞ്ഞാലാണ് കുറ്റി. അറിയില്ലേ, ഞാൻ പറയേണ്ട ആവശ്യം വിസ്തരിക്കേണ്ടതാണ്. കാരണം കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിയത് നേരെയില്ലെങ്കിൽ കെട്ടിയതിനെ ആരും കുറ്റം പറയാറില്ല, കെട്ടിയതിനെയും കുറ്റം പറയാം അല്ലേ? ആ യുദ്ധം കാരണം കേട്ടോ അങ്ങനെ വേഗം കഴിയും. സാധാരണ ഭാരത അങ്ങനെ പോകാൻ പറ്റേ ആ പോരണ വഴിക്ക് ആ പശുവിനെ കെട്ടിയിട്ടുണ്ടതിന് മാറ്റി കിട്ടുമോ? അവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ കെട്ടിയ സാധനം കണ്ടോളുന്നില്ല, കെട്ടിയിട്ട കയറ് കണ്ടോളുന്നില്ല, കെട്ടാൻ ഉപയോഗിച്ച കുറ്റി ഉണ്ടായിക്കോളുന്നില്ല, ചിലപ്പോൾ ദ്രവിച്ച കുറ്റിയും കയറുണ്ടാവും, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ജന്തു ഉണ്ടായിക്കോളുന്നില്ല, ഇങ്ങനെയാണല്ലോ. അപ്പൊ ഇതൊക്കെ സംഭവിക്കണം. കെട്ടാൻ പുറപ്പതിൻ്റെ മുമ്പ് തന്നെ ആലോചിക്കണം, കെട്ടാൻ പറ്റാത്തതാണോ, കെട്ടാൻ പറ്റണതാണോ, തനിക്ക് കഴിവുണ്ടോ, അത് കൊടുക്കുന്നതായാലും വിഷമാണ്. ഇപ്പൊ കയറോ രങ്ങലോ വഴിയോ എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ അർജുനൻ മനസ്സിലാക്കി. അധികം പറഞ്ഞേക്കണേക്കാൾ ഭേദം ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ തന്റെ മനസ്സാകുന്ന കുതിരലായത്തിങ്കൽ, കുതിരലായ എന്ന് പറയുന്നത് കുതിരയെ കെട്ടുന്ന സ്ഥലം, ആനത്താവളം, തൊഴുത്ത്, പശുക്കളെ കെട്ടാന്നൊക്കെ ഓരോ പേര് ഉപയോഗിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ തന്റെ മനസ്സാകുന്ന കുതിരലായത്തിങ്കൽ കെട്ടി ഉറപ്പിക്കാൻ കുറ്റി ആദ്യം വീണു. ഇനിയിപ്പോൾ എന്താ വഴി? വലിയ വൃക്ഷത്തിന്റെ കൊമ്പ് ചെത്തി കൂർപ്പിച്ച് അതിനാ കുറ്റിയിലൊക്കെ പറയും. സാധാരണ എവിടേക്കാ ഓർമ്മ ഞാൻ കുറ്റിയിട്ടാക്കാൻ പോവുക. ഇപ്പോഴോ ആദ്യം സമാരംഭം കുറിക്കുന്നതിന് മുമ്പ് തന്നെ വേണ്ട സാധനങ്ങൾ ഒരുക്കുവാനും വേണ്ടേ. ഈ പണ്ട് കഴിഞ്ഞ ആൾക്കാർ ഈ ഉത്സാഹമില്ലാത്ത ആളുകൾ സ്വഭാവം, ഉത്സാഹികളാകുമ്പോൾ ഒക്കെ കാര്യം എല്ലാ കുറ്റിയിടാതിരിക്കുന്നു. കയറ് വള്ളി ചങ്ങല എന്താ കേട്ടോ ഒക്കെ കൂടിയുണ്ട്. അപ്പോഴാണല്ലോ ഉത്സാഹം. ഞാനാട്ടോ ഒറ്റ അമാന്തക്കാരൻ, ഞാൻ അമാന്തക്കാരൻ കേട്ടോ. നേരത്തെ എത്തിയിട്ടൊക്കെന്തെങ്കിലും എൻ്റെ അമാന്തം കൊണ്ടെന്ന് പറയാൻ വയ്യ, കുറച്ച് എനിക്കുണ്ട് ഇല്ലാന്നല്ല, എന്നാലും അമാന്തമൊന്നും ഉണ്ടായിട്ടൊക്കെ ഭംഗി കിട്ടും. അതാണല്ലോ എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാകുമ്പോൾ ആക്ഷേപം ഉണ്ടാവില്ല. നിരാക്ഷേപമായിട്ട് ചെയ്യുമ്പോഴോ എല്ലാവർക്കും സന്തോഷവും. അത് അർജുനൻ മനസ്സിലാക്കി. എന്താ കുറ്റി ആദ്യം ഉറപ്പുണ്ടാവണം. കുറ്റിക്ക് ഉറപ്പുണ്ടാവണമെങ്കിൽ നല്ല ബലമുള്ള കുറ്റിയാവണം, നല്ല വൃക്ഷത്തിന്റെ വലിയ കൊമ്പാവണം, അല്ലെങ്കിൽ കൊമ്പോ അല്ലെങ്കിൽ അതുപോലുള്ള കുറ്റിക്ക് എന്താണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് വേണ്ട പോലുള്ളതാവണം, ഫലവത്തായി തീരണം. ആലോചിച്ച വഴി കിട്ടി. ഇതിലും വലിയ കുറ്റിയുണ്ടോ? മഹാദേവനെ സ്തംഭമാക്കി തീർത്തു. എവിടെ? തന്റെ മനസ്സാകുന്ന കുതിരലായത്തിങ്കൽ. അതാ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത. അതാണല്ലോ നരേന്ദ്രന്റെ യോഗ്യതയും. പ്രാണപ്രതിഷ്ഠ അതന്നെയാണ് മുഖ്യ, അതന്നെയാണ് അദ്ദേഹത്തിന്റെ ഉത്സാഹവും. അദ്ദേഹം ഉറപ്പിച്ച് കിട്ടി. എന്താ കുറ്റി അത് ഉറപ്പിച്ചു. കുറ്റി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയല്ലേ നോക്കുള്ളൂ. ധൈര്യമാകുന്ന കയറ്, ധൈര്യം, തൻ്റെ ആ ഉത്സാഹം ഉണ്ടെങ്കിലും ധൈര്യമാണല്ലോ വേണ്ടത്. ആ ധൈര്യം കൊണ്ട് എനിക്ക് കെട്ടിയിടാൻ പറ്റും. ആ കുറ്റി ആ മഹാദേവനായി തീർന്നു. ആ കയറ് തൻ്റെ ശക്തിയായി തീർന്നു. 5 ഇന്ദ്രിയങ്ങൾ, ചക്ഷുന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, ത്വകേന്ദ്രിയം, ശ്രോതേന്ദ്രിയം, 5 ഇന്ദ്രിയങ്ങളെ കുതിരകളാക്കിയിട്ട് കുടുക്ക് വേണ്ട പോലെ ആക്കിയിട്ട്, ചിലതിന് അയവുണ്ടാവും. എല്ലാ കുതിരകളുടെയും കഴുത്തൊരു പോലെ ആയിക്കോളുന്നില്ല. ചിലപ്പോൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരേ വലിപ്പത്തിലുള്ള കുടുക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറുകി പോവാം, ചിലപ്പോൾ അയഞ്ഞു പോവാം. ഇതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ ആദ്യം കൂട്ടി മനസ്സിട്ടുകൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ ചന്ദ്രാഭരണനാകുന്ന സ്തംഭത്തിങ്കൽ തന്റെ ധൈര്യമാകുന്ന കയറുകൊണ്ട് മനസ്സാകുന്ന കുതിരലായത്തിങ്കൽ കെട്ടിയുറപ്പിച്ചു. 3 കെട്ടിച്ചായി. ഈ ബാക്കി 2 വരണേ ഉള്ളൂ. 3 കാര്യം ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പോൾ വിഷമേ. അപ്പോ ഏറ്റവും പരമമുഖ്യനായി പ്രധാനപ്പെട്ട വ്യക്തി ആവണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രൻ എന്നുള്ള പദം മാത്രം പോലെ എല്ലാവരും ഇപ്പൊ നരേന്ദ്രനെ പോലെ ഒന്നുമില്ലാവൂ. പ്രധാനപ്പെട്ട വ്യക്തിയായാലും മുഖ്യനായാലും നരേന്ദ്രനാവുമ്പോൾ നരേന്ദ്രൻ ആ പദത്തിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി തന്നെ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. വിമർശിക്കാൻ ആളുണ്ടാച്ചാലും ആർക്കും ചെയ്യാൻ സാധിക്കാത്തതാണ് ആ നരേന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ടത്. അപ്പോഴും
ഭഗവാൻ പ്രത്യക്ഷമാവില്ല. അപ്പൊ മുമ്പത്തെ പോലെ പഞ്ചാഗ്നി മധ്യസ്ഥനായി ഇരുകരങ്ങളും അഞ്ജലിബദ്ധമാക്കി തൊട്ടുകൊണ്ട് ആപാദലംബിചരനായി ആദവമാത്ര ഭക്ഷനായി ഊർധ്വീഭോത്ഭുജത്തോടു കൂടിയവനായി തീർന്നുകൊണ്ട് തന്റെ രണ്ട് പാദങ്ങളിലെ വലത്തേ കാലിന്റെ പെരുവരിൽ മാത്രം ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് സംഹാരകർത്താവായിരിക്കുന്ന മഹാദേവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ്സിന് ക്രൂരത വർദ്ധിപ്പിച്ച് വേറൊരു ചിന്തയില്ല. ലോകത്തിങ്കൽ കാണുന്നതും കേൾക്കുന്നതും സർവവും മഹാദേവനാണ്. അപ്പൊ മഹാദേവൻ ആരാ? ഈ കാണുന്നതാണ്. ഈ കാണുന്നത് ആരാ? ഞാനാണ്. ഞാനും ഈ കാണും തമ്മിൽ യാതൊരു ഭേദവുമില്ല. അപ്പൊ ഞാനാരാ? ഈ കാണുന്നത്. ഈ കാണുന്നത് ഞാനാണ്. ഞാനും ഈ കാണുന്നതും ഒന്നാണ്. അപ്പം അതല്ല ആർക്കും തോന്നാത്തതാണ്. അർജുനൻ പരമഭക്തനും ശ്രേഷ്ഠനും ആ സന്യാസിവര്യനുമായി തീരാൻ ഉത്സാഹത്തോടെ വേറൊന്നും ചിന്തിക്കാതെ കണ്ടങ്ങോട്ട് പുറപ്പെട്ടപ്പോ ഭഗവാനല്ല ത്രൈലോക്യവാസികൾക്ക് ഒന്നടങ്കം ഇരിക്കാൻ സാധിക്കാതെ കണ്ടായി. കുളിക്കാൻ വയ്യ, ജപിക്കാൻ വയ്യ, നമസ്കരിക്കാൻ വയ്യ. ആ ത്രൈലോക്യവാസികൾക്ക് കിങ്കരണീയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ശ്രീനാരദാദികളായിട്ടുള്ള മഹർഷിമാരെല്ലാവരും തപോനിധികളും താപസരക്ഷന്മാരും സന്യാസിവര്യന്മാരും കൗടുംബികളായിട്ട് നേരെ മഹാദേവനെ അറിയിക്കുക. അതേ ഒരു വഴിയുള്ളൂ. എങ്കിൽ ഇപ്പോ നമ്മളെല്ലാവരും ഇങ്ങനെ വിഷമത്തിൽ പെടാനുള്ള കാരണം ഒറ്റ ആള് കാരണമാണ് അല്ലേ? സഹാവ് വിജയന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പോൾ ഒരുവിധം ഈ രൂപത്തിലാവാൻ കാരണം. അത് വേണ്ട പോലെ ആയി തീരണമെന്നുണ്ടെങ്കിലും അദ്ദേഹം തന്നെ വിചാരിക്കണേ. വിജയിച്ച എപ്പോഴും വിചാരിച്ചിട്ടില്ല വിജയിയാവുന്നു, വിജയം എന്നുള്ള പേരാവുന്നു, വിജയിയാണെന്നും അതൊന്നും പറയാറായിട്ടില്ല. അതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം തന്നെ നിരീച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ കണ്ട് ഇപ്പൊ എല്ലാവരും ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹം വിചാരിക്കണം. ഇനിയിപ്പോൾ എന്താ വഴി? നമുക്ക് എന്ത് കാണാം? നാരായണ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഹരഹര മഹാദേവ ചന്ദ്രകലാധന. പല നാമങ്ങളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും യാതൊരു ഭയവും സങ്കോചവും മടിയും ലജ്ജയും കൂടാതെ കണ്ട് ഉറക്കുദ്ഘോഷിച്ചുകൊണ്ട് സർവന്മാരായിട്ടുള്ള ആ താപശ്രേഷ്ഠന്മാരും കൈലാസിക്കണ്ട് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴോ താണു തൊഴാൻ തുടങ്ങി. ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കണേ? നിങ്ങൾ അവിടെ ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്കാ വിഷമേ. കാരണം ഇവിടെ വേണ്ട പോലെ ശ്രദ്ധ ഉണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം വിചാരിച്ചാൽ മതിയൊക്കെ ശബ്ദം അപകടമാക്കും. നേരത്തെ കൂട്ടിയെത്തുക, നേരത്തെ ഉത്സാഹിക്കുക, നേരത്തെ പുറപ്പെടുക, നിശബ്ദമാവുക, താല്പര്യമില്ലാത്തവർ പുറത്തു പോവുക. മനസ്സിലാവിൻ്റെ ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അവരുടെ കുറ്റല്ലേ. എന്തു പറയണം നിശ്ചയില്ല, എന്ത് ചെയ്യണം നിശ്ചയില്ല, എവിടേക്കാ പുറപ്പെട്ടേക്കണ നിശ്ചയില്ല, എവിടെ എത്തി അതും അറിയില്ല. എന്താ കാരണം? അർജുൻ്റെ തപസ്സിൻ്റെ കാഠിന്യാണ്. അതാണ് മഹർഷി ശ്രീനാരദ മഹർഷി ഒപ്പം ഇങ്ങോട്ട് വരാം കാണു തൊഴുതു. അപ്പൊ ദേവിയാ പ്രത്യക്ഷമായി അല്ലേ? വന്ന സമയത്ത് ദേവീ സ്തുതിയാണ് കേൾക്കാൻ സാധിച്ചത്. കാരണം ദേവനെ സ്തുതിക്കേണ്ടാച്ചിട്ടില്ല, ദേവിയെ സ്തുതിക്കുമ്പോണ്ടാവുന്ന സന്തോഷം കുറച്ച് കയറിയാണ്. ദേവനെ എത്ര സ്തുതിച്ചാലും അധികാവില്ല ദേവിയും. പക്ഷെ ദേവിയെ സ്തുതിക്കുമ്പോണ്ടാവുന്ന സന്തോഷം ദേവീ സ്തുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവൻ ചിലപ്പോൾ ക്ഷിപ്രകോപിയാകൊണ്ട് അർജുനൻ അല്ലേ ആയിക്കോണമെന്നില്ല, പുറപ്പെട്ടോണമെന്നില്ല. അതാണ് സതീശനും സഹാവ് വിജയനും തമ്മിൽ വല്ലാതെ കണ്ടുള്ള മർദ്ദനം ഉണ്ടായി കഴിഞ്ഞാൽ സമാധാനം ഇല്ലാണ്ടേ വരിക. അപ്പൊ സതീശനെ വേണ്ട പോലെ സന്തോഷിപ്പിക്കാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നീരിക്കാൻ പറ്റില്ല, മുകളിലത്തെ ആൾ വിചാരിക്കണം ഇല്ലേ? അതാണിപ്പോ മുഖ്യനായിട്ടുള്ള അദ്ദേഹം ഇപ്പൊ എങ്ങനെ ആവണം എന്നുള്ളതിന് ഒരാളുടെ അഭിപ്രായം കൂടി കണക്കാക്കി കഴിഞ്ഞാലൊക്കെ സഫലമാവുന്നതാണ് നിരീക്കുന്നത്. നാം പുറപ്പെടാം. എങ്ങനെയാ പുറപ്പെടുന്നത്? ദേവിയെ അങ്ങനല്ല, പ്രത്യക്ഷമായ ദേവിയാ. ആ സമയത്ത് ദേവൻ ഇല്ല അവിടെ. അതാണ് ചന്ദ്രകലാസനായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരന്റെ അസാന്നിധ്യം കുറിച്ചുണ്ടായി. അപ്പൊ ദേവിയാ എവിടേക്കാ പോണ്? എവിടെ അന്വേഷിക്കാൻ പോവാണ്. ദേവൻ എവിടെയെ നോക്കുകയാണ്? ദിവ്യത ഇനി ദേവാനാണ്. ദേവനം ചെയ്യുന്നവനാ ദേവൻ, ക്രീഡിക്കുന്നവനാ, എപ്പോൾ നോക്കിയാലും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാ, എപ്പോഴും എല്ലാ ദിക്കിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണല്ലോ. അതാണല്ലോ അദ്ദേഹത്തിന് യോഗ്യത. എല്ലാവരും കൂടി സ്തുതിച്ച് പ്രത്യക്ഷമായപ്പോൾ ദേവി അതാ. ഇതെന്താന്ന് എല്ലാവരും കൂടി ആ ദേവി എല്ലാവർക്കും കാണാൻ ഭാഗത്തിൽ പ്രത്യക്ഷമായിട്ട് ഇപ്പോഴേ കണ്ടുള്ളൂ. ലോകമാതാവ് ശ്രീപാർവതി പ്രത്യക്ഷത്തിൽ വന്നപ്പോൾ ദേവി അടിയങ്ങളുടെ തങ്ങളുടെ ദേവിക്ക് അറിയാലോ. ആ മധ്യമപാണ്ഡവൻ ഉണ്ണി അർജുനൻ എത്ര കാലമായി അവിടുത്തെ ദേവിക്കാൻ പുറപ്പെട്ടിട്ട്. ഇത്രയും കാലമായിട്ടും അടിയങ്ങൾക്ക് യാതൊരു സമാധാനവും ഇല്ല. അതാണ് കാരണം. സമാധാനം ഇല്ലാണ്ടിരിക്കാനുള്ള കാരണം വിജയനാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. സത്യം തുറന്നു പറയുന്നുള്ളൂ അല്ലേ? എല്ലാവർക്കും സമ്മതര സഹാവ് വിജയൻ ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം കാരണം ഞങ്ങൾക്ക് വിഷമം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഞങ്ങൾക്കാ. കാര്യം പറയാലോ. ഇനി എന്താ ചെയ്യുക? അതിന് പരിഹാരം ദേവി വിചാരിച്ചാൽ തന്നെ പറ്റുള്ളൂ. സങ്കടം തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായി. തുറന്നു പറഞ്ഞതിലും സന്തോഷമായില്ലേ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് എങ്ങനെയാണല്ലോ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞാലും ഇപ്പോഴും മുഖ്യനായിട്ടുള്ള ആളിവിടെ ഇല്ലാത്തതുകൊണ്ടായി വിഷമേ. അദ്ദേഹം എപ്പോഴാണ് വരിക ആർക്കും പറയാനും പറ്റില്ല. അപ്പം നാം പുറപ്പെടാം എന്ന് ചോദിച്ചു.
അങ്ങനെയല്ല, ലേവി എല്ലാവരെയും കൃതസമാശ്വസ്തരാക്കി തീർത്തു, സമാധാനിപ്പിച്ച് യഥാർത്ഥമാകുമെന്ന് എല്ലാവരും പോയപ്പോൾ താമസിക്കാണ്ട് ദേവരെ ഇവിടെ വരാം, മുമ്പിലേക്ക് വരൂ. അതേ ഇതാ ഇവിടെ ഇങ്ങോട്ട് വരുമെന്ന്, എനിക്ക് ഇവിടെ നോക്കി അത്ര കാണാനില്ല, ഇങ്ങോട്ട് മുമ്പിലേക്ക് വരാം. അവിടുത്തോടാ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരുമോ? അവിടെ ഇരിക്കാനല്ല, ഇങ്ങോട്ട് മുമ്പിലേക്ക്. ഞാൻ കുറേ നേരമായി കാത്തിരിക്കണം, ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇരിക്കാം. എന്നാലും എന്നെ കൊണ്ടുപോകേണ്ടപ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയല്ലേ, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്നോളൂ, എല്ലാ സ്ഥലത്താണ് കൂടാം. സന്തോഷമായി. ഇവിടെ കാണാറേ ഉള്ളൂ, ഇതുവരെ എവിടെയാണ് നിശ്ചയിലാണ് നടക്കിയിരുന്നത്. സമാധാനായി. ഈ ഭാര്യമാരാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഭർത്താവ് നിർബന്ധിതനായി തീരുക. ഭർത്താവ് നിർബന്ധ ബുദ്ധിയാകുമ്പോൾ ചിലപ്പോൾ താനാ വാക്ക് കൊടുത്തേക്കണത് എൻ്റെ ഭക്തന്മാരാ. അതാണ് ഭക്തവാത്സല്യം ദേവനേക്കാൾ 10 മടങ്ങ് കൂടുതലാ ദേവിക്ക്. ലോകമാതാവ് ശ്രീപാർവതിക്കാണല്ലോ. അപ്പോൾ ദേവി അങ്ങോട്ട് നിർബന്ധിക്കാൻ തുടങ്ങി. അതേ ഇതുവരെ എവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കൂന്ന്, അപ്പൊ അങ്ങോട്ട് നോക്കും. അടിയനെ വിളിക്കണേ, അതേ ഇതാ പറഞ്ഞാൽ കേൾക്കേണ്ടിയിട്ടുണ്ടോ? മുമ്പേക്കോ കുറേശ്ശെ പറഞ്ഞാൽ കേട്ടിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്ത കൂട്ടത്തിൽ ചില ഭർത്താക്കന്മാർ അങ്ങനെയുണ്ട്. കേൾക്കായല്ല, അത് ഭർത്താക്കന്മാരുടെ യോഗ്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരാകുമ്പോൾ തൻ്റെ പ്രിയനവും വരുമ്പോൾ തന്നെ അറിയാം, ഓ ഇന്ന കാര്യത്തിനാണ് വരുന്നത്. എന്തോ സംശയിച്ചിട്ടുള്ള പോക്കാണ്. ആരാന്ന് മനസ്സിലാവില്ല. ഇവിടെ നോക്കിയാൽ വെക്കലാകുന്നില്ല, കാര്യം പറയാണ്ടോ ഏതാ പോകണ്ട. എന്നാ ഭാര്യ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ, സാധിക്കാത്ത കാര്യങ്ങളൊക്കെ പ്രീതമായിട്ട്. അതെ ആരാ മനസ്സിലായില്ല, ഞാൻ ഇന്ന് തെറ്റിയാണ്. ആയിക്കോട്ടെ, എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം? പ്രത്യേകിച്ചൊന്നുമില്ല, അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞിരുന്നു, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അതറിയില്ല നിശ്ചയം. അതാണ് ഞാൻ ഇവിടെ വന്നു എന്നുള്ളത് ഒന്ന് അറിയിച്ചാലേ ഒന്ന് വേണ്ട പോലെ അർത്ഥവത്താക്കി തരണം. കുറേ കാലമായി പിന്നാളക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് വേണ്ട പോലെ ആക്കണം. ഞാൻ പറഞ്ഞാന്ന് കേൾക്കൊന്നുമില്ല. അത് അതിന് വിസ്മയിക്കരുത്, കാര്യമായിട്ട് പറയണം. അത് അത്രത്തോളം വരാൻ കാരണം അദ്ദേഹത്തിനെ കാണാൻ ഞാൻ വരുന്നുണ്ടായി. ഇവിടെ കാണാൻ വന്നാ കാണാൻ മാത്രം പോലെ കാണിപ്പിക്കണം. ഇങ്ങോട്ട് നോക്കൂ, കീഴ്പോട്ട് നോക്കിയിരുന്നാൽ പോലെ ഇങ്ങോട്ട് നോക്കൂ. എല്ലാവരെയും കാണിപ്പിക്കൂടി വേണ്ടോ, എന്നാലും കാര്യം വേണ്ട പോലെ ഉള്ളേ. അത് ശരിയാവില്ലല്ലോ. എന്ന് വെച്ചാൽ കാണലും കാണിപ്പിക്കലും വ്യത്യാസമുണ്ടല്ലോ. ഇതൊക്കെ ഭാര്യമാരെ പണം ധരിപ്പിക്കും. അത് കഴിഞ്ഞാലോ എന്നാൽ പൊക്കോളും. ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊക്കോളാൻ പറയും. ഭർത്താവ് വരുമ്പോൾ അത് വരുന്നുണ്ട്. അതേ ഇന്നൊരാൾ വരുന്നുണ്ടായി, ആരാ ഇന്ന് വിൽക്കലേ ആ ഇവിടെ എത്തിയോ? ഇവിടെ എത്തി വെച്ചാൽ എന്തേ അത് ഞാൻ ആ കുറേ നേരം കാത്തു നിൽപ്പോൾ ഞാൻ സാധിപ്പിക്കാമെന്ന് പറയുന്നുണ്ടായി. അത് എന്നോട് ചോദിക്കാണ്ട് എന്തേ? അതെ എന്നോട് ചോദിക്കാതെ എന്തേത് ഞാൻ പറയുകൊണ്ടല്ലേ. ഞാൻ അത്രയൊന്നും ആലോചിക്കാതെ പറഞ്ഞപ്പോൾ അങ്ങേക്ക് ഇത്ര ചുണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ കരയണേ? കരയിപ്പിച്ച് കഴിഞ്ഞാൽ പോലെ കരയാണ്ടിരിക്കോ? ഇതൊക്കെ ഭാര്യമാരുടെ സ്വഭാവമാണ്. എല്ലാവർക്കും പറ്റില്ല. ഇതൊക്കെ ഭർത്താവിനെ അനുനയിപ്പിക്കുക, ഭർത്താവിനെ അനുസരിപ്പിക്കുക. അനുസരിപ്പിക്കലും വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ ആക്ഷേപമായിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ തൻ്റെ അടിമയാക്കിയിട്ട് അതല്ല, സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവണം. ഈശ്വരനെ പോലെ കാണണം ഭർത്താവിനെ. തൻ്റെ ഇഷ്ടപ്രാണേശ്വരിയാവണം പ്രിയതമ. അന്യോന്യാനുരാഗം, അന്യോന്യം ഭക്തി, ബഹുമാനം, ദാമ്പത്യ ഐക്യാവണമെങ്കിൽ ദൈവാധീനം എന്ന് പറഞ്ഞല്ലോ. അത്രയും യോഗ്യന്മാരായിട്ടുള്ള ആളുകളാവുമ്പോൾ പ്രിയതമയെ കൊണ്ട് കാര്യം സാധിപ്പിക്കാനായിക്കൊണ്ട് നിർബന്ധിക്കുമ്പോൾ അവർ കുറേശ്ശെ കഴിയും. അത് വേറെ ആരും കേൾക്കാൻ പാടില്ലാത്തതാണ്. തൻ്റെ അച്ഛൻ കേൾക്കാൻ പാടില്ല, തൻ്റെ അമ്മ കേൾക്കാൻ പാടില്ല, തൻ്റെ മക്കൾ കേൾക്കാൻ പാടില്ല, തൻ്റെ സുഹൃത്തുക്കളും സ്ത്രീകളും തോഴിമാരും ആരും കേൾക്കാൻ പാടില്ല. താനും ഭർത്താവും മാത്രം ഇരിക്കുമ്പോഴാണ് എന്തായാലും സംഭവിച്ചു. ഞാൻ ഇരിപ്പിന് യാതൊരു മാറ്റവും കേട്ടോ. എന്താ കാലിൻ്റെ മുകളിൽ വെച്ചേക്കണേ? കാല് വേദനയുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒഴിഞ്ഞു തരാം. നല്ല നേരം പോക്കൊക്കെ പറഞ്ഞു വരി, ഞാൻ വിരൽ പൊട്ടിച്ചു തരണോ? ഇങ്ങോട്ട് നോക്കൂന്ന്. എന്താ ഇങ്ങനെ ഉരുട്ടി ഉറക്കം നോക്കുകയാണോ? എന്താ ഇങ്ങനെ ഉരുട്ടി? എന്നെ കാണാൻ ആദ്യമൊക്കെ വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ കരയണ്ട നല്ല വാക്ക് പോകൂടെ കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ പോലെ കരയണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞൊക്കെ ഇതൊന്നുമല്ലേ, അവരുടെ ഉദ്ദേശം ഒന്നുമല്ല. തൻ്റെ പ്രിയതമനെ കൊണ്ട് താൻ ആഗ്രഹിച്ച കാര്യം സാധിപ്പിച്ചെടുക്കാനുള്ള ചാതുര്യമുള്ള ചതുരമതികളായിട്ടുള്ള നാരികൾ ഉപയോഗിക്കുന്ന കരച്ചിലാണ് അഭിമാനത്തോടു കൂടിയുള്ള കരച്ചിൽ. എല്ലാവർക്കും പറ്റണമല്ല. സമാധാനമായി. കുറച്ച് നേരെ ഇപ്പോഴേ ഉറപ്പായി എന്നാ പുറപ്പെടാം. ആ കാര്യം സാധ്യവും. ഭഗവതി നിർബന്ധിച്ചപ്പോൾ എന്താ ഭഗവതി? ആ ഉണ്ണി അർജുനൻ എത്ര കാലമായി അവിടുത്തെ സേവിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും പ്രത്യക്ഷമായില്ലെങ്കിൽ ത്രൈലോക്യവാസികൾ എല്ലാവരും സങ്കടത്തോട് കഴിയാമെന്നറിയാലോ. അതൊക്കെ എനിക്ക് നിശ്ചയമുണ്ട്. ഈ ദുഃഖത്തിന് നിവാരണം വേണ്ടേ? ഒക്കെ ശരിയാണ്, ദുഃഖത്തിന് നിവാരണം വേണം. വേണ്ടി കാര്യം ഒരു ഒറ്റ കാര്യമുള്ളൂ. എന്താ? എല്ലാവർക്കും സമ്മതനും സംപൂജ്യനും ശ്രേഷ്ഠനുമാണ്. പക്ഷെ ഞാൻ എന്ന ഭാവം, അതാണിപ്പോൾ അഹങ്കാരം. അതൊഴിച്ചാൽ അർജുന് വേറെ യാതൊരു കുഴപ്പമില്ല. അതിന് കാരണം അച്യുതൻ്റെ സഹാഭാവം കേട്ടോ. സത്യത്തിൽ സഹായം വിളിച്ചു ഈ സ്ഥാനത്തെത്തോളം എത്താൻ കാരണം അച്യുതൻ്റെ ഒറ്റ പ്രയത്നം. ചുതിയില്ലാത്ത ആളാ അച്യുതന്. ചുതിയിച്ച കളവ് ചെയ്യണത് മുഴുവൻ
അച്യുതൻ കളവാടിയനും. അതാണല്ലോ അച്യുതൻ, ഗോവിന്ദൻ, ഗോപാലൻ, മാധവൻ, ഇതൊക്കെ പേര് പലതുമാണെങ്കിലും സാക്ഷാൽ ആ കൃഷ്ണനാണല്ലോ. കൃസാധു നകാരാധ്യം എന്നൊക്കെ പറയും. കരിഷിക്കുന്നവൻ തന്നെ എല്ലാറ്റിനെയും എല്ലാത്തിനെയും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള കഴിവോടുകൂടിയിട്ടുള്ള ആൾ തൻ്റെ സഖാവാകുമ്പോൾ എന്തുമാകാം, താൻ കഴിഞ്ഞ ലോകത്തിൽ വേറൊന്നുള്ളൂ എന്നുള്ള അഹങ്കാരത്തിൻ്റെ ആ പരിണത ഫലം അതാണപ്പോൾ കൊടുക്കാണ്ടിരിക്കുന്നത്. മുഖ്യനായിട്ടുള്ള സ്ഥാനത്ത് ഏറ്റവും ശോഭിച്ചിരിക്കുന്ന ആൾ തന്നെയാണെങ്കിൽ വേറെ ആളും അതുപോലെ ശോഭിക്കൂല. പക്ഷെ ഈ ഒരു കേടുണ്ട്. അതാണിപ്പോൾ എന്താ വേണ്ടത് നിശ്ചയിക്കാതെ ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും കഥ കഴിയും. അപ്പം തന്നെ വയ്യാണ്ടായിരിക്കും, ഒന്നും കഴിക്കാണ്ട് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കഴിക്കാനും വയ്യ. കൃശാങ്കിയായിട്ട് ആപാദലംബിച്ചവൻ, ആദവമാത്ര ഭക്ഷൻ, ഊർധ്വീഭവത്തോ ആയിട്ടുള്ള ഭുജത്തോട് കൂടിയവൻ, മാത്രം നിർമ്മലഗാത്രൻ, ആ മനസ്സിൽ വേറെ ചിന്തയില്ല, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആള് കുറച്ചേരം എവിടെ അർജുനൻ കഴിഞ്ഞു. ആഹാ കഷ്ടേ കഷ്ടം, ഞാൻ പ്രത്യക്ഷമാവാൻ പുറപ്പെടുകയായിരുന്നു. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒന്നും പുറപ്പെടുമെന്ന് അടിയൻ പറയുകൊണ്ടാണോ? അടിയൻ അവർക്ക് സമാധാനമായിട്ട് അത് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണോ പുറപ്പെടാത്തത്? ഒന്ന് പുറപ്പെടുമെന്ന് നിർബന്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭക്തവാത്സല്യം ദേവിക്ക് കൂടുതലുണ്ടാ പറയാൻ കാരണം തന്നെ സേവിക്കുന്ന ഭക്തർക്കും ഭക്തന്മാർക്കും സർവാഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യാൻ സന്നദ്ധയായിട്ട് എഴുന്നള്ളിരിക്കുക. ശിവൻ ഉണ്ടെങ്കിൽ ശക്തിയുണ്ട്, ശക്തി ഉണ്ടെങ്കിൽ ശിവൻ രണ്ടും ഒരുമിച്ച് തന്നെയാണല്ലോ. ആ ദേവി തൻ്റെ പ്രീതമനായിട്ടുള്ള ജഗദീശ്വരനായി സംഹാരകർത്താവായിട്ട് സമാധാനം എന്നാ പുറപ്പെടാം. ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങാണ്ടിരിക്കാൻ നിർത്തിയില്ലോ, കാരണം സമയമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. എന്നാ പുറപ്പെടാം. പുറപ്പെടുകൊണ്ട് കാട്ടാളന്മാരാണല്ലോ കാട്ടിലുണ്ടാവുക. അപ്പൊ കാട്ടാളന്മാരിൽ വ്യത്യസ്തനായിട്ട് കാട്ടാള രാജാവായിട്ട് പുറപ്പെടുക. തൻ്റെ പരമാർത്ഥ അറിവുണ്ടാവില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അർജുനായിട്ട് യുദ്ധം ചെയ്ത് യുദ്ധത്തിന് കാരണം അർജുനൻ ഉണ്ടാക്കി. ആദ്യം ശരം പ്രയോഗിച്ച് പ്രത്യസ്ത്രം പ്രയോഗിച്ച് അർജുനന്റെ ശക്തി മുഴുവൻ ക്ഷയിപ്പിക്കുക. ഇല്ലേ, കൈ കനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, കണ്ണു പിടിക്കാൻ വയ്യ, എഴുന്നേൽക്കാൻ വയ്യ. മോഹമുണ്ട്, ഓർമ്മയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഒന്നും പറ്റാൻ ചെയ്യാൻ സാധിക്കാതെ കണ്ട അവസ്ഥ അനുഭവിക്കുമ്പോൾ സ്വാമി ചന്ദ്രകലാഹന ലോകനായക ഭക്തവത്സല ക്ഷിപ്രം പ്രസീദ. അടിയൻ്റെ കയ്യും കാലും നനക്കാൻ വയ്യാണ്ടേട്ടുണ്ട്, എന്നെ കണ്ണു വിളിക്കാൻ വയ്യാണ്ടേട്ടുണ്ട്. അടിന് വേണ്ടപ്പെട്ടവരാരും ഇല്ലാതെ അവിടത്തേക്ക് അറിയാലോ. ഉണ്ടായിരുന്നവരൊക്കെ അടിയനെ തൽക്കാലത്തെ ആ സമ്പ്രദായത്തിൽ നിന്ന് ഉത്സാഹിപ്പിക്കാൻ വരാണ്ട് പിന്നെ ഒന്നുമില്ല. അടിയൻ കഠിന പരിശ്രമം കൊണ്ട് ആരും ചെയ്യാൻ സാധിക്കാത്തതൊക്കെ ചെയ്ത് ഇത്രത്തോളം എത്തിച്ചാലും ഇപ്പൊ ഒന്നും ചെയ്യാൻ വയ്യാണ്ടായി. അതുകൊണ്ട് അടിയനെ ആ സഹായിക്കാൻ പരസഹായത്തിന് പോലും ആരുമില്ലാത്ത ഈ വിജനമായിട്ടുള്ള പ്രദേശത്ത് ഏകാഗിയായിട്ട് കഴിയേണ്ടി വന്നുവല്ലോ. ക്ഷിപ്രം പ്രസീദ. ആ ഭക്തി കൊണ്ട് വർദ്ധിക്കുമ്പോൾ ശക്തി കൂടും തോറുമാണല്ലോ അഹങ്കാരം കൂടുക. ശക്തി ഇങ്ങനെ ഒട്ടുമില്ലാണ്ട് ഒന്നും ചെയ്യാൻ വയ്യാണ്ട് വരുമ്പോഴോ ആ സ്ഥാനത്ത് ഭക്തി വർദ്ധിക്കുക ചെയ്യുക. ആ ഭക്തോത്തമനായിട്ടുള്ള അർജുനന്റെ മുമ്പിൽ ആ സമയത്ത് പ്രത്യക്ഷമായിട്ട് അഭീഷ്ടങ്ങളായിട്ടുള്ള വരങ്ങളിൽ പ്രധാനമായിട്ടുള്ള പാശുപതം സമ്പ്രദാനം ചെയ്യാൻ നിശ്ചയിച്ച് ആ ലോകനായകനായിട്ടുള്ള ഭഗവാൻ കിരാത രൂപത്തിൽ കനപ്പിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് ഭഗവതി നോക്കിയപ്പോൾ ഏയ് ഇതാരാ അവിടെ? ഇവിടെ എണ്ണം കൂടിത്തിറങ്ങിയ ഇതൊക്കെ ഭൂതഗണങ്ങളല്ലേ? അതിന്റെ കൂട്ടത്തില് ഒരു കാട്ടാളൻ എവിടെയാകാ? തന്റെ പ്രിയതവന് എഴുന്നേൽക്കുന്ന സ്ഥാനത്തിന് ഇപ്പൊ കാട്ടാളനൊക്കെ ആവാതായിട്ടുണ്ടോ? കാട്ടാളനല്ല, മുഖ്യന്റെ സ്ഥാനത്ത് ഇപ്പൊ ഏത് കാട്ടാളിലും ആവാല്ലേ? ഒരാവശ്യമില്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രം ഇരിക്കേണ്ട സ്ഥാനത്ത് ഇനി ആദ്യം തെരഞ്ഞെടുത്ത് വേണോ സംശയിക്കുന്ന കൊള്ളല്ലാത്ത കാട്ടാളന്മാരൊക്കെ ആ സ്ഥാനത്തേക്ക് ഇങ്ങനെയൊന്നുമില്ല. എന്തും ആവാം, ആർക്കും ആവാം. ഇനി അതന്നെയാണോ? അദ്ദേഹം തന്നെയാണോ? അറിയില്ല. വളരെ നേരെ പോക്കുണ്ടേ, ചോദിച്ചറിയാലോ. എങ്ങനെ ചോദിക്കുക? ഭർത്താവാണെങ്കിൽ ശബ്ദം കേട്ടറിയും. അതേ ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കൂന്ന്. ഇങ്ങോട്ട് നോക്കൂ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, ഭാര്യയ്ക്കും ഭർത്താവിനും മനസ്സിലാവും. എത്ര തിരക്കുള്ള തലയിലും വയ്യ. തൻ്റെ ഭാര്യ തന്നെ വിളിച്ചേക്കണമെന്നും തൻ്റെ ഭർത്താവ് തന്നെ വിളിച്ചേക്കണമെന്നും പരസ്പരം മനസ്സിലാവും. എന്നാ പുറപ്പെടാം. ആ ശബ്ദം ഉണ്ടാക്കണ്ട കേട്ടോ. തൻ്റെ ഭർത്താവാണ്. താൻ പ്രഭാതം നോക്ക് പ്രദോഷം പുറപ്പുറേ പറഞ്ഞ അതുകൊണ്ടാ തന്നെ വിളിച്ചേക്കണം, മനസ്സിലായി. പൂവല്ലേ? അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായ വിളിച്ചാൽ മതി. സമയമായിരുന്നു എനിക്കറിയാം, ഇല്ലാന്നല്ല. അറിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയട്ടെ, ചിലപ്പോൾ അങ്ങനെയും. ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവും ഭർത്താവാണ്, തൻ്റെ പ്രിയതമയാണ്. അതാണ്. അതുപോലെ വിളിച്ചാൽ ഭഗവാൻ അറിയുമല്ലോ. അതേ ദഹ ഇവിടെ. അതല്ലാണ്ട് പ്രയോഗമുണ്ട്, പലവരും കൂടെ കണ്ട്. അതാരാ കൂടെ കണ്ടത്? ആരുടെ? നിന്റെ? എവിടെ? അവിടെ വെച്ചിട്ട്? എപ്പോ? കുറച്ച് മുമ്പേ? മനസ്സിലായില്ലേ? ഇല്ല. അദ്ദേഹം മനസ്സിലായില്ല. എൻ്റെ അദ്ദേഹം ഇപ്പോഴും മനസ്സിലായില്ല. കുട്ടറച്ഛൻ. ഏത് കുട്ടറെ? എൻ്റെ കുട്ടറച്ഛൻ, എൻ്റെ ഉണ്ണിയുടെ അച്ഛൻ. അദ്ദേഹം, ഇദ്ദേഹം, ഇതൊക്കെ ഈ ഭർത്താവ് എന്ന് പറയാതെ പേര്
പറയാതെ കണ്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ. അവരൊക്കെ ഈ പരിചയപ്പെടുത്തേണ്ടവർക്ക് പരിചയപ്പെടുത്തൽ അങ്ങനെയാ. അതല്ലാതെ കണ്ട് അതാ അതിൽ കുറച്ച് വൈകിട്ടാലും ഒന്നൂരോ വരാം നേരത്തെ പുറപ്പെട്ട് വെക്കില്ല, എന്നാലും ഒന്നൂരോ നേരത്തെ വെത്താത്തണ്ട വക്കീൽമാരെ കൈ വഴിക്ക് വരുമ്പോൾ എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും രണ്ടാളും ഒരുമിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ പിന്നെ വന്ന ആളുടെ മാന്തം കൊണ്ടാണോ മുമ്പിലത്തെ ആളുടെ മാന്തം കൊണ്ടാണോ ശരി വഴുകിച്ചാൽ എത്തിയല്ലോ ആവൂ എന്നാ പുറപ്പെടാം, കാര്യമൊക്കെ സാധിക്കും. അങ്ങനെയുണ്ട്. ഭഗവാൻ ഒന്നും കൂടി താടിയൊക്കെ കനപ്പിച്ച് കൈലാസനാഥനാണല്ലോ, കാട്ടാളാവസ്ഥയിലാണ്. അതാണ് അവിടെ കനപ്പിച്ചിരുന്നപ്പോഴാണ് ഗ്രഹപ്പട താൻ ഏതൊരു യുദ്ധമെടുത്ത് പോയിട്ട് അതേ യുദ്ധപ്പെടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ യോഗ്യന്മാരായിട്ട് ആളുകൾ എന്തെങ്കിലും വിചാരിക്കുമ്പോഴേക്കും പരസ്യമായിട്ട് വേറെ അഭിപ്രായ വ്യത്യാസമായിട്ട് മാറി. അതാണ് എപ്പോഴും ഒരു പരിധിയുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? ഭർത്താവിനെയാണെന്ന് പരീക്ഷിക്കാം. ഭർത്താവ് എന്ന് വിളിക്കണ്ടെന്നല്ല, വിളിക്കില്ല എന്നുമല്ല. ചില നേരം പോക്കുള്ള സമയത്ത് വിളിക്കും. അതിപ്പോൾ വിളിച്ചാൽ ലോകിയാവോ ഭർത്താവ്, അതേ ഭർത്താവ് എന്താ അങ്ങനെ താടിയുമ്പോൾ കൈ കൊടുത്തിരിക്കുന്നത് ഓർത്തിരിക്കുമെന്ന്. ആരുടെ ഭർത്താവാണോ? ഇപ്പോൾ ഭർത്താവ് അല്ലേരിക്കുമോ? അതേ എന്താ പാർവതി, ഹാവൂ എന്താ അങ്ങനെ ഒരു വേഷം? എന്ത് വേഷം? കാട്ടാളായിട്ട്. ഇത്ര ഈ മുഖ്യന്റെ സ്ഥാനത്തേക്ക് കാട്ടാളത്തം കാണിക്കുന്ന ആരും നിരീക്ഷിച്ചില്ലോ. കാര്യം പറയാണ്ട് വീടും. മുഖ്യന്മാരായിട്ട് ആളുകളൊക്കെ ഈ കാട്ടാളത്തം കാണിക്കാച്ചാൽ മറ്റുള്ളവരുടെ കാര്യം പറയാണ്ടോ? ഒന്ന് കലശി കൂട്ടിക്കൊണ്ട് അങ്ങനെയല്ലാന്ന് പാർവതി പറഞ്ഞത് അർജുന് വര കൊടുക്കണമെന്നാണ്. ഞാൻ വര കൊടുക്കാൻ പുറപ്പെട്ടതാ. അടിയനും വരണമെന്ന് മോഹം ഉണ്ടാവണം. എന്നാ പോന്നോളൂ. അങ്ങനെ ഈ കാട്ടാളായിട്ട് അടിയും പിന്നാലെ ആയി കഴിഞ്ഞാൽ എന്താ എൻ്റെ കൂടെ നടക്കുകയെന്നുണ്ടോ? ചിലക്ക് അങ്ങനെയുണ്ട്. ഒരു പ്രായമായി കഴിഞ്ഞാൽ അതെ അങ്ങ് വരുമ്പോഴേ വാതിലടച്ച് അങ്ങോട്ട് വന്നോളൂ. രണ്ടാമത്തെ കയറ്റത്തിൽ അവിടെ നിൽക്കാട്ടോ. ചിലപ്പോൾ അങ്ങനെയും ചിലപ്പോൾ അങ്ങനല്ല, ഞാൻ പിന്നാലെ വരാമെന്നല്ല, ഞാൻ ആദ്യം പോയി നിൽക്കാം. അങ്ങ് വാതിൽ അടച്ചു വന്നാൽ അല്ലെങ്കിൽ അങ്ങ് വാതിൽ അടയ്ക്കണം, ആദ്യം നോക്കോളൂ, ഞാൻ അടച്ചു വരാം. മൂന്നാമത്തെ ഇറക്കത്തിന് അവിടെ ഞാൻ നിൽക്കാം കേട്ടോ. എന്നുവെച്ചാൽ ഒപ്പം നടക്കേണ്ട വെച്ചിട്ടില്ല. തൻ്റെ ഭർത്താവിന് പ്രായമായി എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആരാ വരുന്നത്? എൻ്റെ മുട്ട കഥ താങ്കൾ നോക്കും. മനസ്സിലായില്ല? അദ്ദേഹമാണ് ആര്? എൻ്റെ അദ്ദേഹം. എത്ര കാലമായി ഞാൻ ഇവിടെ വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടെന്ന് അനവധി കാലമായി. ഇവിടെ വന്നപ്പോൾ തന്നെ കാണേണ്ടവരെ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴേ വ്യക്തമായിട്ട് മനസ്സിലായുള്ളൂ. എന്തുണ്ടായി? അതൊക്കെ എനിക്ക് പെട്ടെന്ന് ആ വിവാഹക്കാലത്ത് കണ്ടു എന്നല്ലാതെ കണ്ട് ഇത്രയൊക്കെ പ്രായമായിട്ടുണ്ടല്ലേ. എൻ്റെ ഭർത്താവിന് അത്രയൊന്നും പ്രായമായിട്ടില്ല കേട്ടോ എന്ന് സഹികൾ പറയുമ്പോൾ ഉണ്ടാവുന്നൊരു സമ്പ്രദായ മാറ്റം. അതുകൊണ്ട് ചില ഭാര്യമാരൊക്കെ മുമ്പ് നടന്നോളൂ, ഞാൻ പിന്നാലെ വരാമെന്നൊക്കെ പറയും. ഇതുപോലല്ല, ഭഗവതിക്ക് ഭഗവാന്റെ കൂടെ പോകണമെന്നെ പോയി എന്നാ പുറപ്പെടരുതേ. ഈ കാട്ടാള വേഷത്തിലാവുമ്പോൾ താ അങ്ങനെ പോയി കഴിഞ്ഞിട്ടോ ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കണേ? ആ പോണത് ആരാ നോക്കുക? എൻ്റെ മുഖത്തേക്ക് എല്ലാം കൂടെ നോക്കും. അത് കാട്ടാളൻ, അത് മനസ്സിലായിന്ന്. ഞാനിപ്പോൾ കാട്ടാളന്മാരെ കണ്ടാലൊക്കെ മനസ്സിലാവും. നല്ല ബുദ്ധിയും പ്രായമൊക്കെ ആയിട്ടുണ്ട്. അതല്ല അതിൻ്റെ പിന്നാലെ പോണത്. എൻ്റെ മുഖത്തൊക്കെ നമ്മുടെ താളമാവണം, അവിടേക്ക് നോക്കൂ. ഒരു കാട്ടാളത്തി തന്നെ പറഞ്ഞേ കാട്ടാളത്തി എന്നാ യോജിപ്പുണ്ടാവും. ഇതല്ലാണ്ട് ലോകമാതാവ് ശ്രീപാർവതിയാണ് പിന്നാലെ പോലെ പറയുമ്പോൾ ഏത് കാട്ടാളിന്റെ കൂടി പോവാന്നായിട്ടുള്ളപ്പോ പോണ പോക്കുണ്ടോ? അതാ പോണു ഭഗവതിയോ? ചിലപ്പോ അങ്ങനെയും അതൊന്നും വേണ്ട നിശ്ചയിച്ച് ദേവി കുറച്ച് അഭിപ്രായ വ്യത്യാസമായപ്പോഴാണ് പാർവതിക്ക് വരരുതേ. അല്ല അങ്ങ് ഈ വേഷത്തിലാവും പാർവതി വേഷം മാറരുതേ. അനുവാദം ഇല്ലാണ്ട് ഒന്നും പ്രിയകുമാരി ചെയ്യില്ല. ഭർത്താവിന് അനുമതി വേണം. അനുമതി ഇല്ലെങ്കിൽ അനുമതി ഉണ്ടാക്കാനുള്ള വിദ്യ അവർക്ക് നിശ്ചയുണ്ട്. അതാണല്ലോ യോഗ്യന്മാരായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ഉന്നതമതികളായിട്ടുള്ള ആ പ്രിയകുമാരിൽ നിന്ന് കിട്ടുന്ന സുഖമായിട്ടുള്ള സമ്പ്രദായം. അതാണ് അനുകൂലതരമായി തീരുക. ദേവനും ദേവും ആകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്താലുമുകളുടെ പുറപ്പെട്ടു. കിരാതരൂപത്തിലും കിരാതി രൂപധാന്യത്വം പുറപ്പെട്ടു. എന്താ മറ്റയാളെ പുറപ്പെടിക്കാത്തത്? ഒരാൾ പുറപ്പെട്ടാൽ മതിയോ? ഒരാൾ പുറപ്പെട്ടാൽ ഒരാളൊപ്പം ഉണ്ടാവി. ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോ നട ആവൂ വാദ്യക്കാര്. ഞാനും ഇത്രയൊക്കെ വാദ്യക്കാരുണ്ടാവും ജയിച്ചിട്ടോ. ഇന്ത്യയും മടകാം പേപ്പേ വാദ്യങ്ങള്, ഘോഷങ്ങള്, താലക്കാര്, മേളക്കാര്, ശ്രുതിവാഹകന്മാര്, കാട്ടാളന്മാര്, വില്ല്, വല, വലക്കോല്, കുറ്റി, കയറ് ഒക്കെ ഭൂതഗണങ്ങളാണ്. ഇവിടെയുള്ള പ്രദേശവാസികൾ മാത്രമല്ല ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ഭൂതഗണങ്ങളൊക്കെ പാടുകൂടി നടരാജനെ എത്രത്തോളം ആദരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴേ മനസ്സിലായില്ലേ. ഞാനും അത്രയൊന്നും കണക്കാക്കിയില്ല ഇവിടെ എത്തിയെന്നല്ലാതെ കണ്ട് നടരാജനായിട്ട് എപ്പോഴെങ്കിലേ കാണുള്ളൂ കൊണ്ട് കാര്യമില്ല. ആ നടരാജന്റെ സമ്പ്രദായം അത് ഇത്രയും വിശേഷിപ്പിച്ചാലും കഴിയാത്ത. അപ്പോ സംപൂജ്യനായിട്ടുള്ള എല്ലാവരും സംപൂജ്യനായിട്ടുള്ള അദ്ദേഹത്തിന് സമാദരിക്കുക എന്നുള്ളത് ഏത് വേഷത്തിലായാലും അദ്ദേഹത്തിന് അനുചിതം തന്നെ എന്ന് പറയില്ലേ? ഉചിതമാണ്. കാരണം
കാണുമ്പോൾ ഒരു സമ്പ്രദായിക്കണ്ടല്ലേ ഒരു അത് പാഠത്തിങ്ങനെ അനുഭവിക്കുമ്പോഴാണല്ലോ നടരാജൻ്റെ സകല കലകളിലും അഭിജ്ഞനായിട്ടുള്ള ആളാ. അതാ നടരാജൻ എന്ന് പറയാൻ കാരണം. നടരാജൻ ഏത് കലയിലും വേണ്ടില്ല, വാദ്യങ്ങളായാലും വേണ്ടില്ല, ഘോഷങ്ങളായാലും വേണ്ടില്ല, നൃത്തങ്ങളായാലും വേണ്ടില്ല, മുദ്രകളായാലും വേണ്ടില്ല, അഭിനയായാലും വേണ്ടില്ല, സർവസമ്മതനാവുമ്പോൾ ഇതിനും വലിയ യോഗ്യനായിട്ട് വേറെ ആളുണ്ടോ? അദ്ദേഹം ഇവിടെ പുറപ്പെട്ടപ്പോൾ നായാട്ടിനാണ് തെറ്റിദ്ധരിച്ച് മൃഗയാ വിനോദം എന്ന് നിശ്ചയിച്ച് മൃഗയോപകരണഭൂതങ്ങളായി തീർന്നു ഭൂതഗണങ്ങളിൽ. വില്ല്, വല, വലക്കോല്, കുറ്റി, കയറ് ഇതൊക്കെ വേണമല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ ഇനി അവിടെ പോയി ചെത്തി കുറിപ്പിക്കാനും വല കെട്ടാനും അതിനൊക്കെ നിൽക്കണമെങ്കിൽ വൃക്ഷത്തിന് മുമ്പിൽ വല കെട്ടിയിട്ട് കുറ്റിയടിച്ച് വലിച്ചു കെട്ടിയിട്ട് മൃഗങ്ങളൊക്കെ 4 ഭാഗം അട്ടി ഒഴിപ്പിച്ച് വലയ്ക്കുള്ളിക്കാക്കുക. അതിനാണ് നായാട്ടേ പറയുക. കൊല്ലേണ്ടതിനെ കൊല്ലുക, തിന്നേണ്ടതിനെ തിന്നുക, പച്ചക്ക് തിന്നതിനെ പച്ചക്ക് തിന്നുക, വേവിച്ച് തിന്നതിനെ വേവിച്ച് തിന്നുക, ചുട്ടു തിന്നതിനെ ചുട്ടു തിന്നുക, അതുപോലെ തന്നെ വളർത്തേണ്ടതിനെ വളർത്തുക, തളർത്തേണ്ടതിനെ തളർത്തുക ഇത്യാദികളായിട്ടുള്ള നേരം പോക്ക് അതിനാണ് നായാട്ടെന്ന് പറയുക. ഇപ്പോൾ മുഖ്യനായിട്ടുള്ള ആളിപ്പോൾ നായാട്ടായിട്ട് നടക്കുക. ഇപ്പോൾ അത് കഷ്ടം. അത് പ്രധാനപ്പെട്ട വ്യക്തിയുടെ അമ്പായെന്ന് അറിയേണ്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? നടോ അതാ നടക്കേണ്ടത്. പ്രധാനികളായിട്ടുള്ള ആളുകളാ, നിസ്സാരക്കാരല്ല. പടുതര ഘനഭുക്കാരവങ്ങളായിട്ടുള്ള കൊക്കുരോഹങ്ങൾ എന്ന് വെച്ചാൽ ഭൗ ഭൗ ശബ്ദം ഉണ്ടാക്കണ ശ്വാക്കള്. നായാട്ടിന് മുമ്പ് ആദ്യതാളുകൾ കൊണ്ട് ഘോര വനത്തിൽ പോയി ശ്വാക്കളുടെ ശബ്ദം കേട്ടാൽ ശ്വാക പറഞ്ഞാൽ 4 കാലും വാലൊക്കെ ആയിട്ട് ഇവിടെ മനസ്സിലായിട്ടുള്ളതുകൊണ്ട് ഭൗ എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുന്ന ജന്തുക്കള് അവരെ കൊണ്ട് വരാണ്ട ഉപദ്രവം ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഈ വഴി കൂടെ പോകുമ്പോൾ കാണുന്നത് ഇതല്ല. നല്ല വലിപ്പം, നല്ല ഉയരം, നല്ല ശബ്ദം ഉണ്ടാക്കിയാൽ ഘോര വനത്തിനുള്ളിൽ പോയിട്ട് പ്രതികൊണ്ട് ഭയപ്പെട്ട് ആ ശബ്ദം കേട്ട് ആ ശബ്ദം എന്താ നോക്കാൻ വേണ്ടി ജന്തുക്കളൊക്കെ മാളങ്ങളിൽ നിന്നും ഒളിത്താവളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ വിളക്കി. അതിനാണ് ഇതായാട്ടെ. അതിനാ ശ്വാക്കള്, വില്ല്, വല, വലക്കോല്, കുറ്റി, കയറ് ഇത്യാദികളായിട്ടുള്ള മൃഗയാ വിനോദത്തിന് വേണ്ട മൃഗയോപകരണഭൂതങ്ങളായി തീർന്നുകൊണ്ട് ജഗദീശനായിട്ടുള്ള സംഹാരകർത്താവായിട്ടുള്ള ഭഗവാനെ ആശ്രയിച്ചിട്ട് എല്ലാ പുറപ്പെട്ട ഓരോരോ തപോവന പ്രാന്തപ്രദേശങ്ങൾ കഴിഞ്ഞ് അർജുനന്റെ തപോവനത്തിന്റെ പ്രാന്തപ്രദേശത്ത് എത്തിയപ്പോ ദൂരത്ത് കണ്ടു ഭഗവതി. എന്തൊരു കൗതുക ഉണ്ണിയെ കാണാൻ. ആ കണ്ണും ആ മൂക്കും ആ മുഖവും ആ വിനയവും ആ ഭക്തിയും ഈ ഒരു സുന്ദരനായിട്ട് ഇതുപോലെ ഭക്തോത്തമനായിട്ട് ഇതുപോലെ ആ കാര്യം സാർത്ഥകമാക്കി തീർക്കാൻ കാര്യം എന്തൊക്കെ അതിനും വേണ്ടിയ അഹംഭാവം ഉണ്ടെങ്കിലും വിജയനെ പോലെ ഒരു സമ്മതൻ വേറെ ആരുമില്ല. ആ വിജയ് എന്നൊക്കെ പറഞ്ഞാലും ആരും വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കാം വിജയ് എങ്ങനെ ഉണ്ടാവും നോക്കി. കാരണം പേര് മാത്രമേ ഉള്ളൂ, ഒക്കെ പരാജയമാവോ അതും പറയാൻ പറ്റില്ല. എന്നാലും കാണുമ്പോൾ ആദ്യം തന്നെ ദൃഷ്ടി കൊണ്ട് കടാക്ഷിച്ചു ഭഗവതി. എൻ്റെ ഉണ്ണി ഗണപതി, എൻ്റെ ഉണ്ണി അർജുനൻ, എൻ്റെ ഉണ്ണി സുബ്രഹ്മണ്യൻ. ഒരു ഭാവവ്യത്യാസമില്ല. 3 ആളെയും 2 ഉണ്ടായിരുന്നത് ഇപ്പൊ 3 തീർന്നു. ഇത് മുഖ്യനായിട്ടുള്ള അവസ്ഥാവിശേഷം ഞാൻ വീണ്ടും ആവർത്തന വിശ്വസം ഉണ്ടാക്കാതുകൊണ്ടാ. എൻ്റെ ഉണ്ണി ഗണപതി, എൻ്റെ ഉണ്ണി സുബ്രഹ്മണ്യൻ സ്വതേ 2 ഉള്ളൂ തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളെ. അതല്ലാതെ കണ്ട് 3ാമതൊന്ന് അർജുനൻ. അതാണല്ലോ കാര്യം. കേവലം തന്നെയാ. എൻ്റെ ഉണ്ണി അർജുനൻ ത്രിവിധമായി തീർന്നു. ഭക്തവാത്സല്യത്തെക്കാൾ പുത്രവാത്സല്യം അതാണ്. അപ്പോഴോ ഭഗവാൻ ചന്ദ്രകലാധനായ ഭഗവാൻ അവിടെ സമയം കാത്തു ഒക്കേറ്റിന് സമയമുണ്ടല്ലോ. ഈ സമയം എന്താ മുഹൂർത്തം ഒക്കേറ്റിനും സമയം എന്ന് പറയാൻ കാരണം ധാർത്തരാഷ്ട്രന്മാരാൽ ചോദ്യനായിട്ടുള്ള മൂകാസുരൻ ആധിരാജ്യം മോഹിച്ചിട്ട്. കാരണം പാണ്ഡവപക്ഷത്തേക്ക് ചാരന്മാരെ പറഞ്ഞിട്ടുണ്ട്. രാജധാനി ആകുമ്പോൾ ചാരന്മാർ ഉണ്ടാവും. പല രാജ്യത്തും പോയിട്ട് അവിടുത്തെ പ്രവർത്തനം എന്തൊക്കെയാണ്, അവിടുത്തെ പരാജയം എന്തൊക്കെയാണ്, താൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനത എന്താണ്, അല്ല ഭരണം അവസാനിപ്പിച്ച് ഭരണത്തിന് പുറത്താക്കി കഴിഞ്ഞിട്ട് ഞാൻ അന്വേഷിക്കാൻ പോകാന്നൊക്കെ കൊള്ളല്ലാത്ത മുഖ്യന്മാരാ പറയും. താൻ പുറപ്പെടുമ്പോൾ തന്നെ ഭരിക്കാൻ പുറപ്പെടുമ്പോൾ തന്നെ എനിക്ക് എവിടെയെങ്കിലും ന്യൂനത വരുന്നുണ്ടോ, എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, സംഭവിക്കാൻ ഭാവമുണ്ടോ, തൻ്റെ വേണ്ടപ്പെട്ട ആളുകളാരാ? എല്ലാവരും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ചാരന്മാരെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പാണ്ഡവപക്ഷത്തിൽ. അത് ആർക്കും അറിയില്ല. ആണല്ലോ ചാരരക്ഷുസ്വാമി രാജാനാണ് സ്വതേ പറയുക. ചാരന്മാരിലൂടെയാണ് ഭരണതന്ത്രം. അവര് ഇന്ന പ്രദേശങ്ങളിൽ പോയിട്ട് ഇന്ന രൂപങ്ങൾ, ഇന്ന അഭിപ്രായങ്ങൾ, ഇവിടെ മുഖ്യന്റെ പക്ഷക്കാരൊക്കെ ഉണ്ടാവും. നോക്കുമ്പോൾ ഇന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പറഞ്ഞത് ഇന്നതൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, പറഞ്ഞത് വേറെ, പ്രവർത്തി വേറെ, അനുസരിക്കൽ വേറെ, അനുസരിപ്പിക്കൽ വേറെ, പല ആക്ഷേപം ഉണ്ടാവും. അതൊക്കെ തെറ്റ് തിരുത്തേണ്ടത് തിരുത്തുക, അത് തെറ്റാതെ കൊണ്ട് ഉത്സാഹിക്കുക. ഇത് പറയുമ്പോൾ ഒക്കെ തെറ്റ് തിരുത്തുക എന്ന് പറയുക. തെറ്റ് തിരുത്തുക തന്നെ പറയണമെന്ന് തെറ്റായിട്ട് തീരുക. അതൊക്കെ കൊള്ളരാത്ത മുഖ്യന്മാരുടെ സംഭവമായ ഇതല്ല. ഭഗവാനാണല്ലോ, ഒരു പ്രയാസം ഉണ്ടായില്ല. അദ്ദേഹം ഉദ്ദേശിച്ച പോലെ സമയം കാത്തു നിൽക്കുമ്പോ രൗദ്രവപുഷം അഭിവീക്ഷ്യ, ആ രൗദ്രവപുസ്സായിരിക്കുന്ന അവനെ അഭിവീക്ഷിച്ചു. രൗദ്രവപുസ് വെച്ചാൽ
കാണാൻ തന്നെ ഭയമായി. ധാതരാഷ്ട്രന്മാരാൽ ചോദ്യനായിട്ടുള്ള മൂന്നനായിട്ട് പേരായിട്ടുള്ള അസുരൻ പാണ്ഡവപക്ഷത്തേക്ക് പോയിട്ടുള്ള ചാരന്മാർ മുഖേന അർജുനൻ കൈലാസനാഥനായിട്ടുള്ള മഹാദേവനെ ഏകാഗിയായിട്ട് സേവിച്ചുകൊണ്ടിരിക്കുകയാണ്, പാശുപതാസ്ത്രം സമ്പാദിക്കാമെന്ന് രഹസ്യമായിട്ട് മനസ്സിലാക്കി. ആണല്ലോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ചെറുതായിട്ടുള്ള രഹസ്യം പുറത്തു വന്നാൽ അത് വ്യാപിക്കലോ. അതാണ് ഇപ്പോൾ ആകെ അസ്വസ്ഥമായിട്ട്. ആഹാ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനിയിപ്പോൾ വേണ്ടതിപ്പോ അവനെ കൊല്ലാൻ വല്ല ഉപായമുള്ളൂ നോക്കുക. പാണ്ഡവന്മാരിൽ പ്രധാനി ഇപ്പോൾ അർജുനാണല്ലോ. അർജുനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൊല്ലാൻ അർജുൻ്റെ അടുത്തേക്ക് പോകാൻ ആർക്കും ധൈര്യമില്ല. നേരിട്ട് നോക്കാൻ തന്നെ പറ്റില്ല. എന്നിട്ടുകൊണ്ടേ പറയല് പ്രവൃത്തി വേറെ. അപ്പോൾ നോക്കുമ്പോൾ അതിന് ഒക്കെ സമ്മതരായിട്ടുള്ള ആൾ മൂകൻ എന്ന് പേരായിട്ട് അസുരനാ, മായാവിയാണ്. എന്ത് ചെയ്യാനും പറ്റും, ഏത് വേഷവും കെട്ടാൻ പറ്റും. മായാവിയായിട്ടുള്ള മൂകാസുരനെ ആളേച്ച് വരുത്തുക. അങ്ങനെ ആളേച്ച് വരുമൊന്നുമില്ല, എന്തെങ്കിലും മോഹിപ്പിക്കുക. ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വയ്യാത്ത ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അമോഘമായിട്ടുള്ള സമ്പ്രദായങ്ങൾ വാഗ്ദാനം ചെയ്യണം. സാധാരണ മുഖ്യന്മാർ വാഗ്ദാനം ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഈ ചെയ്തു പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ വാക്കുകൊടുക്കാൻ ആർക്കും പ്രയാസമില്ലല്ലോ. ചെയ്യലൊക്കെ വേറെ വല്ലതും മനസ്സിലായിക്കോട്ടെ. ഇവിടെ ഒന്നുമില്ല, സമ്പത്തുമില്ല, ഖജനാവുമില്ല, ഒന്നുമില്ല, തരാട്ടോ ഇത് തരാന്ന്. അതൊക്കെ അതുകൊണ്ട് കാര്യമില്ല. മോഹിപ്പിച്ചാൽ പോരാ, കൊടുക്കാൻ സാധിക്കണം. വല്ലതും കൊടുത്തുകൊണ്ട് കാര്യമില്ല, അർഹതപ്പെട്ടത് കൊടുക്കണം. പ്രത്യേകിച്ച് അർഹതയുള്ളതൊന്നും കിട്ടാതെ കണ്ടിരിക്കുക. അർഹതപ്പെട്ടതല്ല, അർഹതയ്ക്ക് എല്ലാം കൊണ്ട് യോഗ്യത ഉണ്ടെങ്കിലും അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റും. എന്നാ എന്താ വഴി? ആധിരാജ്യം കൊടുക്കുക. രാജ്യത്തെ ആണല്ലോ എല്ലാവർക്കും ഇന്ന ഭാഗത്ത് സ്ഥാനത്തെ അർത്ഥിയാക്കുക, സ്ഥാനാർത്ഥിയാക്കുക, അധികാരം കൊടുക്കുക. അതിലും വലിയ കേമായിട്ടൊന്നുമില്ല. എപ്പോഴേ അതാണല്ലോ അധികാരമോഹം. മുഖൻ ഇരിക്കുക. സ്വർണ്ണം കെട്ടിയ കടവ് അവിടെയുണ്ട്, വെള്ളി കെട്ടിയ കടവ് അവിടെയാണ്. എവിടെ വരും ആരാ പോകണം? ആ വഴി കൂടെ ആരെയും കൂടെ പോകണ്ട. മൂകനെ ആളയിക്കുക, മൂകനെ ഉത്സാഹിപ്പിക്കുക, കുളിപ്പിക്കാൻ ആള്, ഭക്ഷിപ്പിക്കാൻ ആള്, ചതുർവിധമായിട്ടുള്ള ഭക്ഷണം. ആ മൂകൻ അധ്വാനിച്ചു. താമര വന്നപ്പോൾ ഇത്രയൊക്കെ സ്നേഹം ഉണ്ടാവുകയില്ല. കാരണം ഏതോ കാലത്ത് ഈ വഴിക്ക് പോയിന്നല്ലാതെ കണ്ട് ഇപ്പോ തനിക്ക് വേണ്ട പോലെ സന്തോഷമുണ്ട്. വർദ്ധിച്ചു മാത്രമല്ല, മൂകൻ ക്ഷണിച്ചതിൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല. ഇരുന്നോളൂ, എനിക്കില്ല, അവിടെ നിന്നോളാം. അതല്ല, അങ്ങക്ക് എൻ്റെ കൂടെ ഇരിക്കാം. ഞാൻ പകുതി രാജ്യം തരാൻ ഉദ്ദേശിക്കുന്നത്. പകുതി രാജ്യമോ? ഈ ഭൂമി മുഴുവൻ 4 പുറവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരം മുഴുവൻ എനിക്ക് അധീനത്തിലാണല്ലോ. അതുകൊണ്ട് ഭരിച്ച് മടുത്തു. ആര് ഭരിക്കാൻ പുറപ്പെട്ടാലും വിമർശനം ഉണ്ടാവുള്ളൂ, ആർക്കും തൃപ്തി ഉണ്ടാവില്ല. ഈ ഭരിക്കണവർക്ക് ആ വിഷമം എന്താണെന്നുള്ള അറിയാം, അല്ലെ ഈ മറ്റുള്ള ജനങ്ങൾക്ക് അറിയില്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആര് കേമായി പുറപ്പെട്ടാൽ ആറ്റൊക്കെ കേമായിട്ട് പോയി പിന്നെ മുറ്റം വരുള്ളൂ. അതുകൊണ്ട് എനിക്ക് മടുത്തു, കുറെ കാലമായില്ലോ. അതുകൊണ്ട് ഞാൻ പകുതി രാജ്യം കൊടുക്കാൻ തീരുമാനിക്കണം. ഇവിടെ ഇഷ്ടംപോലെ വ്യക്തിമാരുണ്ട്. ദുശാസനുണ്ട്, തൻ്റെ സഹോദരനുണ്ട്, ദുഷ്ടൻ ദുർമുഖൻ, മാത്രമല്ല കർണുണ്ട്, അമ്മാവൻ ശകുനിയുണ്ട്. ഇവരൊക്കെ വിചാരിക്കുമെങ്കിൽ നമുക്ക് മോഹമുള്ള ആളുകളാണ്. അതല്ല, എനിക്ക് മോഹൻ ഞാനായിട്ടുള്ള വേണ്ടിയോട്ട് മോഹൻ ആധിരാജ്യം തരാനാണ് ഉദ്ദേശിക്കുന്നത്. ആധിരാജ്യം മോഹിപ്പിച്ച് മോഹന് സന്തോഷമായി. എന്താണാവോ അടിയൻ ചെയ്യേണ്ടത്? എന്താ അവൻ്റെ പേര്? അർജുനൻ. ആ കൈലാസത്തിൽ അവസ്ഥയുണ്ടെന്ന് കേട്ടോ അവിടെ ചെല്ലുക. മിക്കവാറും ഇന്നലത്തെ വൃത്താന്തം കേട്ടപ്പോൾ ചത്തുണ്ടാവുമെന്നാണ് കേൾക്കണത്. ചത്തു വെച്ചാൽ വേറെ ആരോടും പറയരുത്, ഇവിടെ ഓടി വരിക, പകുതി രാജ്യം ഓ ഇത്തിരി വൈകിച്ചാലും ഒന്നുമില്ലോ. എന്താത്ര താമസം? ഇപ്പൊ മുമ്പത്തെ ആഗ്രഹമൊന്നും ചെയ്യാനുണ്ടോ? മോഹമൊക്കെ ഉണ്ടാവില്ലേ? മനസ്സിനാണല്ലോ എപ്പോഴും ആനന്ദം ഉണ്ടാവുന്നത്. അതിന് മോഹം എപ്പോഴാവേ മോഹിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടതേ പാടൂ. അല്ലാണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, സാധിക്കാറില്ല. എന്താ കാരണം? ഗ്രഹിച്ചിട്ട് ആഗ്രഹിക്കുമ്പോൾ നിരാശ ഉണ്ടാവില്ല. ഗ്രഹിക്കാനെങ്കിലും നമ്മെപ്പോലെ പ്രാപഞ്ചികന്മാർ ആഗ്രഹിക്കുമ്പോഴോ ഏത് സമയത്തും നിരാശ ഉണ്ടാവുള്ളൂ. എടോ അന്ന് പഠിക്കുന്ന കാലത്ത് പറഞ്ഞൊന്നും ദൂരെ സാധിച്ചിട്ടില്ല. ഇനിയുള്ള ഇനി സമയമില്ല, ചാവാറായി, ഇനി എന്താ ചെയ്യുക? കഷ്ടം. ഞാൻ ആവശ്യമില്ലാത്തതാണല്ലോ മോഹിക്കുന്നത്. പിന്നെ ദുഃഖിച്ചൊരു കാര്യമില്ലല്ലോ. തനിക്ക് കഴിവുണ്ടോ? താൻ ആഗ്രഹിച്ചത് എന്തിനാണ്? നല്ലതാണോ? ലോകനന്മയ്ക്കാണോ? തൻ്റെ സ്വാർത്ഥ താല്പര്യമാണോ എന്ന് ഗ്രഹിച്ചിട്ട് പിന്നെ ആഗ്രഹിക്കുമ്പോഴോ അത് വേണ്ട പോലെ അർത്ഥവത്താവും. എന്നാൽ ഉത്സാഹിക്കാൻ നിശ്ചയിച്ച് മൂകാസുരൻ തനിക്ക് ആധിരാജ്യത്തിൻ്റെ അധിപനാവാന്ന് മോഹിച്ച് അവിടെ ക്ഷണനേരമെന്ന് പുറപ്പെട്ട് കൈലാസത്തിൽ എത്തിയപ്പോഴോ സമയം എന്ന് പറഞ്ഞല്ലോ, അത് ഒരേ സമയമാണ്. ഭഗവാൻ അവിടെ എത്തിയ സമയം, ഭഗവതി അവിടെ എത്തിയ സമയം, നായാട്ട് നടക്കുന്ന സമയം, അർജുനൻ തപസ് ചെയ്യുന്ന സമയം, മൂകാസുരൻ എത്തിയ സമയം. തം രൗദ്രവപുഷം അഭിവീക്ഷ്യ, ആ രൗദ്രവപുസായിരിക്കുന്ന അവനെ അഭിവീക്ഷിച്ചു. നല്ല വലിപ്പുണ്ട്. സാധാരണ പന്നിക്ക് വലിപ്പുണ്ട്, കാട്ടുപന്നിക്ക് അതിനേക്കാൾ വലിപ്പുണ്ട്. ഇത് മായ കൊണ്ട് ഗോളാകാരന, മായ കൊണ്ട് മാംസകമായിട്ട് ആ ശരീരത്തോടു കൂടി വരാം, തടിച്ച് കൊഴുത്തും മിനുത്തും ആ സുഭകനായിട്ടുള്ള സാധാരണ കാട്ടുപന്നിക്കേക്കാൾ ഒരു എളുപ്പത്തിൽ നേരെ. എന്താ അങ്ങനെ ആവാൻ കാരണം? അസുരൻ വേഷം മാറി.
ഇവിടെ വന്നപ്പോൾ നായാട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, ജന്തുക്കൾ ഓടിപ്പോകുന്നുണ്ട്, ചെറിയ മൃഗങ്ങൾ, വലിയ മൃഗങ്ങൾ, കാട്ടുപോത്ത്, ചെന്നായ, സിംഹങ്ങള്, സൈനികള്. തൻ്റെ ദൈവാധീനം ഇപ്പോഴെങ്കിലും എനിക്ക് സാധിച്ച് സന്തോഷമുണ്ട് ഇവിടെ എത്താൻ. കാരണം താൻ ഇവിടെ എത്തിയ സമയവും ഇത്രയൊക്കെ ജന്തുക്കളും സ്വതേ കാണാറില്ല. ഇനി എന്താ വേണ്ടത്? അത് തൻ്റെ ദൈവാധീന. ആധിരാജ്യം കിട്ടാറായിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചതുമല്ല. സാധാരണ ജന്തു അല്ല കേട്ടോ, ഇത് വലിപ്പമുള്ള ജന്തുവാ. വലിപ്പത്തിലും ഉയരത്തിലും എല്ലാറ്റിലും. എന്താ കാരണം? ആ മായ കൊണ്ട് ക്രൂഢാകാരനായി തീർന്നു. ചെറിയൊരു കള്ളലക്ഷണം ഉണ്ടോ എന്നാ മുഖത്തെ, അതല്ലാണ്ട് വേറൊന്നുമില്ല. കുഴപ്പമില്ല. വ്യാജൻ പന്നിയിലും എല്ലാറ്റിലും ഇപ്പോൾ വ്യാജമായിട്ടുണ്ട്. വ്യാജം ഇല്ലാത്തൊന്നുമില്ല. മൂകാസുരനാണ് വ്യാജനായിട്ട് പന്നിയായിട്ട് വന്നപ്പോഴോ രൗദ്രവംശമായി തീർന്നു. ഏറ്റിയും കണ്ണു വിട്ടി വീഴ്ച കലഞ്ഞു മറിഞ്ഞ് ചുമന്ന്. മാത്രമല്ല തൻ്റെ ലക്ഷ്യം വേറൊന്നല്ലേ, അർജുനെ കൊല്ലാൻ പോരുക. ചത്തിട്ടില്ല, മനസ്സിലായി. ചാവാത്തോണ്ട് തട്ടിയില്ല. തട്ടിയിട്ട് കഴിഞ്ഞാൽ തേറ്റോണ്ട് കുത്തുക, അവൻ ചത്തോളും. ചത്തു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ആധിരാജ്യം കിട്ടുമല്ലോ. നാം പുറപ്പെടാൻ നിശ്ചയിച്ച് നേരെ ധീം 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 ഓരോ പദവിന്യാസങ്ങളും മുമ്പോട്ട് വിന്യസിപ്പിച്ചുകൊണ്ട് അർജുനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2ഉം 3ഉം 4ഉം ഇടതോർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ കാണുമ്പോൾ വഴി മാറിപ്പോടുന്നില്ല. തൻ്റെ ലക്ഷ്യം അർജുനൻ മാത്രമാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തട്ടിമാറ്റുക. അതന്നെയാണല്ലോ സഹാ വിജയന്റെ അടുത്തേക്ക് ആരും പോകാൻ പറ്റാത്തത്. ആര് വന്നാലും തട്ടിമാറ്റാൻ കഴിവുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ണടത്ത് നിൽക്കുക. ഇപ്പോ ആ സമാധിയില, ഒന്നും നിർത്തിയില്ല. അർജുനന്റെ അടുത്തേക്ക് പുറപ്പെട്ടപ്പോഴോ രൗദ്രവപുഷം തം അഭിവീക്ഷ്യ മൃഗശാദകേഷു കടിലംബിതവൽക്കഭാഗാൻ വിശൽസുസൽസു. കടിലംബിതവൽക്കഭാഗങ്ങൾ വിശുദ്ധുക്കളായി തീർന്നു. ഇതൊക്കെ നേരിട്ട് അടുത്തേക്ക് മുമ്പിലേക്ക് വരുന്നുണ്ടല്ലോ. ഓരോന്നോരോന്നായിട്ട് വലുതും ചെറുതും, കറുത്തതും വെളുത്തതും, വലുത് ഉരുട്ടതും, എന്തൊക്കെ തരത്തിൽ ഓരോന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊന്നും അർജുന അറിയില്ല. അർജുന ഏകാഗിയായിട്ട് വലത്തേ കാലിന്റെ പെരുവരിൽ മാത്രം ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് 4 ഭാഗത്തും തീയിട്ടും മുകളിൽ ആദിത്യനെ അഗ്നിയാക്കി പഞ്ചാഗ്നി മധ്യസ്ഥനായി ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ ചന്ദ്രാഭരണമാകുന്ന സ്തംഭത്തിങ്കൽ ധൈര്യമാകുന്ന വാശം കൊണ്ട് മനസ്സാകുന്ന കുതിരലായത്തിങ്കൽ കെട്ടിയുറപ്പിച്ച് അനന്യചിന്തയോടുകൂടി അനന്യസാധാരണീയനായി തീർന്നുകൊണ്ട് ആ മഹാദേവനെ മാത്രം മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് വേറെ ഒന്നും കേൾക്കലും കാണുന്നും ഒന്നുമില്ല. അപ്പൊ അതൊന്നും അർത്ഥം അറിയില്ല. പെട്ടെന്ന് വന്നപ്പോ മൃഗശാദകേഷു ത്രാസാൽ കടിലംബിതവൽക്കഭാഗാൻ വിശൽസുസൽസു. കടിലംബിതവൽക്കഭാഗങ്ങളിൽ മൃഗശാപകങ്ങള് വിശത്തുക്കളായി തീർന്നു. ഇതൊക്കെ എപ്പോഴേ ഒന്ന് കൂടിയപ്പോഴേ കാണാൻ കൗതുകം കിട്ടും. എന്തൊക്കെയോ ഭയപ്പെട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയോ കുറേശ്ശെ അറിയാണ്ടെങ്ങനെ പുറപുറേറെ പേടിച്ചിട്ടാണ്. കാരണം ആദ്യമായിട്ടാ ഇങ്ങനെ രൂപം കാണുന്നത്. നോക്കുമ്പോ ആ പന്നി നേരിട്ട് വരുമ്പോ അർജുനാണല്ലോ രക്ഷാകർത്താവ്. തിരുമിറ്റത്ത് ധാരാളം ഇഷ്ടംപോലെ പുല്ലുണ്ട്. ആ പുല്ല് തിന്ന് വെള്ളം കുടിച്ച് മറ്റു ജന്തുക്കളുടെ ഒന്നും ഉത്തരവില്ലാതെ ഇങ്ങനെ സമാധാനമായിട്ട് ഇവിടെ വിശ്രമിക്കുക. അപ്പോഴാണ് അർജുനൻ തപസ്സറിഞ്ഞ ശേഷം ദുർബുദ്ധികളായിട്ട് ആ ജന്തുക്കളും ദുഷ്ടജന്തുക്കളും വ്യാപരിക്കാറില്ല. ആദ്യമായിട്ട് അവർ പന്നി വരുന്നത്. തന്റെ നേരിട്ട് വരേണ്ടപ്പോഴോ ഭയപ്പെട്ടു. തന്നെ ആക്രമിക്കാൻ വരാൻ നിശ്ചയിച്ച ഒന്നല്ല, എല്ലാ ജന്തുക്കളും അവിടെ കിടക്കണ്ടല്ലോ. അവരൊക്കെ പാടെ കൂടിയിട്ട് മൃഗശാപകേഷു, പ്രത്യേകിച്ച് മൃഗശാപകങ്ങള് മാൻകുട്ടികളും പശുക്കുട്ടികളും ചെറുതൊക്കെയുണ്ടല്ലോ. അത് കടിലംബിതവൽക്കഭാഗാൻ വിശൽസുസൽസു. കടീങ്കൽ ലംബിയാണ് വൽക്കലം. സർവസംഘപരിത്യാഗിയായിട്ടുള്ള സന്യാസിമാരൊക്കെ ഉണ്ടെങ്കിൽ അർജുനൻ മരത്തിന്റെ തോലൊഴിച്ച് ആ ലംബിയായി കിടക്കുന്നുണ്ട്. ലംബിച്ച തൂങ്ങി കിടക്കുക. ആ വസ്ത്രത്തിന്റെ സ്ഥാനത്ത് മരവുരിയ, മരത്തിന്റെ തോല ഉപയോഗിച്ചത്. അപ്പോ പട്ടുവസ്ത്രമൊക്കെ ആണെങ്കിൽ പറ്റിച്ചേർന്നിരിക്കും. മരവുരി അതുകൊണ്ട് വിട്ടു നിൽക്കുകയാണല്ലോ ചെയ്യുക. അപ്പൊ ആ മാൻകുട്ടികൾ അർജുനനാണ് രക്ഷാകർത്താവ്. അപ്പോൾ ഭയപ്പെടുമ്പോ രക്ഷാകർത്താവ് എടുത്തേക്കാണല്ലോ ആരായാലും ഓടിച്ചില്ല. തന്റെ രക്ഷാകർത്താവ് അർജുന ഓടി വന്ന് ഇടയ്ക്ക് ചൊറിഞ്ഞു തരിക, പുല്ല് തരിക, വെള്ളം മുടിക്കൊക്കെ അതുകൊണ്ടല്ലോ ആദ്യം എവിടേക്കാ പോണം. ഇരിച്ചപ്പോഴേ പേടിച്ച് പോകാതുകൊണ്ടിട്ടോ. പാർത്ഥ നിയമാനുവൃത്തിയ, പാർത്ഥൻ നിയമത്തിൽ നിവൃത്തനായി എന്നാണല്ലോ പറയണ്ടായി. അതിന് കാരണം എന്താണ്? ഇത്ര കുറച്ച മനസ്സോട് കൂട്ട് അർജുനൻ തപസ് ചെയ്യുമ്പോൾ മനസ്സോണല്ലോ. അതിന് നിമിത്തം എന്തായി? കാരണം എന്തായി? കാരണം ഒന്ന് മാൻകുട്ടികളുടെ സ്പർശം. പിന്നെയോ പര്യാകുലേ കളകളയില വിപക്ഷിയാലേ, പക്ഷിജാലങ്ങള് കളകള ശബ്ദങ്ങളോട് കൂട്ട് പര്യാകുലമായി തീർന്നു. വൃക്ഷങ്ങളൊക്കെ ഘനഗാംഭീര്യമായിട്ടുള്ള അമ്പരമ്പരായിട്ടുള്ള വൃക്ഷങ്ങൾ വരുമ്പോൾ ആ ഗർന്ന് നിൽക്കുന്ന സമയത്ത് ആ മോകാസുനം വന്നുകൊണ്ടിരിക്കുമ്പോൾ 2ഉം 3ഉം കൂടിയിട്ടുള്ള വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ വരിക. അപ്പൊ എന്താ വരവിന്റെ വേഗതയും വൃക്ഷങ്ങളുടെ വലിപ്പവും
തൻ്റെ ശരീരത്തിൻ്റെ ആ വല്ലാതെ കണ്ടുള്ള വളർച്ചയും ശക്തിയും ഒന്നിച്ചു വരുമ്പോൾ എന്താ, വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ വരുമ്പോൾ രണ്ട് ഭാഗങ്ങളിലേക്ക് ഇളകി വീഴുക. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിറങ്ങിപ്പോത് ഒന്നല്ല, രണ്ടും മൂന്നും കൂടി നിൽക്കുന്ന രണ്ടും മൂന്ന് ഭാഗത്തൊക്കെ വരവിന്റെ വേഗതയ്ക്കനുസരിച്ചാണല്ലോ കാറ്റൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ഒന്നിച്ച് എവിടേക്കാ വീഴാന്ന് പറയാൻ പറ്റില്ല. കടപുഴങ്ങി വീഴുക. കടപുഴങ്ങി വീഴുമ്പോൾ വൃക്ഷങ്ങൾ ധാരാളം, ആദ്യം പറഞ്ഞു ഒമ്പരനിമ്പുകൾ, അപ്പോൾ ഇഷ്ടം പോലെ ശാഖകൾ, ഇഷ്ടം പോലെ കൂടുകളുണ്ട്. പക്ഷിവൃന്ദങ്ങൾ പല നിറം, പല വർണ്ണം, പല ശബ്ദം, പൊഴിപ്പിക്കാൻ വലിപ്പം ചെറുപ്പൊക്കെ ഉണ്ട്. ആ നന്ന നോക്കിയാൽ കാണില്ല ചെറുതവും പക്ഷികൾ. അങ്ങനെയുള്ള പക്ഷികൾ പലതുമുണ്ട്. അവരൊക്കെ സമാധാനമായിട്ട് കൈലാസത്തിൻ്റെ വൃക്ഷങ്ങളുടെ ശാഖകളിൽ കൂട് കൂട്ടിയിട്ട് പല വിധത്തിലുള്ള കൂടുകളിൽ പല വർണ്ണങ്ങളിലുള്ള പക്ഷികൾ സമാധാനമായിട്ട് കഴിയുമ്പോൾ വൃക്ഷങ്ങളോട് പോയിട്ട് വീഴുമ്പോൾ ആ കൂടുകളൊക്കെ നിലംപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് ജീവിക്കും തൻ്റെ പ്രാണങ്ങളാണല്ലോ വലുത്. പര്യാകുലേ കളകളൈരഭിഭക്ഷിയാലേ, പക്ഷിവൃന്ദങ്ങൾ മുഴുവനും കളകള ശബ്ദത്തോടു കൂട്ട് പര്യാകുലമായി തീർന്നു. ഇതിനു മുമ്പ് കേൾക്കാത്ത അനന്യസാധാരണീയെന്നേ വിശേഷിപ്പിക്കാൻ വയ്ക്കുള്ളി. എന്ന് വെച്ചാൽ മൂകാസുരം വരുന്ന ശബ്ദം. അനവധി കാലമായി ജീർണിച്ച് കിടക്കുന്ന വൃക്ഷങ്ങളും വള്ളികളും ലതകളും കടപുഴങ്ങി വീണ കാറ്റത്തൊക്കെ വീണിട്ടുള്ള മരങ്ങളുടെയൊക്കെ ജീർണിച്ച അവസ്ഥയാണ്. അപ്പൊ അതിൽ കാല് വയ്ക്കുമ്പോൾ വയ്ക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ പൃഥ്വി, ആ മൂകാസുരന്റെ വരവിന്റെ വേഗത, വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണ ശബ്ദം, പക്ഷിവൃത്തങ്ങളുടെ ഭയത്തോടു കൂട്ടുള്ള കളകശബ്ദത്തോടു കൂട്ട് ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാവുന്ന അവസ്ഥാവിശേഷം, മാൻകുട്ടികളുടെ സ്പർശം, എല്ലാറ്റിലും ഉപരി ഭഗവത് ഇച്ഛ, ഭഗവാൻ ഇച്ഛിച്ച പോലെയാണല്ലോ ഒക്കെ സംഭവിക്കുക. അതോടൊരു സമയമായി വിചാരിച്ചപ്പോഴോ പാർത്ഥ നിയമാത്മവൃത്തിയ പ്രധാപുത്രൻ, പ്രഥയുടെ പുത്രൻ, കുന്തിപുത്രനായിട്ടുള്ള അർജുനൻ സമാധിമോ കണ്ണു വീഴ്ച്ചു. കണ്ണു വീഴ്ചപ്പോഴാണ് എന്തോ ഒരു ജന്തു, അല്ല വലിപ്പുള്ള ജന്തു, കള്ളപ്പന്നി പോണ പോക്ക് കണ്ടു. വിചാരിച്ചപ്പോഴല്ല, കാട്ടുപന്നി കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ട സാധനമല്ല. പണി നോക്കിയപ്പോഴാണ് തൻ്റെ ഭക്തന്റെ അടുത്തേക്കാണ് പോകുന്നത്. അർജുനന് എൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ഭഗവാന് മനസ്സിലായി. എടാ നീയിപ്പോൾ എൻ്റെ ഭക്തനെ കൊല്ലാതെ പോക്കാണ്, എന്തായാലും നീ പോയാൽ അത് നേരെയൊന്നും തോന്നില്ല. അപ്പോഴാണ് അർജുനൻ കണ്ണു വിളിക്കലും തൻ്റെ മുമ്പിൽ പന്നിയെ കണ്ടപ്പോ, എന്നാൽ ശ്രീമുഹാഭ്യാം ശിവസവ്യസാചിനോ സമുച്ചിതാഭ്യാം യുഗവൽക്കിടേസ്തനും സമം വിഭജ്യായു അഭുജ്യതക്ഷണം സഹോദരാഭ്യാമിവ പൈതൃകം ധനം. സഹോദരാഭ്യാം പൈതൃകം ധനം ഇവ കിടേ ആരു ശിവസവ്യസാചിനോ ശ്രീമുഖാഭ്യാം സമം അഭുജ്യ. ശിവന്റെയും സവ്യസാചിയുടെയും ശ്രീമുഖങ്ങള് ഒരുമിച്ചെടുത്തു. വല്യാത്തോർക്കൊന്നുണ്ടായി. ഇതുവരെ ഇല്ലാത്ത സ്ഥലത്തൊന്നും ഉണ്ടാവുക വെച്ചാലോ, രണ്ടും ഒരുമിച്ച് തന്നെയാണ്. ഏതേതാ കേമെന്നാണ് ശരിയാത്തത് അല്ലേ? രണ്ടാളും തുല്യ വിലകളാ. ഒന്ന് ശിവൻ, ഒന്ന് സവ്യസാചി. സവ്യസാചി രണ്ട് കൈയൊന്നും പ്രയോഗിക്കാൻ ചതുരൻ. ഇപ്പൊ കയ്യിന്റെ കാര്യത്തിലാ പ്രയോഗം. കയ്യിനൊക്കെ ശക്തിയുണ്ടെന്ന് ബോധ്യം ചെയ്യുമ്പോ രണ്ട് കയ്യിലും ശക്തിയുണ്ട്. രണ്ട് കയ്യിൽ ഇപ്പൊ ഏതാണ് അതിൻ്റെ അടയ്ക്കാ മൂന്നാമതൊരു ഒരു പന്നി ഇടയിൽ കൂടെ വല്ല ആവശ്യമുണ്ടോ? രണ്ട് കൈകൾക്കും ഇടയിൽ കൂടെ ഒരു പന്നി വരണമെന്നുണ്ടെങ്കിൽ അവനെ ആദ്യം കൊല്ലല്ലേ വേണം. അവൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ കയ്യിന്റെ കാര്യം വേണ്ട പോലെ അർത്ഥവത്തായി തീരും. അതിന് പറ്റണില്ല. ഇനി എന്താ വഴിയെന്ന് ആലോചിച്ചപ്പോ ജഗൃഹേശരാസം ആ വില്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ വില്ലെടുത്തു മാത്രമല്ല കട കുത്തി തല വളച്ചിന് ആണ് കൂട്ടിക്കെട്ടൊക്കെ വേഗത്തിലാ. എന്നുവെച്ചാൽ ഷടതലയെന്നൊക്കെ പറയൂലോ. എന്ത് ചിന്തണ്ടോ, കയ്യിൽ മുറുക്കെ പിടിച്ച് എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ദുർവാക്കുകൾ പറയുന്നുണ്ട്. ഇത് കാട്ടാളന്മാരാണ്, കണ്ടറിയാം. തലയും രൂപവും 90,000. എവിടേക്കാവും പോകണം ശരിയില്ല. ഒറ്റക്കാട്ടാളല്ല, അവന് കൂട്ടില്ല എന്നുണ്ടോ. എല്ലാവരും ഏതൊരു ഇഷ്ടം പോലെ ആകുമ്പോൾ നായാട്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ, ഒലിച്ചു പോവുക ജന്തുക്കളെ പിടിക്കാൻ. സമാധാനമായി. ഇവിടെ യാതൊരു മാറ്റമില്ല. നടരാജനായിക്കൊണ്ട് ഇപ്പോഴേ വേണ്ട പോലെ ഉള്ളി ഉറപ്പിച്ചിട്ടുള്ള ഇരിപ്പാ. സമയമായി ഇവിടെ. അതിനെയാണോ എനിക്ക് മനസ്സിലായല്ല. സമയം വയ്യോതാ വംശം അല്ലേ. ഇപ്പോഴും കണ്ടാ തോന്നിക്കൊന്നുമില്ല അല്ലേ. സമയമായി ഒന്നും തോന്നില്ല പോലെ. സമയം തോന്നില്ല. കാരണം വലിപ്പോ കുറേശ്ശെ കാട്ടാളം തന്നെ വിളിച്ചാൽ ബാക്കിയൊക്കെ ഗഹമാ ഇല്ലേ, പറയേണ്ട വീടും. അതാണ് മഹാദേവനാണ് വേണ്ടി കാര്യമില്ല. കാട്ടാള രൂപം ധരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കാട്ടാളത്തെ കാണിക്കുന്നില്ല. കുറേശ്ശെ തടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം. ഒന്നുമില്ലേ യഥാർത്ഥത്തില്. ആരും നിരീക്ഷിച്ചിട്ടില്ല എങ്ങനെ ഉണ്ടാവുന്നേ. ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. എല്ലാവരേക്കാൾ വലിപ്പം, എല്ലാവരേക്കാൾ ശ്രീമാനും. അതിൻ്റെ സൗന്ദര്യമാണ്. ആ ശിവം ചാൽ മംഗളസ്വരൂപനാണ്.
ഇത് ഇത്രത്തോളം മംഗളാവാതെ കാരണം അദ്ദേഹത്തിന്റെ ഇച്ഛ തന്നെയാണല്ലോ, വേറൊന്നുമല്ല. നിങ്ങൾക്ക് താമ്പടത്തൊന്നും രീതിയില്ല. തൻ്റെ മോഹം എന്താ, എന്തെങ്കിലും തരാവണം തന്നെയാണ്. തരാതെ ചെയ്തൊക്കെ അദ്ദേഹത്തിനടുത്ത് സേവിക്കാൻ തരാവാത്തവര്, പ്രത്യേകിച്ച് അനവധികാരായിട്ട് സന്നിധാനത്തിൽ എത്താൻ മോഹിച്ചിട്ടുള്ള ആളാണ്. തരായില്ല, എപ്പോഴേ തരായുള്ളൂ. അതും അദ്ദേഹത്തിന്റെ ആ വിചാരം കൊണ്ട് മാത്രം. ആ ഭഗവാൻ വിചാരിച്ചാലേ എല്ലാം സാധിക്കുള്ളൂ എന്ന് ഉറപ്പുണ്ട്. ഇപ്പൊ എന്താ അതിന്റെ ഇടയിൽ കൂടെ പന്നി വന്നപ്പോ എടാ നീ എൻ്റെ ഭക്തനെ കൊല്ലാനുള്ള പോക്കാ നേരാക്കാന്ന് വിചാരിക്കുമ്പോൾ അർജുനൻ ക്ഷിപ്രകോപിയാണല്ലോ ഭഗവാൻ. ഇവരോ അവിവേകി അർജുനന് അഹംഭാവമുണ്ട്. എടാ ഇവൻ സാധാരണ പന്നിയല്ല, കാട്ടുപന്നിയാ. കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ പോരാ, വ്യാജന. സത്യത്തിൽ അതാണല്ലോ. രണ്ട് കൈയും സ്വാധീനത്തിങ്കിലാവുകൊണ്ടാണ് സഭ്യസാചി എന്ന് പറയാൻ കാരണം. ആ രണ്ട് കൈയിൻ്റെ ഇടയിൽ കൂടെ ഒരു വ്യാജൻ വരുമ്പോ അവനെ ഒന്ന് നേരാക്കണല്ലോ. ഇനിയിപ്പോൾ എന്താ വഴിയെന്ന് ആലോചിച്ചപ്പോ ജഗൃഹേശരാസം ആ വില്ലെടുത്തു. വില്ലെടുത്തപ്പോൾ അർജുനന്റെ കയ്യിലുള്ള വില്ല് കണ്ടാവും അങ്ങനെ സമയമായി തുടങ്ങി. അവൻ വില്ലെടുത്തു. ഞാൻ അവൻ പ്രയോഗിച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവൻ തടസ്സപ്പെടുമ്പോൾ അവിവേകിയാകുമ്പോൾ തർക്കുത്തരം പറയുമ്പോൾ ആ വാഗ്വാദം കൂടും, മൂർച്ച കൂടും. ഇപ്പൊ ഇറങ്ങിയില്ലേ ഇല്ലേ, പരാക്രമങ്ങളും മാത്രമല്ല അതിക്രമം കൂടിക്കൂടിയിട്ടിപ്പോ ഈ കള്ളപ്പന്നി കാരണം എന്തൊക്കെ അതിക്രമങ്ങളാണ് ഉണ്ടാവാൻ പോകണമെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് അവനെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നോക്കുമ്പോൾ താൻ ഉദ്ദേശിച്ച പോലെ സമയത്ത് സാധിക്കുകയും ചെയ്യും. അതിനെന്താ വഴി? ഞാൻ ഒന്ന് പറഞ്ഞു വയ്ക്കാം. അല്ലേ തപോധനൻ, അരുത് ഞാൻ അനവധി ദൂരത്ത് നാട്ടി ഒഴിപ്പിച്ച് യാദൃച്ഛികമായിട്ട് ഈ വഴിക്ക് വന്നപ്പോൾ ആ വന്നെങ്കിലും ഒന്നും മാത്രമേ ഉള്ളൂ. എൻ്റെ ലക്ഷ്യമാണ്, എൻ്റെ ലാക്കാണ്. വേറൊരാളുടെ ലാക്കിൽ വേറൊരാൾ ശരം പ്രയോഗിക്കാൻ പതിവില്ല. ധർമ്മയുദ്ധത്തിൽ അങ്ങനെ പതിവില്ല. അരുത്. അപ്പളാ നോക്കിയപ്പോൾ ഒരു കാട്ടാളൻ അത് തന്നോട് അനവധികാരായിട്ട് ഈശ്വരനെ സേവിച്ചപ്പോൾ കഴിയുന്ന തന്നോട് അരുതെന്ന് പറയാൻ ഇവനാരാ? അപ്പോഴേക്കും പന്നി എടുത്തെത്തി. ഒരു പക്ഷേ താൻ അമാന്തിച്ചാൽ തൻ്റെ പ്രാണങ്ങൾ നഷ്ടവും. അത് ഇടവെത്തെന്നാ നിശ്ചയിച്ച് വലിച്ചു പിടിച്ച് തൊടുത്ത് അങ്ങനെ പ്രയോഗിച്ചു. പോണ പോക്ക് കിട്ടും. ആ ശരം ലക്ഷ്യത്തിലേക്ക് തന്നെയാ പോണി. അങ്ങനെ പോയപ്പോഴോ അതേ സമയത്ത് കാട്ടാളമൂർത്തി തൻ്റെ കയ്യിലുള്ള പിനാക്കനുസരിച്ച് ശരം പ്രയോഗിച്ചപ്പോൾ രണ്ടും കൂടിയിട്ട് കൂട്ടിമുട്ടിയപ്പോ സഹോദരങ്ങള് അച്ഛനമ്മമാര് സമ്പാദിച്ച സ്വത്ത് എങ്ങനെയാണോ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മത്സരിച്ച് ഭാവിക്കണേ, അതേപോലെ കിടേ ആയു സമം അഭുജ്യ, കിടിയുടെ ആയുസ്സിനെ സമമായിട്ട് അനുഭവിച്ചു. പന്നി ചത്തു. അത് പറയല്ലേ ഭംഗി. അങ്ങനെ പറഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. സഖാവായിട്ടുള്ള വിജയനും അല്ലേ ചന്ദ്രശേഖരനും കൂടി മത്സരിച്ചു കഴിഞ്ഞാൽ എന്താ ഫലം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്താ ഉണ്ടായിരുന്നത്? എന്താന്ന് വെച്ചാൽ അതില്ലാതെ ഉണ്ടായി തീർന്നു എന്നുള്ളത് ഉണ്ടായിരുന്നു. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസാ. ചന്ദ്രശേഖരനോട് നരേന്ദ്രൻ അതൊക്കെ ഉണ്ടാകൊണ്ട് കാര്യമില്ല. സന്ധ്യസാചിയാണ്, കൈകൾക്ക് ശക്തിയുണ്ട്. അഹങ്കാരം കൂടിയ കയ്യായാലും വേണ്ടി എന്തായാലും പാകാവുന്ന തന്നെയാണല്ലോ ഇല്ലേ? ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ടോ? രണ്ട് കൈ കൊണ്ട് പ്രയോഗിക്കാൻ ചതുരം ഞാൻ തന്നെയാണ്. അഹങ്കാരം വർദ്ധിച്ചപ്പോ ആ ലക്ഷ്യത്തിലേക്ക് പ്രയോഗിച്ച ശരം ഒരേ സമയ, മൂലാസുരൻ വന്ന സമയം ഒരേ സമയം, കാട്ടാളമൂർത്തി പ്രത്യക്ഷമായ സമയം ഒരേ സമയം, ശ്രീപാർവതി കാട്ടാർത്തിയായത് ഒരേ സമയം, അർജുനൻ തപസ് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരേ സമയം, ഭൂതഗണങ്ങൾ ആയോജിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരേ സമയം. അപ്പൊ ഭഗവാൻ സമയായി ഉറപ്പിച്ചപ്പോ കാരണം ഉണ്ടായപ്പോ അർജുന വിഷയമായിട്ടുണ്ടായി. എന്താ അരുതെന്ന് പറഞ്ഞപ്പോ എടാ അതോട് പ്രയോഗിച്ചപ്പോ ഭഗവാൻ അവന്റെ ശരം കൊണ്ടൊന്നും പന്നി ചാവില്ല. ഇങ്ങനെയാണല്ലോ മൂകാസുരന്റെ അവസ്ഥ. ആ ശരം തൊടുത്തു പിടിച്ച് പ്രയോഗിച്ചപ്പോൾ അതേ ലക്ഷ്യത്തിലേക്ക് അർജുനന്റെ ആ ശരം തൊട്ടില്ല എന്നുള്ള രൂപത്തിലായപ്പോൾ ഭഗവാന്റെ ആ വില്ലെന്ന് പുറപ്പെട്ടുള്ള ശരം പിന്നാക്കനിസാണല്ലോ. രണ്ടുകൂടി കൂട്ടിമുട്ടിയപ്പോൾ ഞാൻ ഭഗവാന്റെ ശരം ഞാൻ പിന്നാക്കം പോവില്ല, ഞാൻ അർജുനന്റെ ശരം പിന്നാക്കം പോവില്ല. ഈ മൂന്നെണ്ണത്തിനെ കൊണ്ടാണ് ഈ വിഷമം. കുറച്ച് നേരെ തുടങ്ങിയിട്ട് ഞാൻ അടുക്കലത്തെ സാധനം വല്ലാണ്ട് വിഷമിക്കേണ്ട പോലെ ഇല്ലേ? എന്താ ചെയ്യുക? പന്നി അവ രണ്ടും കൂടി കൂട്ടിമുട്ടിയപ്പോ പെട്ടെന്ന് ഉള്ളതില്ലാതെ കണ്ടായി തീർന്നു എന്നുള്ളതുണ്ടായി പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രാണങ്ങളാണല്ലോ. ജീവൻ പോയി പ്രാണൻ പോയി, അത് തന്നെയാണ് ഇപ്പോഴേ ഇപ്പോ ജീവൻ ഇല്ലാണ്ട് ജീവൻ പോയി എന്നാ ചത്തു. എന്താന്ന് പറഞ്ഞാൽ പോയെ, അത് പറഞ്ഞാൽ ഈ സുഖം കിട്ടില്ലേ. ഉണ്ടായിരുന്നത് ഇല്ലാതെ ഉണ്ടാക്കി തീർത്തത് ആരാ? സഹാവ് വിജയൻ. വേറെ ആരെങ്കിലും ആണോ? അല്ല. ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴോ അത് വേറൊരു രൂപമായി. അതെങ്ങനെ വന്നു? അങ്ങനെ സംഭവിച്ചു. എന്താ കാരണം? മത്സരം. ആരായിട്ട്? ഗിരീശനായിട്ട്. ഗിരീശൻച്ചാൽ സതീശൻ, സതീശൻച്ചാൽ നടരാജൻ. രണ്ടാമത് മത്സരിച്ച് കഴിഞ്ഞാൽ നടരാജൻ്റെ അടുത്ത് മത്സരം കൊണ്ടൊന്നും നടക്കെത്താൻ പറ്റില്ല കേട്ടോ. കാര്യം പറയാൻ കഴിയില്ല. അതിനുള്ള ഉത്സാഹം പ്രയോക്രാവ് വ്യാപാവുള്ളൂ. അതെങ്ങനെ പറഞ്ഞാൽ കഠോരായിട്ടും മാർദ്ദവത്വമായിട്ടും ഇങ്ങടെ എങ്ങനെയാ വെച്ചാൽ അങ്ങടെ അങ്ങനെയാ പ്രയോഗി. അപ്പം അതുകൊണ്ട്
എത്ര കേൾക്കാലും വിഷമം ഇല്ലാത്ത ശ്രവണ സുഭകവും ശ്രവണ കഠോരവും ശ്രവണ മാർദ്ദവും എങ്ങനെയൊക്കെ വേണമെങ്കിലും അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ കഴിവുള്ളതുകൊണ്ട് പിന്നെ പ്രയാസമൊന്നും ഉണ്ടായില്ല. കിടേ ആയു സമം അഭുജ്യ, കിരീട ആയുസ്സിനെ സമമായിട്ട് അനുഭവിച്ചു വെച്ചാൽ ഒരു ലേശം കാക്കാളം മൂത്ര ശരം അധികം എടുത്തിട്ടുണ്ടാവില്ലേ പന്നിയുടെ പ്രാണങ്ങള്, മുഖാസുരുടെ പ്രാണങ്ങള് ഇല്ല. എന്നാൽ അർജുനൻ ഭക്തോത്തമനാണ്. പുരുഷന്മാരുടെ ഇത്രയും ഭക്തിയുടെ അർജുനെ പോലെ വേറൊരാളില്ല. അപ്പൊ അർജുനന്റെ ശരം ഭക്തവത്സനായിട്ട് ഭഗവതി ഒക്കെ ഉണ്ട്. ഭഗവതിക്ക് ഇത്രയും ഭക്തവാത്സല്യം പുത്രനെ പോലെ കണ്ട ആളാണ് അല്ലേ, അത്രയുണ്ടേ ഇല്ലേ. എൻ്റെ ഉണ്ണി അർജുനൻ അത്ര കാര്യമായിട്ടാ കണ്ടിരിക്കണത്. ഇപ്പോ അത്രയൊക്കെ സ്നേഹം ഉണ്ടാവുകൊണ്ടെന്ന് അത്രയൊക്കെ വേണ്ടിയിരുന്നോ ഈ സഹാബ് ചെയ്യുന്നോട്? അതുകൊണ്ടായി താൻ തന്നെ ഒക്കെ പകുതി എങ്ങനെ മത്സരിച്ച് ഭാഗിക്കുക. അതൊക്കെ പറയുകയാണെങ്കിൽ വിസ്തരിക്കുകയാണെങ്കിൽ അനവധിയുണ്ടെങ്കിൽ വിസ്തരിക്കണമെന്നില്ല. അച്ഛൻ ധാരാളം സമ്പാദിക്കുക. അപ്പോൾ പെട്ടെന്ന് 2 മക്കളുണ്ട്. ഒരാളുടെ വിവാഹം കഴിഞ്ഞു, മറ്റാൾക്ക് വിവാഹപ്രായം. അപ്പോൾ അച്ഛൻ മരിച്ചു, ഭാവം കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സമയമായി. അടുത്തുള്ളവർക്ക് കുറച്ചു കാലം ഈ മത്സരം ഉണ്ടാവുമ്പോൾ നീ ഒരാളിങ്ങനെ ഒന്നുമില്ലായ്മയിൽ ഏമായി വരുമ്പോൾ അസൂയക്കാരുണ്ടാവും. അസഹിഷ്ണുത്വം എന്നൊക്കെ പറയും ഇല്ലേ. ഇല്ലാത്തത് എന്താവും അമ്പടാ, അതിനാ അസൂയ എന്നൊക്കെ പറയുക. അപ്പോൾ ഒരാളുടെ അഭിവൃദ്ധിയിൽ മറ്റാൾക്ക് അസൂയല്ല വേണ്ടത്, പരോത്കർഷത്തിലുള്ള വിമ്മിഷ്ടത്തിൻ്റെയാണ് അസഹിഷ്ണുത്വം. അസഹിഷ്ണുത്വം അല്ലെങ്കിൽ അസൂയ എന്നൊക്കെ പറയുക. അങ്ങനെ വരുമ്പോൾ മത്സരിപ്പിച്ച് തമ്മിലിരിക്കാൻ കേട്ടോ. ഞാൻ അന്ന് അച്ഛൻ വിളിച്ചപ്പോൾ വരാൻ പറ്റില്ല കേട്ടോ, എനിക്കും തരായില്ല. തൻ്റെ എന്തൊക്കെയോ അച്ഛൻ വാങ്ങിയിട്ടുണ്ട്, അച്ഛനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടു. ഒരിക്കലും വൈകിക്കാണ്ട് തരണം, ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. ജ്യേഷ്ഠനെ കാണണ്ടായിട്ടില്ല, തൻ്റെ തരാച്ചിട്ടാ. തൻ്റെ അച്ഛൻ്റെ ആണല്ലോ, തൻ്റെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല. വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ജ്യേഷ്ഠനോട് ചോദിക്കണല്ലോ, കൊടുക്കും. അങ്ങോട്ട് പോവും. പോണ വഴിക്ക് ജ്യേഷ്ഠനെ കണ്ടിട്ടേ പോകൂ. ആരാത്? ഞാനാണ്. അന്നും കണ്ടില്ല, തിരക്ക് കാരണം കണ്ടില്ല. എന്തൊക്കെയോ അച്ഛനെ മേടിച്ചത് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര? ഒരു 10,000. ആരേലാ? അനുജൻ്റെ. അപ്പൊ എൻ്റെ അല്ലേ? അപ്പൊ അങ്ങനെ കാണാത്തോണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോവാണ്. പറയേണ്ടതിന് എല്ലാവരോടും കൊണ്ടുണ്ട്. ഇവിടെ വന്ന് ഉണ്ണി ഇന്ന് ആരൊക്കെ ഇവിടെ വന്നു? അനവധി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത്രയൊന്നും ആൾക്കാരുണ്ടാവും ഞാൻ ജയിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ സമയമാകൊണ്ട് നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, വേണ്ടപ്പെട്ടവരല്ല. അതല്ലാണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. അതിലെവിടെ? അതിൽ വന്നപ്പോ അതിൽ പൂജ എന്തെങ്കിലും തരുന്നയോ? മുഴുവൻ ഓർമ്മയില്ല. എന്താ ഓർമ്മയില്ലാണ്ടിരിക്കാൻ കാരണം? ഓർമ്മയില്ലാണ്ടിരിക്കാനുള്ള കാരണം മറവി. അതിനാണ് പറയുന്നത് മറവി. എന്താ മറക്കാൻ കാരണം? ഈ സ്നേഹം ഉണ്ടാവുകൊണ്ട് തർക്കോത്തരം പറയും. ചേട്ടാഞ്ഞം പറയാൻ വേണ്ടി കാര്യമില്ല. തർക്കോത്തരം പറഞ്ഞാൽ വല്ലും പറഞ്ഞാൽ തർക്കോത്തരം പറയും. എന്താ മുഴുവൻ പറഞ്ഞാൽ ഞാൻ ഈ തർക്കോത്തരം പറയാന്ന് പറയാ. അത് എന്ത് പറഞ്ഞാലും തർക്കോത്തരം പറയും. പറയുകയാണെങ്കിൽ കേൾക്കാൻ പാകത്തിന് പറയാ. കേൾക്കാൻ പാകത്തിന് പറഞ്ഞാൽ തർക്കോത്തരം ഉണ്ടാണ്ടെന്നാ പുറകെ പറയില്ല. ഉണ്ണേ നീ വല്ലതും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തരും. ഇവിടെ വന്നാൽ അങ്ങോട്ടും തരും. ഇങ്ങോട്ട് തന്നോ അങ്ങോട്ടും തരും. എന്താ നീ പറഞ്ഞത്? ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് വരുന്നു. രണ്ടാം കൂടി അങ്ങോട്ട് കൂടി ഒരു അടി കിട്ടിയപ്പോൾ വെട്ടളക്കം കിട്ടി. അതോട് കൂടിയിട്ട് ജ്യേഷ്ഠൻ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട്. അനുജൻ്റെ അടി കൊള്ളാനുള്ള ആരോഗ്യമൊന്നുമില്ല. ഞാൻ ചെറുപ്പം കുറച്ച് വലിപ്പം എല്ലാ ആരോഗ്യമുണ്ട്. അയ്യോ ഇങ്ങോട്ട് വന്നേ, വളർത്തി വലുതാക്കി ഇത്രയും എന്നെ അടിച്ചുവല്ലേ. കയ്യോണ്ട് ഇങ്ങനെ അടി കിട്ടുന്ന ആരും തിരിച്ചില്ലേ. വല്ലാത്ത അത് ഇടതേ കയ്യോ വലതേ കയ്യോ എന്ന് പറയാറായിട്ടില്ലാണെങ്കിൽ രണ്ടും ആദ്യത്തെ കയ്യെന്നെങ്കിലും കിട്ടിയതിക്ക് അങ്ങൊന്ന് കൊടുത്തേക്കാൽ ജ്യേഷ്ഠ കയ്യൊക്കെ തിരുമ്പി പൊന്തിക്കാൻ തന്നെ കഷ്ടിയ കയ്യേ. എന്നാലും വയ്യ കയ്യ് പൊന്തിക്കുക, കയ്യെന്ന് തന്നെ പറയാൻ വയ്യാത്ത സമ്പ്രദായത്തിലായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് അനുദിനാണല്ലോ, തനിക്ക് അധികാരമൊക്കെ ഉണ്ടല്ലോ ജ്യേഷ്ഠനല്ലേ. എന്നെ ഇങ്ങനെ അടിച്ചോ, എന്നാ ഞാൻ കാണിച്ചു തരാം. പിന്നെ നോട്ടല്ലോ, പിന്നെ എങ്ങോട്ടും കൊണ്ട് വൈരാഗ്യം കൂടുകയുള്ളൂ ചെയ്യുക. ആ വൈരാഗ്യം കൂടിക്കഴിഞ്ഞാൽ ആദ്യത്തെയും രണ്ടാമത്തെയും അതിൻ്റെ പലിശയും ഇതിൻ്റെ കൂട്ടുപലിശ പലിശയും കൂടി 5 എണ്ണം അനുജൻ ജ്യേഷ്ഠനെ. അയ്യോ നമുക്ക് പഠിത്തം എന്താ നിങ്ങൾ മത്സരിക്കുന്നത്? ഒരു വിധമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പറ്റിയ ഞങ്ങൾ അച്ഛൻ്റെ കാലം നോക്കാൻ വലിയ അടുപ്പായിരുന്നു. അപ്പം അടുപ്പുള്ള ആളുകളൊക്കെ മത്സരിക്കുക തമ്മിൽ അതൊന്നും പുറത്തൊന്നും അറിയാൻ പാടില്ല, ഒക്കെ വേണ്ട പോലെ ആവണ്ടേ. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മാത്രം ഞങ്ങളൊക്കെ പാടി തീരുമാനമുണ്ട്. അതാണ് കുറച്ച് തീരുമാനം വഴുകിട്ടോ. എന്താ അത് വേണ്ട പോലെ ആദരിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെയാണ്. ആദരവിനെ കുറച്ച് വൈകിച്ചാൽ ഇപ്പോഴെങ്കിലും തോന്നിയ സന്തോഷമായി. ഇപ്പം ആദരവ് ഇല്ലാണ്ട് വരുന്നത് അനാദരവ് ആവാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ആ വേണ്ടത് കൊടുത്തു തീർപ്പിക്കുക. രണ്ടാളും ഈ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. അതെനിക്ക് നമ്മളാണ്. എന്നാൽ അച്ഛൻ്റെ കൃഷി ആദ്യം കൃഷി വളർന്നു. ആ വടക്കേറ്റത്ത് കുറച്ച് നനവ് കമ്മിയായിട്ടുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ഞാൻ അളക്കുമ്പോൾ ഞാൻ കോലൊക്കെ ഇളക്കണേ, ഇനി മറച്ചിളക്ക് തനിക്കറിയില്ലേ അല്ലെങ്കിൽ കള്ളത്തരങ്ങളാക്കെ. താൻ പോടോർന്ന് തൻ്റെ കള്ളത്തരം എൻ്റെ അച്ഛൻ സമ്പാദിച്ചതല്ലേ. എനിക്ക് നേർപ്പകലി വേണം. നേർപ്പകലി അളന്നു കഴിഞ്ഞു. പാത്രങ്ങൾ ദിവസമൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ പാത്രങ്ങളുണ്ടോ തന്നെ അംശം ഒക്കെ ഉണ്ട്. ഈ പുതിയതൊക്കെ വരുമ്പോഴേ അതിൻ്റെ പഴയതിൻ്റെ പ്രൗഢിയും ഗാംഭീര്യമൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പഴയതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അതല്ല
എന്നാലും ചിലതൊക്കെ വെളുപ്പിക്കേണ്ടത് ഈയമ്പൂഷേണ്ടതൊക്കെ ഉണ്ടെന്ന് വെളുത്തിട്ടൊന്നുമില്ല. ചിലതൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റാത്തതും വക്ക് പൊട്ടിയ ചെമ്പും നിലകാതും ചട്ടുകവും കുത്തൊട്ടുകവും ഗോമുഖിയും ചരക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു കാലത്ത് കേമായിരുന്നു, ഇപ്പൊക്കെ കഷ്ടിയാകാൻ വേണ്ടി കാര്യമില്ലേ. നല്ല നല്ല ചരക്കുകളൊക്കെ ഇഷ്ടംപോലെ കാണാനൊക്കെ ഇഷ്ടം. വലിയ 4 കാലം ചിരക്ക് 8 കാലം ചിരക്ക് കാറൻ ചെമ്പ് നിലകാത് ഉരുളി എണ്ണം കണക്കാക്കി വണ്ണം കണക്കാക്കി സ്വർണം ആഭരണങ്ങൾ പട്ടുവസ്ത്രങ്ങൾ. ഇപ്പം എന്താ ചെയ്യുക? ഇനി ഒരെണ്ണം ഉണ്ട്. അതെ, അതിപ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ തോള ഇല്ല. തിളക്കുള്ളതാ ഈ ഒരെണ്ണം. എന്താ ചെയ്യാനിപ്പോൾ? ഇതിൻ്റെ കൂടെ ഇല്ലാന്നുണ്ടോ? കൂടെ ഇല്ല. അതിനിപ്പോൾ ആവശ്യക്കാരെ ഉണ്ടാവുണ്ടോ? ഈ കാണാൻ തിരക്കില്ലാത്തതാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. അപ്പം അത് സൂക്ഷിക്കണം. അതെനിക്ക് വേണം. പൂർവികരായിട്ട് ഇറങ്ങി വെച്ച സന്ധ്യാവനത്തിന് ഉപയോഗിക്കുന്ന കിണ്ടിയ സ്വർണം കൊണ്ട്. സ്വർണ്ണമാണോ? ആ സ്വർണ്ണമാണ്. നിറം അത് ഉപയോഗിച്ച് രൂപത്തിൽ അതിന് മാത്രമേ എനിക്ക് വേണം. അനുജനാണെന്നുണ്ട് സന്ധ്യാവനത്തിനൊക്കെ ഇഷ്ടിയാ. അതുകൊണ്ട് കാര്യമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ ജ്യേഷ്ഠനല്ലേ താൻ കൊടുത്തേക്കാം. താൻ പോലെ ഓർമ്മ എൻ്റെ ജ്യേഷ്ഠൻ ഞാൻ കൊടുത്തോളുന്നുണ്ടോ? അത് സ്വർണ്ണ എനിക്ക് പകുതി കിട്ടണം. അപ്പോൾ തൻ്റെ അനുജൻ്റെ നേരം വല്ലാണ്ട് ഒഴുകിട്ടോ. ഞാൻ ഒഴിപ്പിക്കരുത്. ഞാൻ തന്നെ അവസാനിപ്പിക്കുന്നത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നത് നോക്കാനല്ല ഒരു പരിധിയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. തൻ്റെ അനുജൻ ഞാൻ കൊടുത്തേക്കൂ. അപ്പോൾ എങ്ങനെയാണ് അവർ സന്ധ്യാവനത്തിന് കൂടിയൊന്നുമില്ല. ഞാൻ ഇത്രയും കാലം അധിക കാലവും ഞാൻ ഉണ്ടാവില്ല, കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ സന്ധ്യാവനം മുടക്കാണ്ട് കഴിക്കാണ്ട് ചിലപ്പോൾ അർദ്ധരാത്രിയാവും. എന്നാലും ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യാറുണ്ട്. അത് സമയം നിഷ്ഠൊന്നും പാലിക്കാൻ പറ്റാറില്ല. കാരണം പല ദിക്കിലും പല പ്രദേശത്തും കൊണ്ട് എന്നാലും പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞിട്ടെന്നെ എവിടേക്കും പുറപ്പെടാറുള്ളൂ. അത് കഴിക്കലും പതിവുള്ളൂ. ആ താളം കഴിഞ്ഞാലും ചിലപ്പോൾ സന്ധ്യാവനത്തിന് വേണ്ടിയില്ലേ. അപ്പോൾ ചിലപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞ് വരുന്നാലും ഞാൻ മുടക്ക പതിവില്ല. ആ സ്വർണം കൊണ്ടുള്ള കിണ്ടി എനിക്ക് വേണം. എടോ എന്നാ കൊടുത്തേക്കാ പോടെ അവിടുന്ന്. എന്നാൽ നേരം വഴിച്ച് ആ മത്സരം മധ്യസ്ഥന്മാരാ വിഷമിക്കണേ. ഈ 2 എണ്ണത്തിനെ കൊണ്ടാണ് കൂടുതൽ ഉപദ്രവം. ഈ 2 എണ്ണം ഒരേ സമ്പ്രദായമാണെങ്കിൽ തിരക്കില്ലാതില്ല. അത് മൂന്നാമതൊരു സാധനം വേണം. അപ്പം അത് ഏതാ വേണ്ടതെന്ന് നിശ്ചയില്ല. എന്താ ഉപയോഗിക്കാനുള്ള സാധനം എന്ത് വേണ്ട പോലെ ആക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സാധനം നേരെയാണെങ്കിൽ നന്നാവേ. അതിന് മൂർച്ചയില്ലാത്ത സാധനം ആകുമ്പോൾ വേണ്ട പോലെ ആവില്ല. നല്ല ആയുധം വേണം. ആ മൂർച്ച കൂടിയുള്ള ആയുധം കൊണ്ടുവന്ന് സ്വർണം കൊണ്ടുള്ള കിണ്ടി അത് ഉപയോഗമുണ്ടോ ഉപയോഗമില്ലയോ നോട്ടമില്ലല്ലോ. പകുതി വീതം ആ കിണ്ടി മുറിച്ച് മുരലോട് കൂടിയിട്ട് പപ്പാതിയായിട്ട് ഒരു പണത്തൂക്കം നഷ്ടപ്പെടാതെ കണ്ട് പകുതിയാക്കിയിട്ട് ജ്യേഷ്ഠാനുജന്മാർ പൈതൃകമായിട്ടുള്ള സമ്പത്ത് എങ്ങനെയാണോ സഹോദരാഭ്യാം പൈതൃകം ധനം യുവ കിടേ ആയു സമം അഭുജ്യ. പൈതൃകമായിട്ടുള്ള സമ്പത്ത് ശിവസവ്യസാചികളുടെ ശരീരങ്ങൾ സമമാക്കി അനുഭവിച്ചു എന്ന് പറയാൻ കാരണം 2 പപ്പാതിയാക്കി. അതേപോലെ തന്നെയാണ് ലക്ഷ്യത്തിലേക്ക് പ്രയോഗിച്ചത്. അലക്ഷ്യമാവാതെ കണ്ട് ലക്ഷ്യസ്ഥാനത്ത് 2ഉം ഒരേ ലക്ഷ്യത്തിലേക്ക് മത്സരബുദ്ധിയോട് ചെല്ലുമെന്താ. അതാ ഞാൻ ആദ്യം പറഞ്ഞേ. ഒന്ന് സഹാവിജയൻ, ലക്ഷ്യം തെറ്റാത്തവനാ, ലക്ഷ്യത്തിലേക്ക് മാത്രമേ പ്രയോഗിക്കുള്ളൂ. അതേ സ്ഥാനത്ത് ഒന്ന് വേറെ ആരുമില്ല, സതീശനാ. ഉദ്ദേശിച്ച് നടപ്പാക്കി തീർക്കാൻ അദ്ദേഹത്തിലെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ, ചതുരനാണല്ലോ. സതീശനും സഹാവ് വിജയനും കൂടി മത്സരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അതാപ്പം ഉണ്ടായി. എന്ത് ഉള്ളതില്ലാതെ കണ്ടായി തീർന്നു എന്നുള്ളത് ഉണ്ടായി എന്ന് വെച്ചാൽ ജീവൻ ഉണ്ടാകുന്നില്ലാണ്ട് ആരുടെ കിടേ ആയു സമം അഭുജ്യ. കിടിയുടെ ആയുസ്സിനെ സമമായിട്ട് അനുഭവിച്ചു. അപ്പോഴോ ഭഗവാൻ സന്തോഷം. എടാ എൻ്റെ ശരം കൊണ്ടല്ല, എൻ്റെ ശരം കൊണ്ടിനെയാണ് കുറച്ച് പ്രയോഗിക്കേണ്ടായിച്ചാലും സമാധാനം. ഈ വാഗ്വാദത്തിന് കാരണം എടാ ദുർമാംസം നീ ഏട്ടെ കാട്ടാളകുഴിയ. ഞാൻ ഈശ്വരനെ സേവിച്ചു ഇവിടെ കഴിയുമ്പോൾ നീ വഴിക്ക് വന്നിട്ട് ഈ സ്ഥലം അശുദ്ധാക്കി ഇവിടെ ഒരു മരണം സംഭവിക്കണ്ടായി. അതും നിരീക്കണ്ടായില്ല. പെട്ടെന്ന് ഉണ്ടായ മരണം അറിയണ്ടായോ? എന്തോ തിരുമ്പിരിക്കണ്ട കഴിപ്പോട്ട് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കൂ മരിച്ചു എന്നുള്ളത് അറിയണ്ടായോ? ഞാൻ ആദ്യം കൂട്ടി പറയണ്ടായിട്ടായിരുന്നു. ഇപ്പം എനിക്ക് പറയാലോ. മരണം എത്രയായാലും നശിച്ചു എന്നുള്ളത് ഒരു നിലയ്ക്ക് കേൾക്കാൻ നന്നായി പറയും, ചിലത് മോശമായി. ഇതങ്ങനെയല്ല. ഇത് കൊല്ലുന്നെ ഉണ്ടായേ, മരിക്കലല്ല ഉണ്ടായേ. അപ്പോൾ അവനവൻ തന്നെ അതിനെ ഇല്ലാതെ കണ്ടാക്കി തീർത്തു എന്നുള്ളൊരു വിശേഷം ഉണ്ടായി തീർന്നു എന്നുള്ളത് കൊണ്ട് അവിടെ കാര്യം അർത്ഥവത്തായി തീർന്നു. ഭഗവാനോ ഇനി അവനെ മൂർച്ഛിപ്പിക്കുക, ദേഷ്യം മൂർച്ഛിപ്പിച്ചിട്ട് അവൻ്റെ വാക്ക് ശരങ്ങൾ അതാണല്ലോ ആദ്യം പുറപ്പെടുവിക്കുക. അതിനെ പ്രതിവാദികൾ പ്രയോഗിച്ച് അവനെ വാശിയും മൂർച്ചയും വർദ്ധിപ്പിച്ച് ശരങ്ങളെ കൊണ്ട് പ്രയോഗിപ്പിക്കുക. ശരം പ്രയോഗിച്ചിട്ടും സാധിക്കാണ്ട് വരുമ്പോഴോ അവസാനം ഒന്നും വയ്യാണ്ടാവുക. ശക്തി മുഴുവൻ ക്ഷയിപ്പിച്ച് ആയുധം മുഴുവൻ ഇല്ലാണ്ടാക്കി ഏകാക്കിയാക്കി ഒന്നും ചെയ്യാൻ വയ്യാൻ പറ്റാണ്ടാവുമ്പോൾ അതേ ഒരു ഭാവം മുഴുവൻ സ്വാമി ചന്ദ്രകലാസര ലോകനായക ഭക്തവത്സര ക്ഷിപ്രം